ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡികോം MLT അക്കാദമി. നമ്മളൊരു ലാബ് ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട ഒരു ഏരിയയാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന ഏരിയയാണ് ഈ മൈക്രോബയോളജി. കാരണം ഇപ്പോൾ ബാക്ടീരിയോളജി ആയിക്കോട്ടെ, മൈക്കോളജി ആയിക്കോട്ടെ, വൈറോളജി ആയിക്കോട്ടെ, നമ്മളൊരു ബാക്ടീരിയനെ പഠിക്കും. നെക്സ്റ്റ് ഒരു ബാക്ടീരിയയിലേക്ക് കടക്കുമ്പോഴേക്കും നമ്മൾ ആദ്യത്തെ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കംപ്ലീറ്റ് മൈക്കോളജി നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഓരോ ഫംഗസിനെ കുറിച്ചിട്ടും നമുക്ക് അതിൻ്റെ ഫാക്റ്റുകൾ മറന്നു പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ മാറിപ്പോകുന്നുണ്ടാവും. സോ ഈ പ്രോബ്ലംസ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് മൈക്കോളജി, അതായത് കംപ്ലീറ്റ് ഫംഗസിനെ ഒരൊറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. കാരണം ഇതിൻ്റെ ഫാക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ വൈറസിൻ്റെ അല്ലെങ്കിൽ ഒറ്റ ഫംഗസിൻ്റെ പ്രോപ്പർട്ടീസും മറന്നു പോകുന്ന പ്രശ്നമില്ല. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളെ മനസ്സിലത് തറവാക്കാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്കോളജി ഏരിയയാണ്. എന്താണ് മൈക്കോളജി എന്ന് പറഞ്ഞാൽ? യെസ്, മൈക്കോളജി എന്ന് പറഞ്ഞാൽ ഫംഗസിനെ കുറിച്ച് പഠിക്കുന്ന ഏരിയ ആണ് അല്ലേ, അല്ലെങ്കിൽ മെഡിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, മൈക്കോളജി മീൻസ് സ്റ്റഡി ഓഫ് മെഡിക്കലി ഇമ്പോർട്ടൻറ്റ് ഫംഗസ്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു ഫംഗസിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഫംഗസ്, ഈ ബാക്ടീരിയയും ഫംഗസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണ് അല്ലേ, എന്നാൽ ഫംഗസ് എന്താണ്? യൂകാരിയോട്ടിക് ഓർഗാനിസം ആണ്. യൂകാരിയോട്ടിക് എന്ന് പറയുമ്പോൾ ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള സെൽ ഓർഗനൽസ്, ഇപ്പോൾ മൈറ്റോകോൺട്രിയൊക്കെ പോലെയുള്ള സെൽ ഓർഗനൽസ് ഒക്കെ ഉള്ള സെല്ലാണ്, അല്ലെങ്കിൽ എന്താണ്, ഓർഗാനിസം ആണ് ഫംഗസ് എന്ന് പറയുന്നത്. ഫംഗസ് എന്ന് പറയുന്നത് ഒരു യൂകാരിയോട്സ് ആണ്. അതേപോലെ തന്നെ എന്താണ്, അതിൻ്റെ സെൽ വാളിൽ കൈറ്റിന്, ബീറ്റാ ഗ്ലൂക്കൻസും അതർ പോളിസാക്രൈഡ്സ് ഒക്കെ ഉണ്ട്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ബാക്ടീരിയൻ്റെ സെൽ വാളിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൺ ആയിരുന്നു. പക്ഷേ ഇവിടെ ഫംഗസ്, അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം. ഫംഗസിന്റെ സെൽ വാളിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കൈറ്റിന്, ബീറ്റാ ഗ്ലൂക്കൻസും അതുപോലെ വേറെ പോളിസാക്രൈഡ്സും ആണ് വരുന്നത്. അപ്പം കൈറ്റിൻ എന്നുള്ള കാര്യം എന്തായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി അതിൻ്റെ സെൽ മെംബ്രെയിനിലുള്ളത് എർഗോസ്റ്റിറോൾ ആണ്. ഇപ്പോൾ സാധാരണ ഒരു ആനിമൽ സെൽസിൽ കൊളസ്ട്രോൾ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഇതിൻ്റെ ഫംഗസിൻ്റെ സെൽ മെംബ്രെയിനിലുള്ളത് ഏതാണ്? എർഗോസ്റ്റിറോൾ ആണ് അതിൻ്റെ സെൽ മെംബ്രെയിനിൽ കാണുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഫംഗസ് എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലുലാർ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആണ്. ഇപ്പോൾ ഈസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് യൂണിസെല്ലുലാർ ആയിട്ട് പറയാം, ഇപ്പോൾ മോൾഡ് ഒക്കെ ആണെങ്കിൽ മൾട്ടി സെല്ലുലാർ ആയിട്ട് പറയാം. സോ ഫംഗസ് ഒന്നെങ്കിൽ യൂണിസെല്ലുലാർ ആണ്, അല്ലെങ്കിൽ എന്താണ്, മൾട്ടി സെല്ലുലാർ ആണ്. സോ അതേപോലെ തന്നെ അത് എങ്ങനെയാണ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഡോട്ടർ സെൽസിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ റിപ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ബഡ്ഡിങ് വഴിയായിരിക്കും, അല്ലെങ്കിൽ എക്സ്റ്റെൻഡിങ് ഹൈഫെ എന്താണ് ബഡ്ഡിങ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ഒരു ഫംഗസ് എന്ന് പറയുമ്പം അത് യൂകാരിയോട്ടിക് ഓർഗാനിസം ആണ്. അതിൻ്റെ സെൽ വാളിൽ കൈറ്റിനാണ് ഉള്ളത്. അതിൻ്റെ സെൽ മെംബ്രെയിനിൽ കൊളസ്ട്രോളിന് പകരം എർഗോസ്റ്റിറോൾ ആണ് ഉള്ളത്. അതേപോലെ തന്നെ എന്താണ്, ഇതൊരു യൂണിസെല്ലുലാർ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആണ്. ഇതെങ്ങനെയാണ് റിപ്രൊഡ്യൂസ് ചെയ്യുക? ഒന്നെങ്കിൽ ബഡ്ഡിങ് വഴി, അല്ലെങ്കിൽ ഹൈഫെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും അടുത്ത ഏരിയയിലേക്ക് പോവാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫംഗസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി 3 തരത്തിൽ നമ്മൾ ഫംഗസിനെ ക്ലാസിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ മോർഫോളജിൻ്റെ ബേസിൽ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, അതിൻ്റെ ടാക്സോണമിൻ്റെ ബേസിൽ ടാക്സോണമിക് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, അത് കോസ് ചെയ്യുന്ന ഡിസീസസിൻ്റെ ബേസിൽ, അതായത് പാത്തോജെനിസിസിൻ്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പാത്തോജെനിസിസ് എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. 3 ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 3 ഏരിയയിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കാരണം നമ്മൾ ഈ ഒരു വീഡിയോ വെക്കുന്നത് മെയിൻലി നമുക്ക് എന്താണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനാണ്. നിങ്ങൾക്ക് തിയറി ടൈപ്പ് എക്സാമിനും ഈ വീഡിയോ യൂസ്ഫുൾ ആവും 100%. കുറച്ചും കൂടി ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനാകുമ്പോൾ കുറേ കൃത്യമായിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഫംഗസിൻ്റെ മോർഫോളജിൻ്റെ ബേസിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ്
മോർഫോളജിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഈസ്റ്റ് ആണ്. എന്താണ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ യെസ്, ഒരു റൗണ്ട് അല്ലെങ്കിൽ ഓവൽ സെൽസ് ആണ് അല്ലേ. നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം. ഈസ്റ്റ് സെൽസ് എന്ന് പറയുമ്പോൾ റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പുള്ള സെൽസ് ആണ്. അത് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബഡ്ഡിങ് ആണ്. റിപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡോട്ടർ സെൽസിനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം, ബഡ് ചെയ്യുന്ന സ്റ്റേജസ്. സോ ബഡ് ചെയ്തിട്ടാണ് അതിൻ്റെ റിപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡോട്ടർ സെൽസിനെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫംഗസിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് ഒന്നെങ്കിൽ അത് ഹൈഫ എക്സ്റ്റെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബഡ് ചെയ്തിട്ടോ ആണ് റിപ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈസ്റ്റ് സെൽസിൽ ബഡ് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓവൽ ആയിട്ടുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള റൗണ്ട് സെല്ലാണ് ഈസ്റ്റ് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ മോൾഡ് എന്ന് പറഞ്ഞാൽ? മോൾഡ് എന്ന് പറഞ്ഞാൽ ലോങ് ബ്രാഞ്ചിങ് ഫിലമെന്റ്സ് ആണ്. ബ്രാഞ്ച് ആയിട്ടുള്ള ഫിലമെന്റ്സ് ആയിട്ട് വരുന്നതാണ് മോൾഡ് എന്ന് പറയുന്നത്. ഈ മോൾഡ് എന്ന് പറയുമ്പം ഈ ബ്രാഞ്ചസിനെ നമ്മൾ പറഞ്ഞല്ലോ, ബ്രാഞ്ചിങ് ആണ് മോൾഡ്. ആ ബ്രാഞ്ചസിനെയാണ് നമ്മൾ ഹൈഫേ എന്ന് പറയുന്നത്. മോൾഡിന്റെ ആ ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈഫേ എന്ന് പറയുന്നത്. ഹൈഫ രണ്ട് തരത്തിലുള്ള ഹൈഫ ഉണ്ട്. അതായത് സെപ്റ്റേറ്റ് ഹൈഫ ഉണ്ട്, അസെപ്റ്റേറ്റ് ഹൈഫ ഉണ്ട്. സെപ്റ്റേറ്റ് ഹൈഫ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം. ഹൈഫന്റെ പിക്ചറിൽ ഒന്നിൽ ഇങ്ങനെ ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള വാൾസുകൾ കാണാം അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെപ്റ്റേറ്റ് ഹൈഫ. ഈ സെപ്റ്റേ എന്ന് പറയുന്ന ഈ ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള വാളാണ്. രണ്ടാമത്തെ പിക്ചറിൽ നോക്കിക്കേ, ഇവിടെ പ്രത്യേകിച്ച് അങ്ങനത്തെ വാൾസ് ഒന്നുമില്ല. അത് അസെപ്റ്റേറ്റ് ഹൈഫയാണ്, സെപ്റ്റേ ഇല്ലാത്ത ഹൈഫയാണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള ഹൈഫയുണ്ട്, സെപ്റ്റേറ്റ് ഹൈഫയുണ്ട്, അസെപ്റ്റേറ്റ് ഹൈഫയുണ്ട്. ട്രാൻസ്വേഴ്സ് വാളുള്ള ഹൈഫേനെ നമ്മൾ സെപ്റ്റേറ്റ് ഹൈഫ എന്നും വാൾസ് ഇല്ലാത്ത ഹൈഫേനെ അസെപ്റ്റേറ്റ് ഹൈഫ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈസ്റ്റ് ഇതെങ്ങനെ റിപ്രൊഡ്യൂസ് ചെയ്യുക? ഈസ്റ്റ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബഡ്ഡിങ് വഴി ആണെങ്കിൽ മോൾഡ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഹൈഫ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഹൈഫ എന്ന് പറയുന്ന ഈ ലോങ് ബ്രാഞ്ചസ് നീളം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടാണ് അതിൻ്റെ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അത് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈസ്റ്റും പറഞ്ഞു, മോൾഡും പറഞ്ഞു. ഇനി നമുക്കുള്ളത് ഈസ്റ്റ് ലൈക്കാണ്. ഈസ്റ്റിനെ പോലെ എന്നാണ് പറയുന്നത് അല്ലേ. ഈസ്റ്റ് ലൈക്ക് എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് ഈസ്റ്റ് സെല്ല് തന്നെയാണ്. ഈസ്റ്റ് സെല്ല് തന്നെയാണ് ഈസ്റ്റ് ലൈക്ക് എന്ന് പറയുന്നത്. പക്ഷേ അത് അതിൻ്റെ ഡോട്ടർ സെൽസിനെ ബഡ്ഡിങ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഡോട്ടർ സെല്ല് ഇതിന്ന് അറ്റാച്ച് ചെയ്ത് പോവാണ്ട് ഇതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ എന്താണ്, അത് ഒരു ബ്രാഞ്ച് പോലെ തോന്നും. ഒരു ഈസ്റ്റ് സെല്ലിൻ്റെ റിപ്രൊഡക്ഷൻ വഴി അല്ലെങ്കിൽ ബഡ്ഡിങ് വഴി ഉണ്ടാവുന്ന ആ ഒരു ഡോട്ടർ സെൽസ് ഇതിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോവാണ്ട് ഇതൊന്ന് അറ്റാച്ച് ആയി തന്നെ ഇങ്ങനെ ഒന്നൊന്ന് ഒട്ടി നിൽക്കും. അപ്പം അത് ബ്രാഞ്ച് പോലെ നമുക്ക് തോന്നും. സോ ഇതാണ് സ്യൂഡോ ഹൈഫ എന്ന് പറയുന്നത്. സത്യത്തിൽ ഇത് ഹൈഫയാണോ? അല്ല, ഇതെന്താണ്, സ്യൂഡോ ഹൈഫയാണ്. അതായത് ശരിക്കും ഹൈഫയല്ല, ഹൈഫനെ പോലെയുള്ള ഒരു സ്ട്രക്ചറാണ്. സോ ഇതിനെ നമ്മൾ എന്ത് പറയും, സ്യൂഡോ ഹൈഫ എന്ന് പറയും. ഈ ടൈപ്പ് ഓഫ് സെൽസിനെ നമ്മൾ എന്ത് പറയും, ഫംഗസിനെ ഈസ്റ്റ് ലൈക്ക് ഫംഗസ്. ഈസ്റ്റ് ലൈക്ക് ഫംഗസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഈസ്റ്റ് ആണ്, പക്ഷേ അതിൽ എന്ത് പ്രസന്റ് ആയിരിക്കും എന്ന് പഠിച്ചു വെക്കുക. യെസ്, സ്യൂഡോ ഹൈഫെ പ്രസന്റ് ആയിരിക്കും. സ്യൂഡോ ഹൈഫ ഉള്ളതിനെയാണ് ഈസ്റ്റ് ലൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ്, ഇത് ശരിക്കുള്ള ഹൈഫയാണോ അതോ സ്യൂഡോ ഹൈഫയാണോ അല്ലെങ്കിൽ ഈസ്റ്റ് ആണോ മോൾഡ് ആണോ നമുക്ക് മനസ്സിലാവാം. നിങ്ങൾ ഹൈഫ നോക്കിക്കേ, ഹൈഫയിൽ സെപ്റ്റേ ഉണ്ടെങ്കിൽ അതെന്തില്ല, കൺസ്ട്രക്ഷൻസ് ഒന്നുമില്ല അല്ലേ. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഒരു സെൽസിന്ന് ബഡ് ചെയ്ത് വരുമ്പോൾ അടുത്ത സെൽ ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻസ് ഉണ്ടാവും. സ്യൂഡോ ഹൈഫയിൽ കൺസ്ട്രക്ഷൻസ് പ്രസന്റ് ആയിരിക്കും, പക്ഷെ ഹൈഫയിൽ കൺസ്ട്രക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മൾ അതൊരു സ്യൂഡോ ഹൈഫയാണോ അല്ലെങ്കിൽ സാധാ ഹൈഫയാണോ നോർമൽ ഹൈഫ ട്രൂ ഹൈഫയാണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈ കൺസ്ട്രക്ഷൻസ് വെച്ചിട്ടാണ് കേട്ടോ. സ്യൂഡോ ഹൈഫയിലെ കൺസ്ട്രക്ഷൻസ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ മൈസീലിയം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. മൈസീലിയം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഹൈഫെ, കുറേ ഹൈഫകൾ കൂടി ചേർന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈസീലിയം എന്ന് പറയുന്നത്. മൈസീലിയം മീൻസ് ഗ്രൂപ്പ് ഓഫ് ഹൈഫയാണ്. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഡൈമോർഫിക് എന്ന് പറയും. പേരിൽ തന്നെ ഉണ്ടല്ലേ, ഡൈ മീൻസ് ടു എന്നുള്ളതാണ് വരുന്നത്. മോർഫിക് എന്ന് പറഞ്ഞാൽ രണ്ട് മോർഫോളജിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മോർഫോളജി വരുന്നത്, ഈസ്റ്റും മോൾഡും. അപ്പോൾ ഒരു ഫംഗസിന് ഈസ്റ്റ് ആയിട്ടും നിൽക്കാൻ പറ്റും, മോൾഡ് ആയിട്ടും നിൽക്കാൻ പറ്റുന്നെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, യെസ്, ഡൈമോർഫിക് ഫംഗസ് എന്ന് പറയാം. ഈ ഡൈമോർഫിക് ഫംഗസ് എപ്പോഴാണ് ഈസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്,
നമ്മളുടെ ഹ്യൂമൻ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ആയിട്ടുള്ള 37°C അവരെന്തായിരിക്കും? ഈസ്റ്റ് ആയിരിക്കും. 25°C, അതായത് നമ്മൾ ഏകദേശം റൂം ടെമ്പറേച്ചർ ഒക്കെ ആ ഒരു ടെമ്പറേച്ചറിൽ അത് മോൾഡും ആയിരിക്കും. എൻവയോൺമെന്റിലെ ടെമ്പറേച്ചറിൽ, റൂം ടെമ്പറേച്ചറിൽ അത് മോൾഡ് ആയിട്ടും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആയിട്ടുള്ള 37°C അത് ഈസ്റ്റ് ആയിട്ടുമാണ് നിൽക്കുന്നതെങ്കിൽ അവരെ നമുക്ക് എന്ത് പറയാം? ഡൈമോർഫിക് ഫംഗസ് എന്ന് പറയാം. അപ്പോൾ മോർഫോളജി ക്ലാസിഫിക്കേഷനിൽ മെയിൻലി ഈസ്റ്റ് സെൽസ്, ഓവൽ റൗണ്ട് സെൽസ് ആണ് വരുന്നത്. ബഡ്ഡിങ് വഴിയാണ് ഇത് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് മോൾഡ് എന്ന് പറയുമ്പോൾ ബ്രാഞ്ചിങ് ഫിലമെന്റസ് ആണ്. ആ ബ്രാഞ്ചിനെ നമ്മൾ ഹൈഫേ എന്ന് പറയും. ചിലത് സെപ്റ്റേറ്റ് ആയിരിക്കും, ചിലത് അസെപ്റ്റേറ്റ് ആയിരിക്കും. മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞത് ഈസ്റ്റ് ലൈക്ക് ആണ്. സത്യത്തിൽ അത് ഈസ്റ്റ് ആണ്, പക്ഷെ അതിന്റെ ഡോട്ടർ സെൽസ്, ബഡ് ചെയ്ത ഡോട്ടർ സെൽസ് ഡിറ്റാച്ച് ചെയ്ത് പോകാത്തതുകൊണ്ട് അവിടെ സ്യൂഡോ ഹൈഫേ ആയിട്ട് പ്രസന്റ് ആയിരിക്കും. സ്യൂഡോ ഹൈഫ ഉള്ളതിനെയാണ് നമ്മൾ ഈസ്റ്റ് ലൈക്ക് എന്ന് പറയുന്നത്. നാലാമത്തേത് ഡൈമോർഫിക്, രണ്ട് മോർഫോളജി, 37°C ഈസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ 25°C മോൾഡ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഈസ്റ്റ് ലൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ബഡ്ഡിങ് ഈസ്റ്റ് സെൽസിന്റെ പിക്ചറും സ്യൂഡോ ഹൈഫന്റെ പിക്ചറും അതേപോലെ തന്നെ എന്തിന്റെ പിക്ചറും ഉണ്ട്, അതേപോലെ തന്നെ ഹൈഫന്റെ പിക്ചറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക, ബഡ്ഡിങ് ഈസ്റ്റ് സെൽസ് ആണ്. സ്യൂഡോ ഹൈഫേ നിങ്ങൾക്ക് കാണാൻ കൺസ്ട്രക്ഷൻസ് ഉണ്ട്. ഹൈഫയിൽ സെപ്റ്റേ, സാധാ ട്രൂ ഹൈഫയിൽ കൺസ്ട്രക്ഷൻസ് ഒന്നും വരുന്നില്ല. ഓക്കെ, ബാക്കി നോക്കാം. ഇനി നമുക്ക് ഓരോന്നിൻ്റെ എക്സാമ്പിൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ഏരിയ എന്നായിരിക്കില്ല, ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ എക്സാമ്പിൾ ഏരിയ എന്നായിരിക്കും. അപ്പോൾ ഒരു ഈസ്റ്റ് സെല്ല് എന്ന് പറയുമ്പം അതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ക്രിപ്റ്റോകോക്കസും അതേപോലെ തന്നെ സെക്കാരോമൈസൈറ്റ്സുമാണ് നമുക്ക് ഈസ്റ്റ് സെൽസിന് എക്സാമ്പിൾ ആയിട്ട്. ഈ ക്രിപ്റ്റോകോക്കസ് ആണ് പത്തോജനിക് ആയിട്ടുള്ള ഈസ്റ്റ് സെൽസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. സെക്കാരോമൈസൈറ്റ്സ് നോൺ പത്തോജനിക് ആണ്. ഓക്കെ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് സെക്കാരോമൈസൈറ്റ്സ് ആണ് ഈസ്റ്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഈസ്റ്റ്, ക്രിപ്റ്റോകോക്കസ് ആൻഡ് സെക്കാരോമൈസൈറ്റ്സ്. ഈസ്റ്റ് ലൈക്കിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് കാൻഡിഡ സ്പീഷ്യസ് ആണ്. ഈസ്റ്റ് ലൈക്കിന് എക്സാമ്പിൾ ഏതാണ്? കാൻഡിഡ സ്പീഷ്യസ് ആണ്. കാൻഡിഡയിൽ എന്ത് പ്രസന്റ് ആണ്? സ്യൂഡോ ഹൈഫേ പ്രസന്റ് ആണ്. ഈസ്റ്റ് ലൈക്ക് എന്നോ സ്യൂഡോ ഹൈഫേ എന്നോ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് കാൻഡിഡയാണ്. ഈസ്റ്റ് ലൈക്ക് ഓർഗാനിസം ആണ്. സ്യൂഡോ ഹൈഫേ പ്രസന്റ് ആയിരിക്കുന്നതും കാൻഡിഡയിലാണ്. പിന്നെ മോൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈഫേ കാണുന്നത് ഡെർമറ്റോഫൈറ്റ്സ്, ആസ്പെർജില്ലസ്, മ്യൂക്കർ, പെൻസിലിയം, റൈസോപ്പസ് ഒക്കെ എന്താണ്? മോൾഡ് ആയിട്ടാണ് വരുന്നത്. നോട്ട് ചെയ്ത് വെക്കുക, ഡെർമറ്റോഫൈറ്റ്സ്, ആസ്പെർജില്ലസ്, മ്യൂക്കർ, പെൻസിലിയം, റൈസോപ്പസ് ഇതെല്ലാം മോൾഡ് ആണ്. ഇനി ഡൈമോർഫിക്, അതായത് 37 ഈസ്റ്റ് ആയിട്ടും 25 മോൾഡ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആരൊക്കെയാണ്? ബ്ലാസ്റ്റോമൈസൈറ്റ്സ്, ഡെർമറ്റൈറ്റിസ്, പാരാകോക്കിഡിയോയിഡ്സ്, ബ്രസീലിയൻസിസ്, കോക്കിഡിയോയിഡ്സ് ഇമിറ്റിസ്, ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം, സ്പോറോത്രിക് ഷെങ്കി, പെൻസിലിയം മാർണഫി ഇവരെല്ലാം എന്താണ്? ഡൈമോർഫിക് ആണ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് കാൻഡിഡേറ്റത് ചോദിച്ചു കാണാറുണ്ട്, അതേപോലെ ഡൈമോർഫിക്കിൻ്റെത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇവരെല്ലാവരെയും നിങ്ങൾ പഠിച്ചു വെക്കണം. ബ്ലാസ്റ്റോമൈസൈറ്റ്സ്, ഡെർമറ്റൈറ്റിസ്, പാരാകോക്കിഡിയോയിഡ്സ്, ബ്രസീലിയൻസിസ്, കോക്കിഡിയോയിഡ്സ് ഇമിറ്റസ്, ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം, സ്പോറോത്രിക് ഷെങ്കി, പെൻസിലിയം മാർണഫ് ഇതെല്ലാം ഡൈമോർഫിക് ആണ്. സോ ഈസ്റ്റ് ലൈക്ക്, മോൾഡ്, ഡൈമോർഫിക്കിന് എക്സാമ്പിളും കൂടി പഠിച്ചു വെക്കുക. കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഈ ഒരു ഏരിയ എന്നാണ്. ഓക്കെ, ഇതാണ് നമ്മൾ എക്സാമ്പിൾ ഏരിയ പറയാനുള്ളത്. അല്ലെ നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ. മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ. ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ബേസിലാണ്? മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ മോർഫോളജിന്റെ ബേസിലായിരുന്നു. ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സെക്ഷൽ സ്പോറിന്റെ ബേസിലാണ്. സെക്ഷൽ സ്പോർസിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ടാക്സോണമിക്കൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് കിങ്ഡം ഫംഗേനെ നമ്മൾ 4 ഫൈലായിട്ട് അല്ലെങ്കിൽ മെഡിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സൈഗോമൈക്കോട്ട, ആസ്കോമൈക്കോട്ട, ബെസീഡിയോമൈക്കോട്ട ആൻഡ് ഡ്യൂട്ടീരിയോമൈക്കോട്ട. എന്തിൻ്റെ ബേസിൽ? സെക്ഷൽ സ്പോർസിന്റെ ബേസിലാണ് നമ്മൾ ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ ചെയ്തതിൽ. അതുപോലെ സൈഗോമൈക്കോട്ട എന്ന് പറയുമ്പോൾ മെയിൻലി
അവരെ നമ്മൾ ലോവർ ഫംഗെ എന്നാണ് അറിയപ്പെടുന്നത്. ലോവർ ഫംഗെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്ഷൽ സ്പോർ, നമുക്ക് ഓൾറെഡി പറഞ്ഞു സെക്ഷൽ സ്പോറിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന്. സോ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്ഷൽ സ്പോർ എന്ന് പറഞ്ഞാൽ ഏതാണ്? അവരുടെ പേരിൽ തന്നെ ഉണ്ട്, സൈഗോസ്പോർ. സൈഗോസ്പോർ ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്ഷൽ സ്പോർ എന്ന് പറയുന്നത്. ഇവര് അസെപ്റ്റേറ്റ് ഹൈഫയാണ് അവർക്ക് പ്രസന്റ് ആയിരിക്കുന്നത് കേട്ടോ. ഓൾറെഡി നമ്മൾ ഹൈഫ സെപ്റ്റേറ്റ് ആൻഡ് അസെപ്റ്റേറ്റ് എന്ന് പഠിച്ചിട്ടില്ല. അപ്പൊ അവർക്കുള്ളത് അസെപ്റ്റേറ്റ് ഹൈഫയാണ്. അസെപ്റ്റേറ്റ് ഹൈഫ. ഓക്കെ, ആരൊക്കെയാണ് ഈ സൈഗോമൈസെറ്റ്സിൽ വരുന്നത് അല്ലെങ്കിൽ സൈഗോമൈക്കോട്ടയിൽ വരുന്നത്? യെസ്, റൈസോപ്പസ്, മ്യൂക്കർ, അബ്സീഡിയ ഇവരെയാണ് മെയിൻലി സൈഗോമൈക്കോട്ടയിൽ വരുന്നത്. ഒന്നും കൂടി പറയാം, സൈഗോമൈക്കോട്ട എന്ന് പറയുമ്പോൾ അവരെ ലോവർ ഫംഗി എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ ഫൈക്കോമൈക്കോട്ട എന്നും കൂടി പറയാറുണ്ട്. അതേപോലെ തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ് ഏതാണ്? സൈഗോസ്പോർ ആണ്. അവർ അസെപ്റ്റേറ്റ് ഹൈഫയാണ് ഇവരുള്ളത്. അവരുടെ ഹൈഫയിൽ സെപ്റ്റം ഇല്ല. ഓക്കെ, റൈസോപ്പസ്, മ്യൂക്കർ, അബ്സീഡിയ. റൈസോപ്പസ്, മ്യൂക്കർ, അബ്സീഡിയ ഇവരാണ് സൈഗോമൈക്കോട്ടയിൽ വരുന്നത്. അപ്പൊ ആസ്കോമൈക്കോട്ട, നെക്സ്റ്റ് ആസ്കോമൈക്കോട്ട. ആസ്കോമൈക്കോട്ട എന്ന് പറയുമ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോറിന്റെ പേരെന്തായിരിക്കും? യെസ്, ആസ്കോസ്പോർ. ആസ്കോസ്പോർ ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർ. അവരുടെ ഹൈഫ എന്ന് പറയുന്നത് സെപ്റ്റേറ്റ് ആണ്. ഓക്കെ, സെപ്റ്റേറ്റ് ഹൈഫയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവരുടെ എക്സാമ്പിൾ ആണ് ആസ്പെർജില്ലസ്. ആസ്കോമൈക്കോട്ട ഫോർ ആസ്പെർജില്ലസ്, എ ഫോർ എ. ആസ്കോമൈക്കോട്ട ഫോർ ആസ്പെർജില്ലസ്. ഇനി ബെസീഡിയോമൈക്കോട്ട. ബെസീഡിയോമൈക്കോട്ട എന്ന് പറയുമ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്ഷൽ സ്പോർ ഏതാണ്? യെസ്, ബെസീഡിയോസ്പോർ ആണ്. ബെസീഡിയോസ്പോർ. എക്സാമ്പിൾ ഏതാണ്? ക്രിപ്റ്റോകോക്കസ്. ക്രിപ്റ്റോകോക്കസ് എന്തായിരുന്നു? ഒരു ഈസ്റ്റ് ആയിരുന്നു അല്ലെ, ട്രൂ ഈസ്റ്റ് ആയിരുന്നു. ഓക്കെ, ബെസീഡിയോമൈക്കോട്ടയിൽ ക്രിപ്റ്റോകോക്കസ് ആണ് എക്സാമ്പിൾ വരുന്നത്. ബെസീഡിയോസ്പോർ ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എക്സാമിന് ചോദ്യം ചോദിക്കുക ബെസീഡിയോമൈക്കോട്ടയിൽ ആരാണെന്നൊന്നും ആയിരിക്കില്ല. ക്രിപ്റ്റോകോക്കസിന്റെ സ്പോർ, സെക്ഷൽ സ്പോർ ഏതാണ് എന്നൊക്കെ ആയിരിക്കും ചോദ്യം ചോദിക്കുക. അപ്പൊ എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ക്രിപ്റ്റോകോക്കസ് ബെസീഡിയോമൈക്കോട്ടയിൽ ഉള്ളതാണെന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. ബെസീഡിയോസ്പോർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ സെക്ഷൽ സ്പോർ. ഓക്കെ, നെക്സ്റ്റ് ഡ്യൂട്ടീരിയോമൈക്കോട്ട. ഡ്യൂട്ടീരിയോമൈക്കോട്ടിനെ നമ്മൾ ഫംഗെ ഇൻപെർഫെക്റ്റ് എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇവരുടെ സെക്ഷൽ സ്റ്റേജ് കണ്ടുപിടിച്ചിട്ടില്ല, ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള തരത്തിലാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, സോ അതിന്റെ എക്സാമ്പിൾ മെഡിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗസ് ഒക്കെ നമ്മൾ ഈ ഡ്യൂട്ടീരിയോമൈക്കോട്ട കാറ്റഗറിയിലാണ് വരുന്നത് കേട്ടോ. മെഡിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗസ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് ഈ ഡ്യൂട്ടീരിയോമൈക്കോട്ട എന്നുള്ള കാറ്റഗറിയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മൾ ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്? സൈഗോമൈക്കോട്ട. സൈഗോമൈക്കോട്ട ഈസ് ലോവർ ഫംഗെ, അസെപ്റ്റേറ്റ് ആണ്, സൈഗോസ്പോർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, റൈസോബസ്, മ്യൂക്കർ, അബ്സീഡിയ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം അവിടെ അവരുടെ. ഓക്കെ, ആസ്കോമൈക്കോട്ട എന്ന് പറയുമ്പോൾ ആസ്കോസ്പോർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആസ്പെർജില്ലസ് ആണ് എക്സാമ്പിൾ, സെപ്റ്റേറ്റ് ആയിട്ടുള്ള ഹൈഫയാണ്. ബെസീഡിയോമൈക്കോട്ട എന്ന് പറയുമ്പോൾ ബെസീഡിയോസ്പോർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ക്രിപ്റ്റോകോക്കസ് ആണ് ബെസീഡിയോമൈക്കോട്ടന്റെ എക്സാമ്പിൾ എന്ന് പറയാം. ഡ്യൂട്ടീരിയോമൈക്കോട്ട ഓർ ഫംഗെ ഇൻപെർഫെക്റ്റി, നോട്ട് ചെയ്ത് വെക്കണം, ഫംഗെ ഇൻപെർഫെക്റ്റി എന്നുള്ള കാര്യം. സോ അതിൽ നമുക്ക് സെക്ഷൽ സ്പോർ ഒന്നും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. മെഡിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗസ് ഒക്കെ നമ്മൾ ഈ ഡ്യൂട്ടീരിയോമൈക്കോട്ട എന്ന് പറയുന്ന ഫൈലത്തിലാണ് വരുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി സ്പോർസിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് അതേ നമ്മുടെ ഫംഗൽ സ്പോറുകൾ എന്നുള്ള ഒരു ഏരിയ. ഓൾറെഡി നമ്മളിപ്പോൾ സെക്ഷൽ സ്പോർ ഡിസ്കസ് ചെയ്തു അല്ലേ. ഫംഗൽ സ്പോറുകളെ നമുക്ക് മെയിൻലി രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഏതൊക്കെയാണ്? യെസ്, സെക്ഷൽ സ്പോർസും അതേപോലെ തന്നെ അസെക്ഷൽ സ്പോർസും. ഓൾറെഡി സ്പെഷ്യൽ സ്പോർസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? യെസ്, സൈഗോസ്പോർ, സൈഗോമൈസെറ്റ്സിൽ വരുന്നത്. സൈഗോമൈസെറ്റ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരുന്നു? യെസ്, റൈസോപ്പസ്, മ്യൂക്കർ, അബ്സീഡിയ ഒക്കെ. ആസ്കോസ്പോർ ആസ്പെർജില്ലസിൽ വരുന്നത്. ബെസീഡിയോസ്പോർ ക്രിപ്റ്റോകോക്കസിൻ്റെത്. സോ സെക്ഷൽ സ്പോർസ് ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണ്. നമുക്കിനി അസെക്ഷൽ സ്പോർ ആണ് പഠിക്കാനുള്ളത്. അസെക്ഷൽ സ്പോർ എന്ന് പറയുമ്പം രണ്ട് തരത്തിലുള്ള അസെക്ഷൽ സ്പോർസ് വരുന്നുണ്ട്. വെജിറ്റേറ്റീവ് അസെക്ഷൽ സ്പോറും വരുന്നുണ്ട്, ഏരിയൽ അസെക്ഷൽ സ്പോർസും വരുന്നുണ്ട്. ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സാമിന് പല ക്വസ്റ്റ്യൻ പേപ്പറിലും, അതായത് PSC ക്വസ്റ്റ്യൻ പേപ്പറിലായിക്കോട്ടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് കാണാറുണ്ട് കേട്ടോ. വെജിറ്റേറ്റീവ് ആയിട്ടുള്ള, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെജിറ്റേറ്റീവ് അസെക്ഷൽ സ്പോർ ആണ്.
വെജിറ്റേറ്റീവ് ആയിട്ടുള്ള അസെക്ഷൽ സ്പോറാണ് ആർത്രോസ്പോർ, ബ്ലാസ്റ്റോസ്പോർ, ക്ലമൈഡോസ്പോർ. ABC എന്നാലോചിച്ച് വെക്കുക. ഓക്കെ, ആർത്രോ, ബ്ലാസ്റ്റോ, ക്ലമൈഡോ. ഇത് നമ്മൾ മറ്റേ ആസ്കോസ്പോറും ബെസിഡിയോസ്പോറും ആയിട്ട് മാറിപ്പോകരുത്. ആർത്രോ, ബ്ലാസ്റ്റോ, ക്ലമൈഡോ ആണ്. ആർത്രോസ്പോർ കാണുന്നത് ഈ ട്രൈക്കോസ്പോറിലും കോക്സിഡിയോയിഡ്സിലൊക്കെയാണ് എന്തിൽ കാണുന്നത്? ആർത്രോസ്പോർ. ബ്ലാസ്റ്റോസ്പോർ കാണുന്നത് കാൻഡിഡ സ്പീഷീസിൽ. ക്ലമൈഡോസ്പോർ കാണുന്നത് കാൻഡിഡയിൽ തന്നെ കാൻഡിഡ ആൽബിക്കൻസിന് മാത്രമാണ് ക്ലമൈഡോസ്പോർ കാണുന്നത്. പഠിച്ചു കഴിഞ്ഞു. ആർത്രോസ്പോർ, കോക്സിഡോയിഡ്സ് ആൻഡ് ട്രൈക്കോസ്പോർ. ബ്ലാസ്റ്റോസ്പോർ കാൻഡിഡയിൽ തന്നെ എല്ലാവർക്കും ബ്ലാസ്റ്റോസ്പോർ ഉണ്ടാവും. അപ്പൊ കാൻഡിഡ ആൽബിക്കൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ആരുണ്ടാവും? ക്ലമൈഡോസ്പോർ ഉണ്ടാവും. ക്ലമൈഡോസ്പോർ, കാൻഡിഡ ആൽബിക്കൻസ്. ഓക്കെ, ഇതെല്ലാം വെജിറ്റേറ്റീവ് സ്പോർസ് ആണ്. ആർത്രോസ്പോർ, ബ്ലാസ്റ്റോസ്പോർ ആൻഡ് ക്ലമൈഡോസ്പോർ. ആർത്രോസ്പോർ ഫോർ കോക്സിഡോയിഡ്സ് ആൻഡ് ട്രൈക്കോസ്പോറൻ, ബ്ലാസ്റ്റോസ്പോർ ഫോർ കാൻഡിഡ, ക്ലമൈഡോസ്പോർ ഫോർ കാൻഡിഡ ആൽബിക്കൻസ്. ഇനി ഏരിയൽ ആയിട്ട് വരുന്നത് കൊണീഡിയോസ്പോർ ഓർ കൊണീഡിയ. ആസ്പെർജില്ലസിനാണ് കൊണീഡിയോസ്പോർ ഓർ കൊണീഡിയ വരുന്നത്. ഓൾറെഡി ആസ്പെർജില്ലസിന് നമ്മൾ സെക്ഷൽ സ്പോർ ആയിട്ട് ആസ്കോസ്പോറും പഠിച്ചിട്ടുണ്ടായിരുന്നു. ആസ്പെർജില്ലസിന്റെ അസെക്ഷൽ ആയിട്ടുള്ള ഏരിയൽ സ്പോർ ആണ് ഇത് കൊണീഡിയോസ്പോർ ഓർ കൊണീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്പൊറാഞ്ചിയോസ്പോർ സൈഗോമൈസെറ്റ്സിന്. ഓൾറെഡി സൈഗോമൈസെറ്റ്സിന് സൈഗോസ്പോറും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? സ്പൊറാഞ്ചിയോസ്പോറും ഉണ്ട്. പിന്നെ ഡെർമറ്റോഫൈറ്റ്സിനാണ് മാക്രോകോണീഡിയയും മൈക്രോകോണീഡിയയും കാണുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. മൈക്രോകോണീഡിയ ആൻഡ് മാക്രോകോണീഡിയ കാണുന്നത് ഡെർമറ്റോഫൈറ്റ്സിനാണ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. സെക്ഷൽ സ്പോർസുകൾ ഏതൊക്കെയായിരുന്നു? സൈഗോസ്പോർ, അതേപോലെ തന്നെ ആസ്കോസ്പോർ, ബെസിഡിയോസ്പോർ. സൈഗോസ്പോർ കാണുന്നത് സൈഗോമൈസെറ്റ്സ്. ഇവിടെ പിക്ചറിൽ കാണാം അല്ലെ, സൈഗോസ്പോർ. അതേപോലെ ആസ്കോസ്പോർ കാണുന്നത് ആർക്കായിരുന്നു? ആസ്പെർജില്ലസിനായിരുന്നു ആസ്കോസ്പോർ കാണുന്നത്. ബെസിഡിയോസ്പോർ കാണുന്നത് ആർക്കായിരുന്നു? ക്രിപ്റ്റോകോക്കസിനാണ് എന്ത് കാണുന്നത്? ബെസിഡിയോസ്പോർ കാണുന്നത്. സൈഗോമൈസെറ്റ്സ്, സൈഗോസ്പോർ, ആസ്കോമൈസെറ്റ്സ്, ആസ്പെർജില്ലസ്, ബെസിഡിയോസ്പോർ, ക്രിപ്റ്റോകോക്കസ്. ഇനി അസെക്ഷൽ സ്പോർസ് ആണ് നമ്മൾ നോക്കുന്നത്. അസെക്ഷൽ സ്പോർസിൽ നമുക്ക് ആദ്യം പഠിച്ചത് വെജിറ്റേറ്റീവ് ആയിട്ടുള്ള അസെക്ഷൽ സ്പോർസ് ആയിരുന്നു. ആർത്രോസ്പോർ, ബ്ലാസ്റ്റോസ്പോർ, ക്ലമൈഡോസ്പോർ. ആർത്രോസ്പോർ കോക്സിഡോയിഡ്സിനും അതേപോലെ ട്രൈക്കോസ്പോറിനും. ബ്ലാസ്റ്റോസ്പോർ കാണുന്നത് ആർക്കായിരുന്നു? കാൻഡിഡയ്ക്കായിരുന്നു. അതേപോലെ ക്ലമൈഡോസ്പോർ കാണുന്നത് കാൻഡിഡ ആൽബിക്കൻസിനായിരുന്നു. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഏരിയൽ ആയിട്ടുള്ള അസെക്ഷൽ സ്പോർസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കൊണീഡിയോസ്പോർ കാണുന്നത് ആസ്പെർജില്ലസിനും, സ്പൊറാഞ്ചിയോസ്പോർ കാണുന്നത് സൈഗോമൈസെറ്റ്സിനും, അതേപോലെ മാക്രോകോണീഡിയ, മൈക്രോകോണീഡിയ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് അടുത്ത ഡെർമറ്റോഫൈറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ മൈക്രോകോണീഡിയ, മാക്രോകോണീഡിയ ഒക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ മാക്രോകോണീഡിയ, മൈക്രോകോണീഡിയ അതേപോലെ ആർക്കായിരുന്നു? ഡെർമറ്റോഫൈറ്റ്സിന്. സോ ഈ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്തു? കവർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്തോളജിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. അതായത് ഫംഗസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസീസസ് ഹ്യൂമണിൽ കോസ് ചെയ്യും അല്ലേ. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഡിസീസസ് ആണ് അത് കോസ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിൽ ഓരോ ഡിസീസസും കോസ് ചെയ്യുന്നത് ഏതൊക്കെ ഫംഗസ് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. കംപ്ലീറ്റ് എല്ലാ ഫംഗസും നമ്മൾ ഈ ഒരു ബേസിലാണ് ഫംഗസ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പഠിക്കാം. പത്തോജെനസിസിൻ്റെ ബേസിസിൽ നമുക്ക് ഫംഗസിനെ സൂപ്പർഫിഷ്യൽ മൈക്കോസിസ്, അതേപോലെ തന്നെ സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ്, സിസ്റ്റമിക് മൈക്കോസിസ്, ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ് ആൻഡ് മൈക്കോടോക്സിക്കോസിസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ്? സൂപ്പർഫിഷ്യൽ മൈക്കോസിസ്, സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ്, സിസ്റ്റമിക് മൈക്കോസിസ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ് ആൻഡ് മൈക്കോടോക്സിക്കോസിസ്. ഓക്കെ, എന്താണ് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് എന്ന് പറഞ്ഞാൽ? സൂപ്പർഫിഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡിയിലെ സൂപ്പർഫിഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ മെയിൻലി സ്കിന്ന്, ഹെയർ, നെയിൽ, മ്യൂക്കോസ, ഈ ഒരു ഏരിയയിലാണ് ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. ആ ഒരു ഫംഗസ് ഇൻഫെക്ഷൻ മെയിൻലി ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് എന്ന് പറയാം.
സ്കിന്ന്, ഹെയർ, നെയില് ആ ഒരു ഏരിയയിലാണ് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നതെങ്കിൽ സൂപ്പർഫിഷ്യൽ മൈക്കോസിസ്. നെക്സ്റ്റ് സബ് ക്യൂട്ടേനിയസ് മൈക്കോസിസ് ആണ് അല്ലേ. സബ് ക്യൂട്ടേനിയസ് എന്ന് പറയുമ്പോൾ സ്കിന്നിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറാണ് സബ് ക്യൂട്ടേനിയസ് ലെയർ എന്ന് പറയുന്നത്. അതായത് ഡെർമിസിന് താഴെയുള്ള സബ് ക്യൂട്ടേനിയസ് ലെയർ എന്ന് പറയും. ഇവിടെ എത്തിയത് സ്കിന്നും കഴിഞ്ഞ് അതിൻ്റെ താഴെയാണ് നമ്മളുടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുക. സബ് ക്യൂട്ടേനിയസ് ലെയറിലാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ അവരെ നമുക്ക് എന്ത് പറയാം? സബ് ക്യൂട്ടേനിയസ് മൈക്കോസിസ് എന്ന് പറയാം. പകരം സിസ്റ്റമിക് മൈക്കോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമിക് മൈക്കോസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഫംഗസിനെ നമ്മൾ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലങ്സിലേക്കാണ് എത്തുക. ലങ്സിൽ നിന്ന് ബ്ലഡ് വഴി നമ്മളുടെ ബാക്കിയുള്ള ബോഡി സിസ്റ്റത്തിനെ മൊത്തം ബാധിക്കുകയാണ്. ജസ്റ്റ് സ്കിന്നിലൂടെ എൻ്റർ ചെയ്യല്ല, നമ്മളുടെ ലങ്സ് ഇൻഹെയിൽ ചെയ്തു, ലങ്സിലെത്തി, ലങ്സിൽ നിന്ന് ബ്ലഡിലേക്ക് എത്തി, ബ്ലഡിൻ്റെ നമ്മളുടെ ബോഡി സിസ്റ്റം മൊത്തം ബാധിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? സിസ്റ്റമിക് മൈക്കോസിസ് എന്ന് പറയാം. അപ്പോൾ ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം, അതായത് ഓപ്പർച്യൂണിറ്റി കിട്ടുക എപ്പോഴാണ്? നമുക്ക് അധിക ഫംഗൽ ഇൻഫെക്ഷൻസും ഈ ഓപ്പർച്യൂണിറ്റിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും. ഈ ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻ്റ്, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിൽ, മെയിൻലി HIV പേഷ്യൻ്റ് അല്ലെങ്കിൽ കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസിന് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പോൾ സാധാരണ ഈ ഫംഗസ് നോർമൽ ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർക്ക് എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ഈ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ അവർ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ. അങ്ങനെ അവരിൽ കയറിയിട്ട് ഇവർ വളരും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. മൈക്കോടോക്സിക്കോസിസ് എന്ന് പറഞ്ഞാൽ ടോക്സിൻസ് കാരണം, ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് കാരണം നമുക്ക് ഡിസീസ് ഉണ്ടാക്കുകയാണെങ്കിൽ മൈക്കോടോക്സിക്കോസിസ് എന്ന് പറയാം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് നമ്മുടെ മെയിൻലി സ്കിൻ ആൻഡ് ഹെയർ, നെയിലൊക്കെയാണ്. സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് നമ്മൾ സബ്ക്യൂട്ടേനിയസ് ലെയറിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഇൻഹെയിൽ ചെയ്തിട്ട് നമ്മളുടെ ബോഡി സിസ്റ്റം മൊത്തം ബാധിക്കുകയാണ്. ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ എക്സാമ്പിളും കൂടി പഠിച്ചു വെക്കണം. നിങ്ങൾ ഇവിടെ ഈ എക്സാമ്പിൾ ബൈഹാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഓരോ ഏരിയ കവർ ചെയ്യുമ്പോഴും ആ എക്സാമ്പിളും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള മൈക്കോസിസ് കോസ് ചെയ്യുന്ന ആരൊക്കെയാണ്? യെസ്, ഡെർമറ്റോഫൈറ്റ്സ്, ഇത് കോസ് ചെയ്യുന്ന ഫംഗസ് അല്ല, സൂപ്പർഫിഷ്യൽ മൈക്കോസിസിൻ്റെ പേരുകളാണ്. ഫംഗസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറയും. സൂപ്പർഫിഷ്യൽ മൈക്കോസിസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡെർമറ്റോഫൈറ്റോസിസ്, ടീനിയ വെർസിക്കോളാർ, ടീനിയ നൈഗ്ര, പിയാഡ്ര എന്നൊക്കെ പറയുന്നതാണ് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് എന്ന് പറയുന്നത്. ഡെർമറ്റോഫൈറ്റോസിസ്, ടീനിയ വെർസിക്കോളാർ, ടീനിയ നൈഗ്ര ആൻഡ് പിയാഡ്ര. സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് എന്ന് പറയുമ്പോൾ യെസ്, മൈസറ്റോമ, സ്പോറോട്രിക്കോസിസ്, ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ്, റൈനോസ്പോറിഡിയോസിസ്, ഇതെല്ലാം എന്താണ്? സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് ആണ്. മൈസറ്റോമ, സ്പോറോട്രിക്കോസിസ്, ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ്, റൈനോസ്പോറിഡിയോസിസ്. സിസ്റ്റമിക് മൈക്കോസിസ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? സിസ്റ്റമിക് മൈക്കോസിസ് എന്ന് പറയുന്നത് ഹിസ്റ്റോപ്ലാസ്മോസിസ്, ബ്ലാസ്റ്റോമൈക്കോസിസ്, കോക്സിഡിയോമൈക്കോസിസ്, പാരാകോക്സിഡിയോമൈക്കോസിസ്. ഹിസ്റ്റോപ്ലാസ്മോസിസ്, ബ്ലാസ്റ്റോമൈക്കോസിസ്, കോക്സിഡിയോമൈക്കോസിസ്, പാരാകോക്സിഡിയോമൈക്കോസിസ്, ഇതെല്ലാം സിസ്റ്റമിക് മൈക്കോസിസ് ആണ്. ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ് ഏതൊക്കെയാണ്? കാൻഡിഡിയാസിസ്, ക്രിപ്റ്റോകോക്കോസിസ്, ഗൈഗോമൈക്കോസിസ്, ആസ്പെർജില്ലോസിസ്, പെൻസിലിയോസിസ്, ന്യൂമോസിസ്റ്റൈറ്റിസ്, ഇതെല്ലാം ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ് ആണ്. ഓക്കെ, ഇതാണ് മെയിൻലി നമുക്ക് പഠിക്കാനുള്ള 4 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പാത്തോജനിസിസിനെ ബേസ് ചെയ്തിട്ടുള്ള സൂപ്പർഫിഷ്യൽ, സബ്ക്യൂട്ടേനിയസ്, സിസ്റ്റമിക് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്സ്. ഓക്കെ, സോ നമുക്കൊന്നുകൂടി നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യെസ്, ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റത്തെ സൂപ്പർഫിഷ്യലാണ്, ജസ്റ്റ് സ്കിന്നോ ഹെയറോ നെയിലോ സൂപ്പർഫിഷ്യൽ ലെയറിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ്. കണ്ടോ, കുറച്ചും കൂടി ഡെപ്തിലേക്ക് എഫക്റ്റ് ചെയ്തു. നമ്മൾ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂലേക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സബ്ക്യൂട്ടേനിയസ്. നമ്മൾ ഇൻഹെയിൽ ചെയ്ത് വഴി ലങ്സിലെത്തി, ലങ്സിൽ നിന്ന് ബോഡീൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സിസ്റ്റമിക് മൈക്കോസിസ്. ഓക്കെ, അതേപോലെ തന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ്, കീമോതെറാപ്പി എടുക്കുന്ന ആൾക്കാർക്ക്, ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉള്ള ആൾക്കാർക്ക്, HIV പേഷ്യൻസിന്, ഇവർക്കൊക്കെ നമ്മളൊരു ഇൻഫെക്ഷൻസ് വരികയാണ്. നോർമലി അവരെന്താ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഫംഗസ് ആയിരുന്നില്ല, പക്ഷേ ഇങ്ങനെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിസീസ് കൊണ്ടുവരികയാണെങ്കിൽ ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ
ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളതാണ്. ആദ്യം നമ്മൾ നോക്കുന്ന ഏതാണ്? സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് ആണ്. സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് എന്ന് പറയുമ്പോൾ സ്കിന്ന്, ഹെയർ, നെയില് ഇവിടെയാണ് കോമൺലി സൂപ്പർഫിഷ്യൽ ലെയറിലാണ് നമ്മൾ കോമൺലി ഇൻഫെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു സൂപ്പർഫിഷ്യൽ മൈക്കോസിസിന് എക്സാമ്പിൾ? ടീനിയ വെർസിക്കോളാർ, ടീനിയ നൈഗ്ര, പിയാഡ്ര, ഡെർമറ്റോഫൈറ്റോസിസ്. ഫംഗസിനല്ല, സൂപ്പർഫിഷ്യൽ മൈക്കോസിസിന് എക്സാമ്പിൾ ആണ് ടീനിയ വെർസിക്കോളാർ, ടീനിയ നൈഗ്ര, പിയാഡ്ര ആൻഡ് ഡെർമറ്റോഫൈറ്റോസിസ് എന്ന് പറയുന്നത് സൂപ്പർഫിഷ്യൽ മൈക്കോസിസിന് എക്സാമ്പിൾ ആണ്. എവിടേക്കാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്? മെയിൻലി സ്കിന്നിന് ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട്, ഹെയറിന് ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട്, നെയിൽസിന് ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ 4 എക്സാമ്പിളും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനി ഓരോ എക്സാമ്പിൾസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ടീനിയ വെർസിക്കോളാർ ഓർ പിറ്റീരിയാസിസ് വെർസിക്കോളാർ എന്ന് പറയും. ടീനിയ വെർസിക്കോളാർ ഓർ പിറ്റീരിയാസിസ് വെർസിക്കോളാർ. അതർ നെയിംസ് പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ് അതർ നെയിം. ടീനിയ വെർസിക്കോളാർ എന്ന് പറയുന്നത് നമുക്ക് മെയിൻലി നമ്മളുടെ കോസേറ്റീവ് ഏജൻ്റ് ആണ് ഫസ്റ്റ് നോക്കുന്നത്. ഈ ടീനിയ വെർസിക്കോളാർ കോസ് ചെയ്യുന്നത് ആരാണ്? മാലസേസിയ ഫർഫർ. മറന്നു പോരുത്, മാലസേസിയ ഫർഫർ ആണ് ടീനിയ വെർസിക്കോളാർ കോസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ സൂപ്പർഫിഷ്യൽ ലെയറിൽ, അതായത് ഏറ്റവും സൂപ്പർഫിഷ്യൽ ലെയറാണ് സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്നത്. എപ്പിഡെർമിസിൻ്റെ ഏറ്റവും മുകളിൽ ലെയറാണ് സ്ട്രാറ്റം കോർണിയം. അവിടെയാണ് മെയിൻലി ഈ ഒരു ഇൻഫെക്ഷൻസ് വരുന്നത്. ഏറ്റവും സൂപ്പർഫിഷ്യൽ ലെയറിലാണ് ഈ ഒരു ഇൻഫെക്ഷൻസ് വരുന്നത്. എന്താ കണ്ടീഷൻ നോക്കിക്കേ? മെയിൻലി അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്താണ്? ഹൈപ്പർ പിഗ്മെൻറ്റഡ് സ്കിൻ. സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സ്കിൻ്റെ ലെയറിൽ സ്കെയിലി ആയിട്ടുള്ള പാച്ചസ്, ഹൈപ്പോ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്കിന്ന് വരികയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, പ്രത്യേകിച്ച് ഇൻഫ്ലമേറ്ററി ഒന്നല്ല, ജസ്റ്റ് ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ് ആണ് വരുന്നത്. മെയിൻലി ഇൻവോൾവ് ചെയ്യുന്നത് നമ്മളെ സെബേഷ്യസ് ഗ്ലാൻഡ്സ് ഉണ്ടാവുന്നത്. നമുക്ക് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്സ് ഉണ്ടാവില്ലേ? സെബം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്സ് റിച്ച് ആയിട്ടുള്ള ഏരിയയിലാണ് ഈ ഒരു എന്ത് വരുന്നത്? ലീഷൻസ് വരുന്നത്. മെയിൻലി നെക്ക് ഏരിയ, ചെസ്റ്റ് ഏരിയ, അപ്പർ ആം ഏരിയയിലൊക്കെയാണ് മെയിൻലി നമുക്ക് എന്ത് വരുന്നത്? ഈ സ്കിന്നി പാച്ചസ് വരുന്നത്. ഒന്നുമില്ല, ടീനിയ വെർസിക്കോളാർ എന്ന് പറയുന്നത് കോസ് ചെയ്യുന്നത് മാലസേസിയ ഫർഫർ ആണ്. ജസ്റ്റ് നമ്മുടെ സ്കിന്നിൻ്റെ അപ്പർ മോസ്റ്റ് ലെയറിലാണ് ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? അവിടെ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള പാച്ചസ് ഉണ്ടാവും. മെയിൻലി സബേഷ്യസ് ഗ്ലാൻഡ് കൂടുതലായിട്ടുള്ള ഏരിയയിലാണ് വരുന്നത്. ഇനി നമ്മളത് ഹെയറിലാണെങ്കിൽ, നമ്മളെ ഹെഡ് റീജിയൻസിലാണെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ് കോസ് ചെയ്യുന്നത്. സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡാൻഡ്രഫ് എന്ന് പറയാറില്ലേ? അത് തന്നെ. സെബോറിക് ഡെർമറ്റൈറ്റിസ് നമ്മുടെ അഡൽട്ടിനും, കുട്ടികളുടെ കേസിലാണെങ്കിൽ നമ്മൾ അതിനെ ക്രാഡിൽ ക്യാപ്പ് എന്നാണ് പറയാം. കുട്ടികളുടെ കേസിൽ എന്ത് പറയും? ക്രാഡിൽ ക്രാപ്പ് എന്ന് പറയും. അപ്പോൾ 2 കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആയിട്ട്. ഒന്ന്, നമ്മുടെ സ്കിന്നിൽ ഈ ഹൈപ്പർ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള പാച്ചസ് ഉണ്ടാവും. രണ്ടാമത്തത്, ഹെയറിലാണെങ്കിൽ അവിടെ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഓർ ഡാൻഡ്രഫ് ആണ് ഉണ്ടാകുന്നത്. കുട്ടികളുടെ കേസിലാണെങ്കിൽ ക്രാഡിൽ ക്യാപ്പുമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആയിട്ട് പറയാനുള്ളത്. കോസ് ചെയ്യുന്നത് ആരാണ്? മാലസേസിയ ഫർഫർ ആണ് ഇത് കോസ് ചെയ്യുന്നത്. പിറ്റീരിയോസിസ് വെർസിക്കോളാർ എന്നോ ടീനിയ വെർസിക്കോളാർ എന്നോ നമ്മൾ ഇതിനെ പറയാറുണ്ട്. ഇതെങ്ങനെയാണ് ഇനി ലാബ് ഡയഗ്നോസിസ്? നമ്മളൊരു ലാബ് ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം ലാബ് ഡയഗ്നോസിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ലാബ് ഡയഗ്നോസിസ് നമുക്ക് ഡയറക്റ്റ് മൈക്രോസ്കോപ്പി വരുന്നുണ്ട്, അതേപോലെ തന്നെ കൾച്ചർ വരുന്നുണ്ട്, അതുപോലെ തന്നെ വുഡ്സ് ലാമ്പുമാണ് വരുന്നത്. ഡയറക്റ്റ് മൈക്രോസ്കോപ്പി, കൾച്ചർ ചെയ്യുക വുഡ്സ് ലാമ്പിൽ. ഇതിലൊക്കെ എങ്ങനെയാണ് ഈ ഒരു മാലസേസിയ ഫർഫർ കാണാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് മൈക്രോസ്കോപ്പി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് മൈക്രോസ്കോപ്പിയിൽ നമ്മൾ കാണുന്നത് സ്പിഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസ് ആണ്. സ്പഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസ് ആണ് നമ്മൾ ഈ ഒരു മാലസേസിയ ഫർഫറിനെ മൈക്രോസ്കോപ്പി ചെയ്യുമ്പോൾ കാണുന്നത്. എന്താണ് ഈ സ്പിഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസ് എന്ന് പറയുന്നത്? നമ്മൾ അതിനെ മൈക്രോസ്കോപ്പി നോക്കുന്ന സമയത്ത് അതിൽ നമുക്ക് കുറേ സെപ്റ്റേറ്റ് ഹൈഫേ കാണും. നമുക്കറിയാം, ഹൈഫേ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് ഉള്ള
ഇലോങ്ങേറ്റഡ് ബ്രാഞ്ചസ് ഉള്ള ഹൈഫേസും കാണും, അതേപോലെ തന്നെ ഈസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മളത് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? നൂഡിൽസ് വിത്ത് മീറ്റ് ബോൾ. ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കാണാം അല്ലേ? ജസ്റ്റ് സ്പിഗറ്റി എന്ന് പറഞ്ഞാൽ ഈ നൂഡിൽസ് ടൈപ്പ് ഉള്ളതാണ്. മീറ്റ് ബോൾ എന്ന് പറയുമ്പോൾ നമുക്കതിന് ഈസ്റ്റ് സെല്ലായിട്ടും ഈ സ്പിഗറ്റീനെ നമുക്ക് ഹൈഫേ ആയിട്ടും കമ്പയർ ചെയ്യാം. അപ്പം നമ്മൾ അതിൽ പിക്ചർ നോക്കിക്കേ. യെസ്, പിക്ചറിൽ നമുക്ക് സ്പിഗറ്റിയും കാണുന്നുണ്ട്. സ്പിഗറ്റി എന്ന് പറഞ്ഞാൽ ഹൈഫേ, മീറ്റ് ബോൾ ആയിട്ട് യെസ് ഈസ്റ്റ് സെൽസും കാണുന്നുണ്ട്. അങ്ങനെയാണ് ഈ സ്പെഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസ് വരുന്നത്. ഡയറക്റ്റ് മൈക്രോസ്കോപ്പിൽ സ്പെഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസ് ആണ് വരുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്തത് ഇനി നമ്മൾ അതിനെ കൾച്ചർ ചെയ്യണം. കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാലസേസിയ ഫൾഫർ ഫസ്റ്റ് പോയിന്റ് ഇത് ലിപ്പോഫിലിക് ആണെന്നുള്ളതാണ്. ലിപ്പോഫിലിക് എന്ന് പറയുമ്പോൾ യെസ് അതിനെ കൾച്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഓയിൽ, ലിപ്പിഡായിട്ടുള്ള ഓയിൽസ് ഒന്ന് ലെയർ ചെയ്താലാണ് അത് മര്യാദയ്ക്ക് ഗ്രോ ചെയ്യുക. സോ അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കും ഇങ്ങനെ ഓയിൽസ് ലെയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ ചോദിക്കാം. സോ നമ്മൾ എന്തിനാണ് മാലസേസിയ ഫർഫറിന് വേണ്ടിയിട്ട് ഇതേപോലെ ഓയിൽസ് ലെയർ ചെയ്യണം, കാരണം അതെന്താണ് ലിപ്പോഫിലിക് ആയിട്ടുള്ള ഫംഗസ് ആണ്. ഇനി എങ്ങനെയാണ് അതിൻ്റെ അപ്പിയറൻസ്? നമ്മളത് കൾച്ചർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അത് ഗോഗ്രോ ചെയ്യുക? മെയിൻലി നമ്മളൊരു ഫംഗസിനെ കൾച്ചർ ചെയ്യുന്ന മീഡിയ എന്ന് പറയുന്ന SD ആണ് അല്ലേ? സാബ്രോസ് ഡെസ്ട്രോസ് അഗാർ എന്ന് പറയുന്ന മീഡിയയിലാണ് ഫംഗസിനെ കൾച്ചർ ചെയ്യുക. അത് ഫ്രൈഡ് എഗ് അപ്പിയറൻസ് ആയിട്ടാണ് തരിക. മാലസേസിയ ഫർവർ ഫ്രൈഡ് എഗ് അപ്പിയറൻസ് ആണ് തരുന്നത്. പിക്ചർ നോക്കിക്കേ. യെസ് കാണാല്ലേ, ഇവിടെ ഫ്രൈഡ് എഗ് അപ്പിയറൻസ് ആണ് മാലസേസിയ ഫർഫർ. 2 പോയിന്റ് പഠിച്ചു. മൈക്രോസ്കോപ്പിൽ സ്പെഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസും, കൾച്ചർ ചെയ്ത അത് ലിപ്പോഫിലിക് ആണ്, അത് ഫ്രൈഡ് എഗ് അപ്പിയറൻസും ആണ് തരുന്നത്. ഓക്കെ, ഇനി എന്താ പറയാനുള്ളത്? വുഡ്സ് ലാമ്പിൽ. വുഡ്സ് ലാമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സാമ്പിൾ വേണ്ട. ജസ്റ്റ് നമ്മൾ എവിടെയാണ് ഇപ്പോൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ് ആൾക്കുള്ളത്, ഡാൻഡ്രഫ് ആണുള്ളതെങ്കിൽ ആ ഒരു ഹെഡിൽ നമ്മൾ വുഡ്സ് ലാമ്പ്, ഒരു ഫ്ലൂറസൻ ലാമ്പാണ്, ജസ്റ്റ് UV ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു ലാമ്പാണ്. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ആ ലാമ്പ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ മാലസേസിയ ഫർഫർ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ ആണെങ്കിൽ അവിടെ നമുക്കൊരു യെല്ലോ ഫ്ലൂറസൻസ് തരും. കാരണം അവർ ഒരു പിഗ്മെൻറ്റ്സ് ഉണ്ട് ഈ മാലസേസിയ ഫർഫറിൽ, അതിന് ഒരു ഗോൾഡൻ യെല്ലോ ഫ്ലൂറസൻസ് വുഡ്സ് ലാമ്പ് എക്സാമിനേഷൻ ചെയ്ത്. ഈ വുഡ്സ് ലാമ്പ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പേഷ്യൻറ്റിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചെയ്യുക. എവിടെയാണോ ആ ഒരു ലീഷൻസ് ഉണ്ടായിരിക്കുന്നത് അവിടേക്ക് ഈ ലാമ്പ് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഏത് കളർ ഫ്ലൂറസൻസ് ആണ്, ഫ്ലൂറസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു നോക്കിയിട്ടാണ് നമ്മളതിനെ ഏത് ഫംഗസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, വുഡ്സ് ലാമ്പിൽ ഗോൾഡൻ യെല്ലോ ഫ്ലൂറസൻസ്. അപ്പോൾ ഇത്ര പോയിന്റ് നമ്മൾ ടീനിയ വേഴ്സിക്കോളാറിൽ പഠിക്കാനുള്ളൂ. ഏതൊക്കെ പോയിന്റ് ആയിരുന്നു പഠിച്ചത്? യെസ്, നമുക്ക് ഒരുമിച്ച് നോക്കാം. ഏതൊക്കെ പോയിന്റ് ആയിരുന്നു നമ്മൾ ടീനിയ വേഴ്സിക്കോളാറിന് പഠിച്ചിരിക്കുന്നത്? ഫസ്റ്റ് പോയിന്റ്, ഇത് കോസ് ചെയ്യുന്നത് മാലസേസിയ ഫർഫർ ആണെന്നുള്ളത്. പിന്നെ അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു? യെസ്, അത് നമ്മൾ സെബേഷ്യസ് ഗ്ലാൻഡ് കൂടുതലുള്ള ഏരിയയിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞത് യെസ് നമുക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസ് കോസ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ലാബ് ഡയഗ്നോസിസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? യെസ്, ഡയറക്റ്റ് മൈക്രോസ്കോപ്പി നോക്കിക്കഴിഞ്ഞാൽ സ്പെഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസ് തരും. അതേപോലെ തന്നെ നമ്മൾ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈഡ് എഗ് അപ്പിയറൻസ് തരും. വുഡ്സ് ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ യെല്ലോ ഫ്ലൂറസൻസ് തരും എന്നുള്ളത്. ഇത്രയാണ് നമുക്ക് ആദ്യത്തെ ടീനിയ വേഴ്സിക്കോളാറിനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് ഏതാണ്? യെസ്, ടീനിയ നൈഗ്ര. ഫസ്റ്റ് നോക്കേണ്ടത് കോസേറ്റീവ് ഏജൻ്റ് ആണ് അല്ലേ? കോസേറ്റീവ് ഏജൻ്റ് ഏതാണ്? ഹോർട്ടിയ വെർണയ്ക്കാണ് കോസേറ്റീവ് ഏജൻ്റ് ആയിട്ട് വരുന്നത്. ടീനിയ നൈഗ്രേൻ്റെ കോസേറ്റീവ് ഏജൻ്റ് ഏതാണ്? ഹോർട്ടിയ വെർണയ്ക്കാണ്. ഇതൊരു ബ്ലാക്ക് കളേർഡ് ഈസ്റ്റ് ആണ്. നൈഗ്ര എന്ന് പറഞ്ഞാൽ തന്നെ ബ്ലാക്ക് എന്നുള്ള മീനിങ് ആണ് വരുന്നത് അല്ലേ? യെസ്, ബ്ലാക്ക് കളേർഡ് ഈസ്റ്റ് ലൈക്ക് ഫംഗസ് ആണ് ഈ ഹോർട്ടിയ വെർണയ്ക്ക് എന്ന് പറയുന്നത്. സോ ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള നമ്മൾ പാമിലും സോളിലും ഒരു ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള പെയിൻലെസ് ആയിട്ടുള്ള പാച്ചസ് ആണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം അല്ലേ? ടീനിയ നൈഗ്ര എന്ന് പറയുന്നത് ഹോർട്ടിയ വെർണയ്ക്കാണ് കോസ് ചെയ്യുന്നത്. ബ്ലാക്ക് കളേർഡ് ഈസ്റ്റ് ലൈക്ക് ഫംഗസ് ആണ്. അത് കോസ് ചെയ്യുക നമ്മളെ പാമിലും സോളിലും ബ്ലാക്ക് കളേർഡ് പാച്ചസ് ആണ്. പെയിൻലെസ് ആയിട്ടുള്ള നോൺ സ്കെയിലി ആയിട്ടുള്ള ജസ്റ്റ് പാച്ചസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്കിതിൻ്റെ ലാബ് ഡയഗ്നോസിസും കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ടീനിയ നൈഗ്രേൻ്റെ കേസിൽ അത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുള്ളൂ. യെസ്, അടുത്തത് ഏതാണ്? പ്യാഡ്ര എന്ന് പറയുന്നത് നമുക്ക് ഹെയറിൽ ഇൻഫെക്റ്റ് ചെയ്യുന്നതാണ്. മെയിൻലി 2 ടൈപ്പിൽ പ്യാഡ്ര വരുന്നുണ്ട്, ബ്ലാക്ക് പ്യാഡ്രയും വൈറ്റ് പ്യാഡ്ര. നമ്മളെ ഹെയർ ഷാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ചെറിയ നൊഡ്യൂൾസ് ആയിട്ട് കാണും.
ഇറഗുലർ ആയിട്ടുള്ള ഹെയർ ഷാഫ്റ്റിലുള്ള നൊഡ്യൂൾസിനെയാണ് നമ്മൾ പിയാഡ്ര എന്ന് പറയുന്നത്. ചിലത് ബ്ലാക്ക് പിയാഡ്ര ഉണ്ടാവും, ചിലത് വൈറ്റ് പിയാഡ്ര ഉണ്ടാവും. ബ്ലാക്ക് പിയാഡ്ര കോസ് ചെയ്യുന്ന ഫംഗസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിയാഡ്ര ഹോർട്ടയാണ്. ഓക്കെ, പിയാഡ്ര ഹോർട്ടയാണ് ബ്ലാക്ക് പിയാഡ്ര കോസ് ചെയ്യുന്നത്. വൈറ്റ് പിയാഡ്ര കോസ് ചെയ്യുന്നത് ഏതാണ്? യെസ്, ട്രൈക്കോസ്പോറോൺ ബേജലിയാണ്. പഠിച്ചു വെക്കണം. ട്രൈക്കോസ്പോറോൺ ബേജലി, വൈറ്റ് പിയാഡ്രയും ബ്ലാക്ക് പിയാഡ്ര പിയാഡ്ര ഹോർട്ടയും. നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണാം അല്ലേ, വൈറ്റ് കളറിലുള്ള നൊഡ്യൂൾസ് കാണാം. യെസ്, ഇത് നമുക്ക് ഈസിലി ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള നൊഡ്യൂൾസ് ആണ്. ഇത് കോസ് ചെയ്യുന്നത് ട്രൈക്കോസ്പോറോൺ ബേജലി ആണ്. ബ്ലാക്ക് പിയാഡ്ര കോസ് ചെയ്യുന്നത് ഇവിടെ ബ്ലാക്ക് നൊഡ്യൂൾസ് ആണ് വരുന്നത് അല്ലേ, അത് പിയാഡ്ര ഹോർട്ടയുമാണ്. അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇറഗുലർ ആയിട്ടുള്ള നൊഡ്യൂൾസ് എന്നുള്ളതാണ്. ഇതിൽ കൂടുതലായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല, ഈ ഒരു കാര്യം മാത്രമേ പിയാഡ്രയിലും പഠിക്കാനുള്ളൂ. യെസ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡെർമറ്റോഫൈറ്റോസിസ് ആണ്. ഡെർമറ്റോഫൈറ്റോസിസിനെ നമ്മൾ ടീനിയ എന്നോ റിംഗ് വേം ഇൻഫെക്ഷൻ എന്നോ പറയാറുണ്ട്. യെസ്, കോമൺലി നമുക്ക് എന്ത് പറയാം? ഡെർമറ്റോഫൈറ്റോസിസിനെ ടീനിയ ഓർ റിംഗ് വേം ഇൻഫെക്ഷൻ എന്ന് പറയാം അല്ലേ. മെയിൻലി ഇത് എഫക്ട് ചെയ്യുന്നത് എവിടെയാണ്? യെസ്, സ്കിന്ന്, ഹെയർ, നെയിൽ. സ്കിന്നിനെയും ഹെയറിനെയും, മെയിൻലി കെരാറ്റിനൈസ്ഡ് സ്ട്രക്ചർ ആയിട്ടുള്ള സ്കിന്നിനെയും ഹെയറിനെയും നെയിലിനെയാണ് ആര് എഫക്ട് ചെയ്യുന്നത്? ഡെർമറ്റോഫൈറ്റ്സ് എഫക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഡെർമറ്റോഫൈറ്റ്സ് എന്ന് നോക്കാം. ട്രൈക്കോഫൈറ്റൺ, മൈക്രോസ്പോറം, എപ്പിഡെർമോഫൈറ്റൺ, ഇവരൊക്കെയാണ് എന്ത് പറയുന്നത്? ഡെർമറ്റോഫൈറ്റ് എന്ന് പറയും. ഓരോന്നും ഏതൊക്കെ സ്ട്രക്ചറിനെയാണ് ഇൻഫെക്ട് ചെയ്യുന്നത്? ട്രൈക്കോഫൈറ്റൺ, കാരണം സ്കിന്നിനെ എല്ലാവരും ഇൻഫെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആദ്യം പഠിച്ചു വെക്കുക. ഓക്കെ, ട്രൈക്കോഫൈറ്റൺ എന്ന് പറയുമ്പോൾ ട്രൈ മീൻസ് 3 എന്നുള്ള രീതിയിൽ. സോ ട്രൈക്കോഫൈറ്റൺ എന്ന് പറയുമ്പോൾ സ്കിന്നിനെയും ഹെയറിനെയും നെയിലിനെയും ഇൻഫെക്ട് ചെയ്യുകയാണെങ്കിൽ അത് ട്രൈക്കോഫൈറ്റൺ ആണ്. ട്രൈക്കോഫൈറ്റണിന് ഇവർ 3 പേരെയും ഇൻഫെക്ട് ചെയ്യാൻ പറ്റും. മൈക്രോസ്പോർ എന്ന് പറയുമ്പോൾ ഹെയറിനെയും സ്കിന്നിനെയാണ് അത് ഇൻഫെക്ട് ചെയ്യുന്നത്. മൈക്രോസ്പോറ ഇൻഫെക്ട് ഹെയർ ആൻഡ് സ്കിൻ. എപ്പിഡെർമോഫൈറ്റണോ സ്കിന്നിനും നെയിലിനെയും ഇൻഫെക്ട് ചെയ്യുന്നത് എപ്പിഡെർമോഫൈറ്റൺ ആണ്. ട്രൈക്കോഫൈറ്റൺ ഇൻഫെക്ട് സ്കിൻ, ഹെയർ ആൻഡ് നെയിൽ. മൈക്രോസ്പോറൻ ഇൻഫെക്ട് സ്കിൻ ആൻഡ് ഹെയർ. എപ്പിഡെർമോഫൈറ്റൺ ഇൻഫെക്ട് സ്കിൻ ആൻഡ് നെയിൽ. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം, എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സോ ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് യെസ് ടീനിയ ക്യാപിറ്റിസ്, ഡെർമറ്റോഫൈറ്റോസിസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ടീനിയ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേര് ടീനിയ എന്നാണ്. ടീനിയ ക്യാപിറ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻലി നമ്മുടെ ഹെഡ് റീജിയൻ ഓർ സ്കാൽപ്പ് റീജിയനിൽ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ടീനിയ ക്യാപിറ്റിസ്. ക്യാപിറ്റിസ് മീൻസ് സ്കാൽപ്പ്. ഇൻഫെക്ഷൻ ഓഫ് സ്കാൽപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടീനിയ ക്യാപിറ്റിസ് എന്ന് പറയും. ഈ ടീനിയ ക്യാപിറ്റിസിനെ തന്നെ നമുക്ക് വീണ്ടും 4 ടൈപ്പ് ടീനിയ ക്യാപിറ്റിസ് വരുന്നുണ്ട്. നമ്മുടെ സ്കാൽപ്പ് റീജിയനിൽ 4 ടൈപ്പ് ഡെർമറ്റോഫൈറ്റോസിസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ കെരിയോൺ. കെരിയോൺ എന്ന് പറയുന്നത് നമുക്ക് മെയിൻലി ബോഗി ലീഷൻസ് ഓൺ ദി സ്കാൽപ്പ്. സ്കാൽപ്പിലുള്ള ബോഗി ലീഷൻസ് ആണ് എന്ത്? കെരിയോൺസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ബോഗി ലീഷൻസ് ഓൺ ദി സ്കാൽപ്പ്. ഇത് കോസ് ചെയ്യുന്നത് ആരാണ്? ട്രൈക്കോഫൈറ്റൺ വെറുക്കോസമാണ്. ട്രൈക്കോഫൈറ്റൺ വെറുക്കോസമാണ് ഈ കെരിയോൺ കോസ് ചെയ്യുന്നത്. മറ്റൊരു ലീഷൻസ് ആണ് ഫേവസ് എന്ന് പറയുന്നത്. ഫേവസ് എന്ന് പറയുന്നത് കപ്പ് ലൈക്ക് ക്രസ്റ്റ് ആണ്. നമ്മുടെ സ്കിന്നിൽ സ്കാൽപ്പിലുള്ള കപ്പ് ലൈറ്റ് ക്രസ്റ്റ് ആണ് ഈ ഫേവസ് എന്ന് പറയുന്നത്. കോസ് ചെയ്യുന്നത് ആരാണ്? ട്രൈക്കോഫൈറ്റൺ ഷിൻലേനിയാണ്. അതായത് ഈ കെരിയോൺ ആയിക്കോട്ടെ ഫേവസ് ആയിക്കോട്ടെ ഇത് രണ്ടും നമ്മുടെ സ്കാൽപ്പിലെ സ്കിന്നിലാണ് കോസ് ചെയ്യുന്നത്. രണ്ടാമത് പറയുന്ന എക്ടോത്രിക്സും എൻഡോത്രിക്സും നമ്മളുടെ ഹെയർ ഷാഫ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്, ഹെയറിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഒന്നും കൂടി പറയാം, കെരിയോൺസ് ആൻഡ് ഫാവസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡിലുള്ള സ്കാൽപ്പിലെ സ്കിന്നിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. എക്ടോത്രിക്സും എൻഡോത്രിക്സും നമ്മളെ ഹെയറിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. കെരിയോൺസ് എന്ന് പറയുമ്പം നമ്മളുടെ സ്കാൽപ്പിലുള്ള സ്കിന്നിലുള്ള ബോഗി ലീഷൻസ് ആണ്. അത് കോസ് ചെയ്യുന്നത് ട്രൈക്കോഫൈറ്റൺ വെറുക്കോസമാണ്. ഫേവസ് എന്ന് പറയുമ്പം അത് കപ്പ് ലൈക്ക് ക്രസ്റ്റ് ആണ്. അത് കോസ് ചെയ്യുന്നത് ട്രൈക്കോഫൈറ്റൺ ഷിൻലേനിയാണ്. ഓക്കെ, എൻഡോത്രിക്സും എക്ടോത്രിക്സും നമ്മൾ ട്രൈക്കോസ്പോറോണിൽ ആർത്രോസ്പോർ ഉണ്ടാവുമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു.
ഇൻട്രൊഡക്ഷൻ ഏരിയയിൽ. ഈ ആർത്രോസ്പോർ ഹെയറിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? എൻഡോത്രിക്സ് എന്ന് പറയാം. ഹെയറിൻ്റെ പുറത്താണെങ്കിൽ, ഹെയറിൻ്റെ സർഫസിലാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? എക്ടോത്രിക്സ് എന്ന് പറയാം. എൻഡോത്രിക്സ് എന്ന് പറഞ്ഞാൽ ആർത്രോസ്പോർ വിത്തിൻ ദ ഹെയറും, എക്ടോത്രിക്സ് എന്ന് പറഞ്ഞാൽ ആർത്രോസ്പോർ ഓൺ ദ സർഫസ് ഓഫ് ഹെയറും. ഇനി നമുക്ക് അതിൻ്റെ പിക്ചേഴ്സ് ഒന്ന് നോക്കാം. യെസ്, ഫസ്റ്റ് വൺ കെരിയോൺ ആണ്. കെരിയോൺ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? യെസ്, ബോഗിലീഷൻസ്. ഇത് കോസ് ചെയ്യുന്നത് ആരായിരുന്നു? ട്രൈക്കോസ്പോറൻ, യെസ്, വെറുക്കോസം ആയിരുന്നു കോസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് നമ്മൾ പറയുന്നത് ഫേവസ് ആണ്. ഇത് ഫേവസ് ആണ് കേട്ടോ. ഫേവസ് എന്ന് പറയുമ്പോൾ കപ്പ് ലൈക്ക് ക്രസ്റ്റ് ആണ്. ഇത് കോസ് ചെയ്യുന്നത് ട്രൈക്കോസ്പോറൻ ഷിൻഷെലി ആയിരുന്നു. യെസ്, ഇത് എക്ടോത്രിസ്. ആർത്രോസ്പോർ പുറത്താണ്, സർഫസ് ഓഫ് ഹെയർ ഷാഫ്റ്റ് ആണെങ്കിൽ എൻഡോത്രിസ് എന്ന് പറയുമ്പോൾ ആർത്രോസ്പോർ ഇൻസൈഡ് ദ ഹെയർ ഷാഫ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ടീനിയ ക്യാപിറ്റിസിൽ വരുന്നതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ കെരിയോണും ഫേവസും എക്ടോത്രിക്സും എൻഡോത്രിക്സും എല്ലാം ടീനിയ ക്യാപിറ്റിസിൽ വരുന്നതാണ്. ഇത് ഓരോന്നും ആരാണ് കോസ് ചെയ്യുന്നത്, അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ബാക്കിയുള്ള ടീനിയ ഇൻഫെക്ഷൻസ് ആണ്. അതായത് ടീനിയ ക്യാപിറ്റിസ് നമ്മൾ നോക്കി. ഇനി ടീനിയ കോർപ്പോറിസ്. കോർപ്പോറിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള നോൺ ഹെയറി സ്കിന്നിൽ വരുന്ന ഇൻഫെക്ഷനാണ് ടീനിയ കോർപ്പോറിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രങ്ക് റീജിയൻ, ലിംസ് റീജിയനിലൊക്കെ വരുന്ന ഇൻഫെക്ഷനാണ് ടീനിയ കോർപ്പോറിസ്, നോൺ ഹെയറി സ്കിന്നിൽ വരുന്ന. ടീനിയ പെഡിസ്. പെഡിസ് എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ട് ഫൂട്ട്. യെസ്, അതിനെ നമ്മൾ അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയും. നമ്മൾ മെയിൻലി ടോസിൻ്റെ ഇടയിലൊക്കെ വരുന്ന ഇൻഫെക്ഷനാണ് ഈ ടീനിയ പെഡിസ് എന്ന് പറയും. പെഡിസ് മീൻസ് ഫൂട്ടാണ്. അത്ലറ്റ്സ് ഫൂട്ട് എന്നറിയപ്പെടുന്നതും ടീനിയ പെഡിസ്. അപ്പോൾ അത്ലറ്റ്സ് ഫൂട്ട്സ് കോസ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ അത് ഡെർമറ്റോഫൈറ്റ് ആണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. യെസ്, നെക്സ്റ്റ് ടീനിയ ക്രൂസിസ് എന്ന് പറയും. ക്രൂസിസ് മീൻസ് നമ്മൾ ഗ്രോയിൻ റീജിയനാണ് ക്രൂസ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ടീനിയ ക്രൂസിസ് എന്ന് പറയുമ്പോൾ ഗ്രോയിൻ റീജിയനാണ്. ജോക്ക് ഇച്ച് എന്നറിയപ്പെടുന്നത് ഈ ടീനിയ ക്രൂസിസ് ആണ്. ജോക്ക് ഇച്ച് എന്നറിയപ്പെടുന്നത്. അതർ നെയിംസ് പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടീനിയ ക്രൂസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോക്ക് ഇച്ച് എന്നറിയപ്പെടും. നമ്മൾ ഗ്രോയിൻ റീജിയനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. യെസ്, നെക്സ്റ്റ് ടീനിയ ബാർബെ. ടീനിയ ബാർബെ എന്ന് പറയുമ്പോൾ നമ്മൾ ബിയേർഡ് ഏരിയ അല്ലെങ്കിൽ നമ്മൾ മീശ താടിയൊക്കെ ഉള്ള ഏരിയയിലാണ് നമുക്ക് എന്ത് വരുന്നത്? ടീനിയ ബാർബെ എന്ന് പറയുന്നത്. പക്ഷേ ടീനിയ ഫേഷ്യ എന്ന് പറയുമ്പോൾ നോൺ ബിയേർഡ് ഏരിയ, നമ്മൾ ഈ താടിയൊന്നും ഇല്ലാത്ത ഫേഷ്യൽ ഏരിയയിലാണ് വരുന്നതെങ്കിൽ നമുക്കതിനെ ടീനിയ ഫേഷ്യ എന്ന് പറയാം. രണ്ടും ഫേസിലാണ് വരുന്നതെങ്കിൽ ഒന്ന് ബിയേർഡ് ഏരിയയിലാണ് ടീനിയ ബാർബെ വരുന്നത്, നോൺ ബിയേർഡ് ഏരിയയിലാണെങ്കിൽ ടീനിയ ഫേഷ്യ എന്നാണ് പറയാം. നെക്സ്റ്റ് ടീനിയ ഇംബ്രിക്കേറ്റ. ഇംബ്രിക്കേറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ലീഷൻസ് നമ്മുടെ സ്കിന്നിൽ വരുന്നത് കോൺസെൻട്രിക് ആയിട്ടുള്ള ലീഷൻസ് ആണ്. ഇങ്ങനെ കോൺസെൻട്രിക് ആയിട്ടുള്ള ലീഷൻസ് ആണെങ്കിൽ നമുക്കതിനെ ടീനിയ ഇംബ്രിക്കേറ്റ എന്ന് പറയാം. ടീനിയ എന്ന് പറഞ്ഞാൽ നെയിൽ ബഡ്, ഇൻക്വോ എന്നൊക്കെ പറഞ്ഞ നെയിൽസ് ആണ്. സോ നെയിൽസിന് ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ടീനിയ ഇൻഗുണം എന്ന് പറയാം. അങ്കുണം, ഇൻഗുണം എന്നൊക്കെ പറയാം. സോ നെക്സ്റ്റ് ടീനിയ മാനം. മാനം എന്ന് പറയുമ്പോൾ ഓൾറെഡി മാനുവൽ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ആണ്. സോ നമ്മുടെ ഹാൻഡിനെ പാം റീജിയൻസിലാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ ടീനിയ മാനം എന്ന് പറയാം. ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കതിൻ്റെ പിക്ചർ ഒന്ന് നോക്കാം. യെസ്, ഫസ്റ്റ് നമ്മൾ ടീനിയ കോർപ്പോറിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ നോൺ ഹെയറി റീജിയനിൽ വരുന്നത് ടീനിയ കോർപ്പോറിസ് ആണ് എന്നുള്ളത്. നോൺ ഹെയറി റീജിയനിൽ വരുന്നത് ടീനിയ പെഡിസ് ഓർ അത്ലസ് ഫൂട്ട് എന്ന് പറഞ്ഞത് ടീനിയ നമ്മുടെ ഫൂട്ട് റീജിയൻസിലായിരുന്നു വരുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് ടീനിയ ക്രോസിസ് അല്ലെങ്കിൽ ജോക്ക് ഇച്ച് നമ്മൾ ഗ്രോയിൻ റീജിയനിൽ വരുന്നത് ടീനിയ ക്രോസിസ്. ടീനിയ ബാർബെ ബിയേർഡ് ഏരിയയിൽ വരുന്നത് ടീനിയ ബാർബെ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഫേഷ്യ നോൺ ബിയേർഡ് ആയിട്ടുള്ള റീജിയനിലാണ് വരുന്നതെങ്കിൽ ടീനിയ ഫേഷ്യ എന്ന് പറഞ്ഞു. ഇംബ്രിക്കാറ്റ് നീ കണ്ടോ, കോൺസെൻട്രിക് ആയിട്ടുള്ള ലീഷൻസ് ആണ് അവിടെ വരുന്നതെങ്കിൽ ഇംബ്രിക്കാറ്റ്. അത് ബോഡിൻ്റെ ഏത് റീജിയനിലും വരാം, പക്ഷേ ലീഷൻ ഇങ്ങനെ കോൺസെൻട്രിക് ആയിട്ടായിരിക്കും. യെസ്, ടീനിയ ഇൻഗുണം നമ്മൾ നെയിൽ പ്ലേറ്റിനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ ടീനിയ ഇൻഗുണം എന്ന് പറയാം. പാം റീജിയൻ, പാമ്മിനെയാണ് മാനം എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊന്ന് നോക്കാം. യെസ്, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടീനിയ ക്യാപിറ്റിസ് ആണ് നമ്മളെ സ്കാൽപ്പിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ കെരിയോൺ ആൻഡ് ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് സ്കാൽപ്പിലെ സ്കിന്നിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. എക്ടോത്രിക്സും എൻഡോത്രിക്സും നമ്മളെ ഹെയറിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. കിരിയോൺസ് എന്ന് പറയുമ്പോൾ ബോഗി ലീഷൻസ് ആണ്. ടീനിയ അല്ല, ട്രൈക്കോഫോണും വെറിക്കോസ് ആണ് കോസ് ചെയ്യുന്നത്. ഫേവേഴ്സ് എന്ന് പറയുമ്പോൾ
ട്രൈക്കോസ്പോറോൺ അല്ല, ട്രൈക്കോഫൈറ്റൺ ആണ്. ട്രൈക്കോഫൈറ്റൺ ഷിൻലേനെയാണ് കോസ് ചെയ്യുന്നതെങ്കിൽ അത് ഫേവേഴ്സ് ആണ്. എക്ടോത്രിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ആർത്രോസ്പോർ പുറത്താണ്, ഹെയറിൻ്റെ പുറത്താണെങ്കിൽ അത് എക്ടോത്രിക്സ് ആണ്. എൻഡോത്രിക്സ് എന്ന് പറയുമ്പോൾ ഉള്ളിലാണെങ്കിൽ അത് എൻഡോത്രിക്സുമാണ്. ഓക്കെ, നെക്സ്റ്റ് ടീനിയ കോർപ്പോസിസ് എന്ന് പറയുമ്പോൾ നോൺ ഹെയറി സ്കിന്നിലാണ്. പെഡിസ് ഫൂട്ടിലാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ അത്ലറ്റ് ഫൂട്ട് എന്ന് പറയും. ക്രൂയിസ് ആണെങ്കിൽ ഗ്രോയിൻ റീജിയനിലാണ് പറയുന്നത്. ജോക്ക് കിച്ച് എന്ന് പറയും. ബാർബി ആണെങ്കിൽ ബിയേർഡ് ഏരിയ. നോൺ ബിയേർഡ് ഏരിയ ഓഫ് ഫേഷ്യ. ടീനിയ ഇംബ്രിക്കാറ്റ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രിക് ആയിട്ടുള്ളതായിരിക്കും. മിങ്കോണ എന്ന് പറഞ്ഞാൽ നെയിലിനെ എഫക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഓരോന്നും വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മളത് കംപ്ലീറ്റ് പഠിച്ചിട്ട് പോവാം. ഓക്കെ, സോ ഇനി എന്നതിൻ്റെ ലാബ് ഡയഗ്നോസിസ്, അതായത് ഡെർമറ്റോഫൈറ്റ്സിന് എങ്ങനെയാണ് ലാബ് ഡയഗ്നോസിസ് ചെയ്യാമെന്ന്. നമുക്ക് വുഡ് ലാമ്പ് എക്സാമിനേഷൻ ചെയ്യാം. അതേപോലെ ഡയറക്റ്റ് മൈക്രോസ്കോപ്പി വരുന്നുണ്ട്. വുഡ് ലാമ്പ് ചെയ്യാം, ഡയറക്റ്റ് മൈക്രോസ്കോപ്പി ചെയ്യാം, കൾച്ചർ ചെയ്യാം, ഹെയർ പെർഫറേഷൻ ടെസ്റ്റ് ഉണ്ട്, യൂറിയേസ് ടെസ്റ്റ് ഉണ്ട്, മോളിക്കുലാർ മെത്തേഡ് ഉണ്ട്, സ്കിൻ ടെസ്റ്റുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഡെർമറ്റോഫൈറ്റ്സിൻ്റെ ലാബ് ഡയഗ്നോസിസ് ആണ് വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, വുഡ് ലാമ്പ് എക്സാമിനേഷൻ. വുഡ് ലാമ്പ് ചെയ്താൽ നമ്മൾ ഓൾറെഡി മാലസേസിയ ഫർഫറിൻ്റെ കേസിൽ വുഡ് ലാമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെ ഡെർമറ്റോഫൈറ്റ്സിന് നമുക്ക് വുഡ് ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ടെറിഡിൻ എന്നുള്ള പിഗ്മെൻറ്റ്സ് ആണ് നമുക്ക് ഈ വുഡ് ലാമ്പ് പോസിറ്റീവ് തരാൻ കാരണം. വുഡ് ലാമ്പിന് പോസിറ്റീവ് തരാൻ കാരണം എന്താണ്? ടെറിഡിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ്സ് ആണ്. സോ ആരൊക്കെയാണ് ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ളത്? മൈക്രോസ്പോറണും ട്രൈക്കോഫൈറ്റൺ ഷിൻലേനി. മൈക്രോസ്പോറൻ ഫീഷ്യസും ട്രൈക്കോഫൈറ്റൻ ഷിൻലേനിയും ആണ് നമുക്ക് എന്ത് വരുന്നത്? വുഡ് ലാമ്പ് പോസിറ്റീവായിട്ട് വരുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ടെറിഡിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് വുഡ് ലാമ്പ് പോസിറ്റീവ് തരുന്നത്. മൈക്രോസ്പോറൻ സ്പീഷ്യസ് ആൻഡ് ട്രൈക്കോഫൈറ്റൻ ഷിൻലേനി എന്ന് പറയുന്ന സ്പീഷ്യസ് ആണ് എന്ത് തരുന്നത്? വുഡ് ലാമ്പ് പോസിറ്റീവ് തരുന്നത്. ഇനി കൾച്ചർ, ഏറ്റവും ഡെർമറ്റോഫൈറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കൾച്ചർ ചെയ്തിട്ട് അതിൻ്റെ ഡയറക്റ്റ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. കൾച്ചറിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറക്റ്റ് മൈക്രോസ്കോപ്പി. കൾച്ചർ നമ്മൾ ചെയ്യുന്നത് STA-യിലാണ്. STA അഗാറിലാണ് നമ്മൾ ഫംഗസ് കൾച്ചർ ചെയ്യാനുള്ളത്. പ്ലസ് അതിലെന്ത് കണ്ടെയ്ൻ ആയിരിക്കും? സൈക്ലോ ഹെക്സിമൈഡ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള STA-യിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെർമറ്റോഫൈറ്റിനെ കൾച്ചർ ചെയ്യുക. സൈക്ലോ ഹെക്സിമൈഡ് കണ്ടെയ്ൻ ആയിട്ടുള്ള SDA-യിലാണ് നമ്മൾ ഡെർമറ്റോഫൈറ്റിനെ എന്ത് ചെയ്യുന്നത്? കൾച്ചർ ചെയ്യുന്നത്. ആദ്യം നമ്മളതിൻ്റെ മാക്രോസ്കോപ്പിക് അപ്പിയറൻസും നോക്കും. അതേപോലെ തന്നെ അതിൻ്റെ LPCP ചെയ്തിട്ട്, കോളനീസ് ടീസ് ചെയ്ത് LPCP മൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ മൈക്രോസ്കോപ്പിക് അപ്പിയറൻസ് നോക്കും. മൈക്രോസ്കോപ്പിക് അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോളനി മോർഫോളജിയാണ്. മൈക്രോസ്കോപ്പിക് അപ്പിയറൻസിൽ രണ്ട് നമ്മൾ അതിൻ്റെ ഹൈഫ ആൻഡ് കൊണീഡിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. കൾച്ചറും ആൻഡ് മൈക്രോസ്കോപ്പിയാണ്. ആദ്യം നമ്മൾ പറയുന്നത് ട്രൈക്കോഫൈറ്റാണ്. നമുക്കറിയാം ട്രൈക്കോഫൈറ്റൻ എന്ന് പറയുമ്പോൾ ഹെയറും നെയിലും സ്കിന്നും മൂന്നിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ട്രൈക്കോഫൈറ്റൻ മെൻറ്റഗ്രോഫൈറ്റിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അതിൻ്റെ മാക്രോസ്കോപ്പി അതായത് മോർഫോളജി, കോളനി മോർഫോളജി എങ്ങനെ ആയിരിക്കും? യെസ്, ഒരു വൈറ്റ് കളേർഡ് പൗഡറി പിഗ്മെൻ്റ് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും. വൈറ്റ് ആയിട്ടുള്ള പൗഡറി പിഗ്മെൻ്റ് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും ട്രൈക്കോഫൈറ്റോണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ തന്നെ കാണാം അല്ലേ, വൈറ്റ് കളേർഡ് ആയിട്ട് പൗഡറി പോലെ, പൗഡേഴ്സിന് പോലെ ആയിരിക്കും അതിൻ്റെ കോളനി മോർഫോളജി വരും. അതിനെ LPCP ചെയ്ത് നോക്കിക്കഴിഞ്ഞാലോ, യെസ്, അതാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെർമറ്റോഫൈറ്റിന് മാക്രോ കൊണീഡിയയും മൈക്രോ കൊണീഡിയയും കാണുന്നുള്ളത്. യെസ്, ഇവിടെ എങ്ങനെയാണ് ഈ മൈക്രോ കൊണീഡിയ കാണുന്നത്, മാക്രോ കൊണീഡിയ കാണുന്നത് എന്നുള്ളതാണ് നമ്മളെ ഡെർമറ്റോഫൈറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മാക്രോ കൊണീഡിയ ഇതാണ് ഞാനിവിടെ കാണിക്കുന്നത്, ഇതാണ് മാക്രോ കൊണീഡിയ. അതെന്ത് ഷേപ്പാണ്? നമുക്ക് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പെൻസിൽ ഷേപ്പ് എന്നോ അല്ലെങ്കിൽ സിഗാർ ഷേപ്പ് എന്നോ ആണ് പറയുന്നത്. യെസ്, നമ്മൾ പറഞ്ഞത് ഏതൊക്കെ ഷേപ്പായിരുന്നു? ഒന്നെങ്കിൽ പെൻസിൽ ഷേപ്പ് ഓർ സിഗാർ ഷേപ്പ്. യെസ്, ഇതാണ് നമ്മുടെ മാക്രോ കൊണീഡിയ എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന ചെറിയ ചെറിയ ഇതില്ലേ, യെസ്, ഇതാണ് മൈക്രോ കൊണീഡിയ. ന്യൂമറസ് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ കുറേ മൈക്രോ കൊണീഡിയ ഉണ്ടാവും. അപ്പോൾ ട്രൈക്കോഫൈറ്റിൻ്റെ മാക്രോ കൊണീഡിയ എന്ന് പറയുന്നത് സിഗാർ ഷേപ്പ്ഡ് ഓർ പെൻസിൽ ഷേപ്പ്ഡ് ആണ്. കുറേ മൈക്രോ കൊണീഡിയയും ഇതിൽ പ്രസൻ്റ് ആയിരിക്കും. അതിൻ്റെ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് പൗഡറി ആയിട്ടുള്ള കോളനീസ് ആയിരിക്കും കിട്ടുക. ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം.
യെസ്, മൈക്രോസ്പോറും കാനീസിൻ്റെതാണ് നമ്മൾ പറയുന്നത്. അവിടെ കോട്ടണി ആയിട്ടുള്ള ഓറഞ്ച് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കോളനിയാണ് നമുക്ക് കിട്ടുന്നത്. എങ്ങനെയാണ്? ഓറഞ്ച് പിഗ്മെൻറ്റഡ് കോളനിയാണ് കിട്ടുന്നത്. അതിൻ്റെ മൈക്രോസ്കോപ്പി എങ്ങനെയായിരിക്കും? യെസ്, കൊണീഡിയ, മാക്രോകൊണീഡിയ സ്പിൻഡിൽ ഷേപ്പാണ്. മൈക്രോകൊണീഡിയ അങ്ങനെ നേരത്തെ നമ്മൾ ട്രൈക്കോഫൈറ്റുകളിൽ കണ്ടതുപോലെ കുറേ ഒന്നുമില്ല, ജസ്റ്റ് സ്കാൻഡി അല്ലെങ്കിൽ മീൻസ് റെയർ ആയിട്ടൊക്കെയാണ് എന്ത് വരുന്നത്? മൈക്രോകൊണീഡിയ വരുന്നത്. കൂടുതലായിട്ടുള്ളത് മാക്രോകൊണീഡിയ ആണ്. മാക്രോകൊണീഡിയ സ്പിൻഡിൽ ഷേപ്പാണ്. ഓക്കെ, അടുത്തത് യെസ്, നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് വരുന്നത് എപ്പിഡെർമോഫൈറ്റൺ ഫ്ലോക്കോസത്തിൻ്റെ കോളനി എങ്ങനെ ആയിരിക്കും? യെസ്, യെലോയിഷ് ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള കോളനിയാണ് വരുന്നത്. യെലോയിഷ് ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള കോളനിയാണ്. അതിൻ്റെ കൊണീഡിയ എന്ന് പറയുന്നത് മാക്രോകൊണീഡിയ എന്താണ്? ക്ലബ് ഷേപ്ഡ് ആയിട്ടുള്ള മാക്രോകൊണീഡിയ. ക്ലബ് ഷേപ്ഡ് മാക്രോകൊണീഡിയ. മൈക്രോകൊണീഡിയ ആബ്സെൻ്റ് ആണ്, ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഫീച്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ട്രൈക്കോഫൈറ്റൻ്റെ മാക്രോകൊണീഡിയ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സിഗാർ ഷേപ്ഡ് ഓർ പെൻസിൽ ഷേപ്ഡ് ആണ്. രണ്ടാമത്തത് മൈക്രോകൊണീഡിയ, കുറേ റൗണ്ട് മൈക്രോകൊണീഡിയയും കാണും. എന്നാൽ മൈക്രോസ്പോറത്തിൻ്റെത് സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. മൈക്രോകൊണീഡിയ ആബ്സെൻ്റ് ഓർ റയർ എന്ന് പറയാം. എപ്പിഡെർമോഫൈറ്റൻ്റെത് ക്ലബ് ഷേപ്ഡ് മാക്രോകൊണീഡിയ ആണ്. മൈക്രോകൊണീഡിയ ഇല്ല. ഒന്നും കൂടി പറയാം, ട്രൈക്കോഫൈറ്റൺ മാക്രോകൊണീഡിയൻ്റെ ഷേപ്പാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, പെൻസിൽ ഓർ ഷിഗാർ ഷേപ്ഡ്. മൈക്രോസ്പോറം സ്പിൻഡിൽ ഷേപ്ഡ്. എപ്പിഡെർമോഫൈറ്റൺ ക്ലബ് ഷേപ്ഡ്. മൈക്രോകൊണീഡിയ ട്രൈക്കോഫൈറ്റൻ്റെ കേസിലേ അബണ്ടൻ്റ് ആയിട്ടുള്ളൂ, ബാക്കിയുള്ള കേസിലൊക്കെ റയർ ആണ് അല്ലെങ്കിൽ ആബ്സെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇതിൻ്റെ ഷേപ്പ് നമ്മൾ മൊത്തത്തിൽ കമ്പയർ ചെയ്യാണ്. യെസ്, ട്രൈക്കോഫൈറ്റൻ്റെത് വൈറ്റ് പൗഡറി കോളനി ആയിരുന്നു. അതിൻ്റെ കൊണീഡിയ പെൻസിൽ ഓർ സിഗാർ ഷേപ്ഡ്. മൈക്രോസ്പോറത്തിൻ്റെത് ഇവിടെ ജസ്റ്റ് യെല്ലോ കളേർഡ് ആയിട്ടുള്ള കോളനി ആയിട്ട് വരുന്ന, ഓറഞ്ച് കളേർഡ് ആയിരുന്ന കോളനി ആയിരുന്നു. സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള മാക്രോകൊണീഡിയ ആയിരുന്നു. യെലോയിഷ് ഗ്രീൻ കളേർഡ് ആയിരുന്നു എപ്പിഡെർമോഫൈറ്റൻ്റെ കോളനി. ക്ലബ് ഷേപ്ഡ് ആയിരിക്കുന്നു അതിൻ്റെ മാക്രോകൊണീഡിയ എന്ന് പറയുന്നത്. ഇവിടെ ജസ്റ്റ് മൈക്രോകൊണീഡിയ പ്രസൻ്റ് ആയിരിക്കുന്നത് ആർക്ക് മാത്രമാണ്? ട്രൈക്കോഫൈറ്റന് മാത്രമാണ്. ഇത്രയാണ് നമ്മൾ അതിൻ്റെ കോളനി മോർഫോളജിയിൽ പറയാനുള്ളത്. പിന്നെ ഹെയർ പെർഫറേഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹെയർ പെർഫർ ചെയ്തിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. നമുക്ക് രണ്ടെണ്ണം പോസിറ്റീവ് ആയിട്ടുള്ളത് ട്രൈക്കോഫോറും മെൻഡഗ്രോഫൈറ്റും മൈക്രോസ്പോറും കാനീസും. ഇത് രണ്ടും ഹെയർ പെർഫറേഷൻ ടെസ്റ്റ് പോസിറ്റീവാണ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹെയർ പെർഫറേഷൻ ടെസ്റ്റ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ യൂറിയസ് ടെസ്റ്റ്, ട്രൈക്കോഫൈറ്റൻ മെൻഡഗ്രോഫൈറ്റിനാണ് നമ്മൾ യൂറിയസ് ടെസ്റ്റും ചെയ്യാറുള്ളത്. യൂറിയസ് ടെസ്റ്റ് ട്രൈക്കോഫോറും മെൻഡഗ്രോഫൈറ്റിൻ. അതുപോലെ സ്കിൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഡെർമറ്റോഫൈറ്റ് ആൻറ്റിജനെതിരെയുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. അതായത് ട്രൈക്കോഫൈറ്റിൻ എന്ന് പറയുന്ന ആൻറ്റിജനെതിരെ നമ്മൾ സാധാരണ TBക്കൊക്കെ വേണ്ടിയിട്ട് സ്കിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ? യെസ്, അതേപോലെ തന്നെ ഡെർമറ്റോഫൈറ്റിൻ്റെ ആൻറ്റിജനെതിരെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് ഈ ഇനി നമുക്ക് എല്ലാ സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻസും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യാം? മൈക്കോസിസും കൂടി ഒരുമിച്ച് പഠിക്കാം. ഈ ഒരൊറ്റ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും നേരം പഠിച്ച എല്ലാം ഒരുമിച്ച് കവറാവും. ഓക്കെ, അപ്പോൾ നോക്കാം. യെസ്, ഫസ്റ്റ് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് ആയിരുന്നു ടീനിയ വേഴ്സിക്കോളാർ എന്ന് പറയുന്നത്. ഈ ടീനിയ വേഴ്സിക്കോളാറിനെ നമ്മൾ പിറ്റീരിയാസിസ് വേഴ്സിക്കോളാർ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ടീനിയ വേഴ്സിക്കോളാർ ഓർ പിറ്റീരിയാസിസ് വേഴ്സിക്കോളാർ. ഇത് കോസ് ചെയ്യുന്നത് ആരായിരുന്നു? യെസ്, മാലസേസിയ ഫർഫർ ആണ് ഈ ടീനിയ വേഴ്സിക്കോളാർ ഓർ പിറ്റീരിയാസിസ് വേഴ്സിക്കോളാർ കോസ് ചെയ്യുന്നത്. ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ എന്തായിരുന്നു? ഒന്നെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാവും. ഇതിൻ്റെ ലാബ് ഡയഗ്നോസിസിൽ നമ്മൾ എന്താ പഠിച്ചത്? യെസ്, ലാബ് ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മൈക്രോസ്കോപ്പി ചെയ്താൽ സ്പാഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസ് ആണ്. കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈഡ് എഗ് അപ്പിയറൻസ് തരും. ഫ്ലൂറസൻസിൽ ഗോൾഡൻ യെല്ലോ ഫ്ലൂറസൻസ്, ഫ്ലൂറസൻസ് മീൻസ് വുഡ് ലാമ്പ് എക്സാമിനേഷൻ ചെയ്താൽ ഗോൾഡൻ യെല്ലോ ഫ്ലൂറസൻസ് തരും. ഇത്രയേ ഉള്ളൂ ടീനിയ വേഴ്സിക്കോളാറിൽ. ടീനിയ നൈഗ്രേ കോസ് ചെയ്യുന്നത് ആരാണ്? ഹോർട്ടിയ വെർണക്കിയാണ്.
അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചറേ പഠിക്കാനുള്ളൂ. ഹോർട്ടിയ വെർണയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ഈസ്റ്റ് ലൈക്ക് ഫംഗസ് ആണ്. ഇത് കോസ് ചെയ്യുന്നത് നമ്മൾ പാമിലും സോളിലും ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള പാച്ചസ് ആണ്. പാച്ചസ്. അത്രയും ടീനിയ നൈഗ്രയിൽ പഠിക്കാനുള്ളൂ. പിയാഡ്ര ഹോർട്ടെ ആണ് പിയാഡ്ര കോസ് ചെയ്യുന്നത്. അത് ബ്ലാക്ക് പിയാഡ്രയും ട്രൈക്കോസ്പോറം ബേഗിലി എന്ന് പറയുമ്പോൾ വൈറ്റ് പിയാഡ്രയാണ് കോസ് ചെയ്യുന്നത്. ബ്ലാക്ക് പിയാഡ്ര ഹോർട്ടയും ട്രൈക്കോസ്പോറം ബേഗിലി എന്ന് പറയുമ്പോൾ വൈറ്റ് പിയാഡ്രയാണ് കോസ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് അത്ര തന്നെ പഠിക്കാനുള്ളൂ പിയാഡ്രൻ്റെ കേസിലും. ഇനി ഡെർമറ്റോഫൈറ്റിൻ്റെ കേസിൽ നമ്മളതിന് കോമൺ ആയിട്ട് ടീനിയ എന്നോ റിംഗ്വേം ഇൻഫെക്ഷനോ എന്നോ പറയാറുണ്ട്. കോസ് ചെയ്യുന്നത് ട്രൈക്കോഫൈറ്റൻ, മൈക്രോസ്പോറം, എപ്പിഡെർമോഫൈറ്റാണ്. ട്രൈക്കോഫൈറ്റൻ സ്കിന്ന്, ഹെയറും നെയിലും കോസ് ചെയ്യുന്നുണ്ട്. മൈക്രോസ്പോറം ആണെങ്കിൽ മെയിൻലി സ്കിന്നും ഹെയറും ആണ് വരുന്നത്. എപ്പിഡെർമോഫൈറ്റൻ ആണെങ്കിൽ സ്കിന്നും നെയിലും ആണ് വരുന്നത്. ഇത് കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ് ഏതൊക്കെയായിരുന്നു? ടീനിയ ക്യാപിറ്റിസിൽ നമുക്ക് കെരിയോൺസ്, ഫേവേഴ്സ്, അതുപോലെ തന്നെ എൻഡോത്രിക്സും എക്ടോത്രിക്സും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടീനിയ കോർപ്പോറിസ് പഠിച്ചു, ടീനിയ പെഡിസ് പഠിച്ചു, ടീനിയ ക്രൂസിസ് പഠിച്ചു, അതുപോലെ ടീനിയ ഇംബ്രിക്കാറ്റ പഠിച്ചിട്ടുണ്ട്, ടീനിയ ഇൻഗ്വണം പഠിച്ചിട്ടുണ്ട്, ടീനിയ മാനം. ഇതൊക്കെ നമ്മൾ ഡെർമറ്റോഫൈറ്റിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ നിങ്ങൾ പഠിച്ചാണ്. പിന്നെ ഇതിൻ്റെ ലാബ് ഡയഗ്നോസിസ് ആയിരുന്നു. അതിൽ ട്രൈക്കോഫൈറ്റനിലെ മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ മൈക്രോസ്കോപ്പി ആണ് അല്ലേ. ഇതിൻ്റെ മൈക്രോസ്കോപ്പിയിൽ ട്രൈക്കോഫൈറ്റനിൽ പെൻസിൽ ഷേപ്ഡ് ഓർ സിഗാർ ഷേപ്ഡ് മൈക്രോകോണീഡിയയും അബണ്ടൻ്റ് ആയിട്ട് മൈക്രോകോണീഡിയ ഉണ്ടായിരുന്നു. അതുപോലെ മൈക്രോസ്പോറത്തിൽ സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള മൈക്രോകോണീഡിയ ആയിരുന്നു. അതുപോലെ എപ്പിഡെർമോഫൈറ്റനത്തിൽ ക്ലബ് ഷേപ്ഡ് ആയിട്ടുള്ള മൈക്രോകോണീഡിയ ആയിരുന്നു എന്നുള്ളത്. ഈ രണ്ട് കേസിലും എന്ത് വരുന്നില്ല? മൈക്രോകോണീഡിയ റയർ ഓർ ആബ്സെൻ്റ് ആണ്. സോ ഇത്ര ആയിരുന്നു. പിന്നെ അത് കൂടാണ്ട് ഡെർമറ്റോഫൈറ്റിൻ്റെ കേസിൽ നമ്മൾ ഹെയർ പെർഫറേഷൻ ടെസ്റ്റ്, സ്കിൻ ടെസ്റ്റുകൾ, അതുപോലെ ഡെർമറ്റോഫൈറ്റ് ടെസ്റ്റ് മീഡിയ, ഡെർമറ്റോഫൈറ്റ് ഐഡൻറ്റിഫിക്കേഷൻ മീഡിയ, ഇതൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഡെർമറ്റോഫൈറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ഇതോടെ നമ്മൾ ആ സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്തു. ഇത്രയും നേരം പറഞ്ഞതിനപ്പുറം നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരൊറ്റ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ കംപ്ലീറ്റ് ക്ലാസ്സസ് ഒരു 2 hour വരെയെങ്കിലും നിങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഒരു 10-15 മിനിറ്റോ കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാൽ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടേബിൾസ് വെച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് റിവിഷൻ ഒറ്റ സ്ട്രെച്ചിൽ കഴിയുന്നതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് ആണ്. അതായത് മൈസോറ്റോമ, സ്പോറോട്രിക്കോസിസ്, ക്ലോമോബ്ലാസ്റ്റോമ മൈക്കോസിസ്, റൈനോസ്പൊറിഡിയോസിസ്. എന്തായിരുന്നു സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് എന്ന് പറഞ്ഞാൽ? സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ലെയർ വരെ ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഇത് മെയിൻലി ഇൻഫെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു മൈക്കോസിസ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിൽ എന്തെങ്കിലും ട്രോമ അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് അതുവഴിയാണ് ഈ സബ്ക്യൂട്ടേനിയസ് ലെയറിലേക്ക് ഈ ഒരു ഫംഗസ് കയറുന്നത്. ഇപ്പോൾ ഒരു ഈ റോസ് പ്രിക്ക് കാരണമൊക്കെ നമുക്ക് ഈ ഒരു സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവുക, ആ ഇഞ്ചുറി വഴി അല്ലെങ്കിൽ ട്രോമ വഴിയായിരിക്കും ഈ ഒരു ഫംഗസ് നമ്മളുടെ ബോഡീൻ്റെ അകത്തേക്ക് കയറുന്നത്. ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിൽ ഗ്രാനുലോമാറ്റസ് ആയിട്ടുള്ള ഒരു ലീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഇതേപോലെ എന്തെങ്കിലും സ്കിന്നിലൊക്കെ ട്രോമ വഴിയാണ്. സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൽ ഗ്രാനുലോമാറ്റസ് ലീഷൻസ് ആണ് ഇവർ മെയിൻലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് എന്ന് പറയുന്നത്? മൈസെറ്റോമ, ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ്, റൈനോസ്പൊറിഡിയോസിസ്, സ്പോറോട്രിക്കോസിസ് ഒക്കെയാണ് ഈ സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസിൽ വരുന്നത്. എന്തായാലും പഠിച്ചു വെക്കുക. മൈസെറ്റോമ, ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ്, റൈനോസ്പൊറിഡിയോസിസ്, സ്പോറോട്രിക്കോസിസ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് മൈസെറ്റോമയാണ്. മൈസെറ്റോമ എന്ന് പറയുമ്പോൾ നമ്മളതിനെ മധുര മൈക്കോസിസ് എന്നോ മധുര ഫൂട്ട് എന്നോ പറയാറുണ്ട്. കാരണം ഇത് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്തിരിക്കുന്നത് മധുരയിലാണ്. സോ അതുകൊണ്ട് നമുക്കതിനെ മധുര മൈക്കോസിസ് എന്ന് പറയും.
അപ്പോൾ കോമൺലി ഇത് എഫക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഫൂട്ടിലാണ്. അതുകൊണ്ടാണ് അതിനെ മധുര ഫൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മൈസോട്ടോമിൻ്റെ വേറെ പേരുകളാണ് മധുര മൈക്കോസിസ് ആൻഡ് മധുരൈ ഫൂട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടും മൈസോട്ടോമ തന്നെയാണ്. പക്ഷേ മൈസോട്ടോമിൻ്റെ കോസറ്റീവ് ഏജൻറ്റ് പറയുന്നതിൻ്റെ മുന്നേ മൈസോട്ടോമേനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യെസ്, യു മൈസോട്ടോമ, ആക്ടിനോമൈസോട്ടോമ ആൻഡ് ബോട്രിയോമൈസോട്ടോമ എന്ന് പറഞ്ഞിട്ട്. ഏതൊക്കെയാണ്? യു മൈസോട്ടോമ, ആക്ടിനോമൈസോട്ടോമ ആൻഡ് ബോട്രിയോമൈസോട്ടോമ. യു മൈസോട്ടോമ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഫംഗസ്. ശരിക്കും ട്രൂ ആയിട്ടുള്ള മൈസോട്ടോമ എന്ന് പറയുന്നത് ഈ യു മൈസോട്ടോമ. യു മീൻസ് ട്രൂ എന്നുള്ള മീനിങ് ആണ്. സോ ഫംഗൽ ഏജൻ്റ് ആണ് ഇത് കോസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് യു മൈസോട്ടോമ എന്ന് പറയുന്നത്. പകരം ബാക്ടീരിയൽ ഏജൻറ്റ് ആക്ടിനോമൈസൈഡ്സ്, നൊക്കാഡിയ ഒക്കെയാണ് ഇത് മൈസോട്ടോമ കോസ് ചെയ്യുന്നതെങ്കിൽ അത് ശരിക്കും ഫംഗൽ ഇൻഫെക്ഷൻ ആണോ? അല്ല, അത് ബാക്ടീരിയൽ ആണ്. ഇപ്പോൾ ഈ ആക്ടിനോമൈസൈഡ്സ്, നൊക്കാഡിയ എന്നൊക്കെ പറഞ്ഞാൽ ബ്രാഞ്ചിങ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ഓക്കെ, ഈ ബ്രാഞ്ചസ് ഉള്ള ഈ ബാക്ടീരിയ ആണ് ഇത് മൈസോട്ടോമ കോസ് ചെയ്യുന്നത്. അതിനെ ആക്ടിനോമൈസോട്ടോമ എന്ന് പറയും. ഈ ബോട്രിയോമൈക്കോസിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫ് ഓറിയസ് ഒക്കെയാണ് മൈസോട്ടോമ കോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ മൈക്കോസിസ് മൈസോട്ടോമ എന്ന് പറയും. അപ്പോൾ മൈസോട്ടോമേനെ നമ്മൾ ഓൾറെഡി മധുര മൈക്കോസിസ് ഓർ മധുരൈ ഫൂട്ട് 3 ടൈപ്പ് ഉണ്ട്. യു മൈസോട്ടോമ, ആക്ടിനോമൈസോട്ടോമ ആൻഡ് ബോട്രിയോമൈസോട്ടോമ. യു മൈസോട്ടോമയാണ് കറക്റ്റ്ലി ഫംഗൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. ആക്ടിനോമൈസോട്ടോമ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഏജൻസ് ആണ്. ബോട്രിയോമൈക്കോസിസ് ആണെങ്കിൽ സ്റ്റാഫ് ഓറിയസ് ആണ് അതിൻ്റെ കോസിറ്റീവ് ഏജൻറ്റ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് നോക്കാം. ഓക്കെ, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ട്രയാഡ് 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒന്ന് ട്യൂമർ ലൈക്ക് സ്വെല്ലിംഗ് ആണ്. അപ്പോൾ നമുക്കറിയാം, യെസ്, ഇവിടെ കാണാം അല്ലേ, എന്താണ് ഫൂട്ടിലാണ് മെയിൻലി ഇഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ആദ്യം സ്വെല്ലിംഗ് ഉണ്ട്. മൊത്തത്തിൽ ട്യൂമർ അല്ല, ട്യൂമർ ലൈക്ക് സ്വെല്ലിംഗ് വരുന്നുണ്ട്. സോ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഡിസ്ചാർജിങ് സൈനസസ് ആണ്. ട്യൂമർ ലൈക്ക് സ്വെല്ലിംഗ് വരുന്നുണ്ട്, അതുകൂടെ തന്നെ കുറേ സൈനസസ് ഇവിടെ കാണാം അല്ലേ. യെസ്, സൈനസസ് ഉണ്ട്, അതിൽ നിന്ന് പസ് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. അതായത് ഡിസ്ചാർജിങ് സൈനസസ് ഉണ്ട്, സ്വെല്ലിംഗ് വരുന്നുണ്ട്. ലാസ്റ്റ് എന്താണ്? യെസ്, ഡിസ്ചാർജ് ഓഫ് ഗ്രാനുൾസ്. ഈ സൈനസസിൽ നിന്ന് നമ്മൾ പസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഗ്രാനുൾസ് കാണും. ആ ഗ്രാനുൾസിനെ നമ്മൾ സൾഫർ ഗ്രാനുൾസ് എന്നാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ യെല്ലോ കളർ ഗ്രാനുൾസ് ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മളതിനെ സൾഫർ കണ്ടെയ്നിങ്, സൾഫർ എന്നുള്ളത് ഉള്ളതുകൊണ്ടല്ല, യെല്ലോ കളർ ഗ്രാനുൾസ് ആണ്, അതുകൊണ്ടാണ് അതിനെ സൾഫർ ഗ്രാനുൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിൽ മെയിൻലി 3 കാര്യങ്ങളാണ് മൈസോട്ടോമിൽ പഠിക്കാനുള്ളത്. ട്യൂമർ ലൈക്ക് സ്വെല്ലിങ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഡിസ്ചാർജിങ് സൈനസസ് ഉണ്ട്, അതിൽ നിന്ന് പസ് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ സൾഫർ ഗ്രാനുൾസും പ്രസൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കോമൺലി എഫക്റ്റ് ചെയ്യുന്ന എവിടെയാണ്? ഫീറ്റാണ്. പക്ഷേ ഇത് ഇത്രയും വലിയ കാണാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഈ ലീഷൻസ് പെയിൻലെസ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് പെയിനൊന്നുമില്ല. ട്യൂമർ ലൈക്ക് ആണ്, സൈനസസ് ഉണ്ട്, ഡിസ്ചാർജിങ് ആണെങ്കിൽ കൂടി നമുക്ക് പ്രത്യേകിച്ച് പെയിൻഫുൾ ഒന്നും അല്ല. ഓക്കെ, പിന്നെ ഇത് ചിലപ്പം എന്താണ് നമ്മൾ അണ്ടർലൈങ്, ഇപ്പോൾ പുറത്താണ് ഉള്ളതെങ്കിലും കൂടി നമ്മൾ അണ്ടർലൈങ് ടിഷ്യൂസിനെയും ബോണി ലീഷൻസിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യാം. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനായിട്ട്. മെയിൻലി ലാബ് ഡയഗ്നോസിസ് പറയുമ്പോൾ നമുക്കറിയാം 3 കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ, യു മൈസോട്ടോമ, ആക്ടിനോമൈസോട്ടോമ. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാക്രോസ്കോപ്പിക് അപ്പിയറൻസ് നോക്കാൻ പറ്റും. അതേപോലെ നമ്മൾ യൂമൈസറ്റോമയാണ് സസ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ ചെയ്യേണ്ടത് എന്താണ്? KOH മൗണ്ട് ആണ് കേട്ടോ. യൂമൈസറ്റോമയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ ചെയ്യേണ്ടത് KOH മൗണ്ട് ആണ്. കാരണം ഫംഗസിന് വേണ്ടിയിട്ടാണെന്നല്ലോ നമ്മൾ KOH മൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതല്ല ആക്ടിനോമൈസറ്റോമയാണ് സസ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ ഗ്രാം സ്റ്റെയിനിങ് ചെയ്യാൻ പറ്റും. അതല്ല നൊക്കാഡിയാണ് സസ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആസിഡ് ഫസ്റ്റ് സ്റ്റെയിൻ. കാരണം മോഡിഫൈഡ് ആസിഡ് ഫസ്റ്റ് 5% H2SO4 ഉപയോഗിച്ചിട്ട് നമ്മൾ ആസിഡ് ഫസ്റ്റ് സ്റ്റെയിൻ ചെയ്യാറില്ലേ, അത് നൊക്കാഡിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ യൂമൈസറ്റോമയാണ് സസ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ KOH മൗണ്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആക്ടിനോമൈസറ്റോമയാണ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഗ്രാം സ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഗ്രാം സ്റ്റെയിൻ ചെയ്തത് ഞാൻ പറഞ്ഞു, ആക്ടിനോമൈസൈഡ്സ് എന്ന് പറയുന്നത് ഫിലമെൻറ്റസ് ആയിട്ടുള്ള ഗ്രാം പോസിറ്റീവ് ബാസിലെയാണ്. നൊക്കാഡിയാണ് സസ്പെക്ട് ചെയ്യുന്നത്, അത് ഓൾറെഡി പാർഷ്യലി ആസിഡ് ഫാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മോഡിഫൈഡ് ആസിഡ് ഫാസ്റ്റ് 5% H2SO4 യൂസ് ചെയ്തിട്ട് നൊക്കാഡിയനെ എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റെയിൻ. ഓൾറെഡി നമ്മൾ KOH മൗണ്ടും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റെയിനിൽ
ഇവിടെ നമുക്ക് യൂമൈസറ്റോമൻ്റെ കേസിൽ ഗ്രാനുലോമാറ്റസ് ആയിട്ടുള്ള പാൽസൈഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഹൈഫേ വിത്ത് സിമെൻറ്റ് സൾഫർ ഗ്രാനൂൾസ് ആണ് മെയിൻലി ഇതിൽ പറയുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? യെസ്, പാൽസൈഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഹൈഫേ ഇൻ സിമെൻറ്റ് സബ്സ്റ്റൻസിൽ. എന്നാൽ ആക്ടിനോമൈസിഡ്സിൻ്റെ കേസിലാണെങ്കിൽ ഫിലമെൻറ്റസ് ബാക്ടീരിയ അറ്റ് മാർജിൻ. ഇപ്പോൾ രണ്ട് കേസിലാണെങ്കിലും ഈ സൺറേ അപ്പിയറൻസ് എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നുണ്ട്. രണ്ട് കേസിലാണെങ്കിലും സൺറേ അപ്പിയറൻസ്. മൈസറ്റോമൻ്റെ കേസിലാണ് സൺറേ, നിങ്ങൾക്ക് ഇവിടെ കാണാം, ജസ്റ്റ് സണ്ണ് നമ്മൾ വരയ്ക്കും പോലെ ഇങ്ങനെ ഫിലമെൻറ്റസ്. ഇവിടെ ഒരു കേസിൽ ഇവിടെ ഫിലമെൻറ്റസ് ആയിട്ടുള്ള ഹൈഫേ കാരണമാണ്, ഇവിടെ ഫിലമെൻറ്റസ് ആയിട്ടുള്ള ബാക്ടീരിയ കാരണമാണ് ഈ സൺറേ അപ്പിയറൻസ് വരുന്നത്. ഇപ്പോൾ രണ്ട് കേസിൽ ഹിസ്റ്റോപാത്തോളജിക്കലി നിങ്ങൾ സൾഫർ ഗ്രാനൂൾസ് ആണ് മെയിൻലി പഠിക്കേണ്ടത്. സൾഫർ ഗ്രാനൂൾസ് കാണുന്നത് മൈസറ്റോമൻ്റെ കേസിലാണ്, രണ്ടിലും സൺറേ അപ്പിയറൻസ് കാണുന്നു എന്നുള്ള കാര്യം കൂടി മൈസറ്റോമൻ്റെ കേസിൽ ഓർത്ത് വെക്കുക. സോ അതാണ് മൈസറ്റോമയിൽ പറയാനുള്ളത്. മൈസറ്റോമ നമുക്ക് പറയാനുള്ളത് മധുര ഫൂട്ട്, മധുര മൈസറ്റോമ, പിന്നെ പറഞ്ഞത് നമ്മൾ യൂമൈസറ്റോമയുണ്ട്, ആക്ടിനോമൈസറ്റോമയുണ്ട്, ബ്യൂട്രിയോ മൈസറ്റോമയുണ്ട്. പിന്നെ നമ്മളതിൻ്റെ മൈക്രോസ്കോപ്പി ചെയ്യുകയാണെങ്കിൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞു അല്ലേ, ട്രയാഡ്സ് ഉണ്ട്. നമ്മൾ ഫൂട്ടിലാണെങ്കിൽ സ്വെല്ലിങ്സ് ഉണ്ടാവും, സൈനസസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡിസ്ചാർജിങ് ഗ്രാനൂൾസ് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ പിന്നെ നമ്മളതിൻ്റെ ലാബ് ഡയഗ്നോസിസ് ആയിട്ട് യൂമൈസറ്റോമയാണെങ്കിൽ KOH മൗണ്ട് ചെയ്യും, ആക്ടിനോമൈസറ്റോമയാണെങ്കിൽ ഗ്രാം സ്റ്റെയിൻ ചെയ്യും, നൊക്കാർഡിയ സസ്പെക്ട് ചെയ്യുന്ന കേസിൽ ആസിഡ് ഫാസ്റ്റ് മോഡിഫൈഡ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനും ചെയ്യും പറഞ്ഞു. ഹിസ്റ്റോപാത്തോളജിക്കലി ആണെങ്കിൽ നമ്മൾ ഗ്രാനൂൾസ്, സൾഫർ ഗ്രാനൂൾസിനെ നമുക്ക് എങ്ങനെയാണ് സൺറേ അപ്പിയറൻസിൽ കാണാൻ പറ്റും. ഒന്നിൽ ഇപ്പോൾ യൂമൈസറ്റോമൻ്റെ കേസിൽ അത് ഫിലമെൻറ്റസ് ഹൈഫേൻ്റെ പ്രസൻസിലാണ്, ആക്ടിനോമൈസിഡ്സിൻ്റെ കേസിൽ ഈ ബ്രാഞ്ചിങ് ബാക്ടീരിയൻ്റെ പ്രസൻസിലാണ്. രണ്ടാമത്തത് നെക്സ്റ്റ് ആയിട്ടുള്ള സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് ആണ്, ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് എന്ന് പറയും. ഓൾറെഡി പേരിൽ തന്നെ ഉണ്ട്, ക്രോമോ മീൻസ് കളർ. സോ അവിടെ എന്തായിരിക്കും? യെസ്, ഇതൊരു ഡാർക്ക് ഫിയോയിഡ് ഫംഗസ് ആണ് അല്ലെ, ഡാർക്ക് പിഗ്മെൻറ്റഡ് ഫംഗസ് ആണ്. പേരോർത്ത് വെക്കുക, ക്രോമോ മീൻസ് കളർ എന്നാണ്. സോ എന്തായിരിക്കും? ഡാർക്ക് പിഗ്മെൻറ്റഡ് ഫംഗസ് ആണ്. പോസിറ്റീവ് ഏജൻറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഫോൺസിസിയല്ല, ഫിയാലോഫോറ, ക്ലാഡോസ്പൊറിഡിയം, റൈനോക്ലാഡിയല്ല, ഇതൊക്കെയാണ് നമുക്ക് മെയിൻലി കോസിറ്റിക് ബ്ലാസ്റ്റോമൈക്കോസിസിൻ്റെ എന്തായിട്ട് വരുന്നത്? യെസ്, കോസിറ്റീവ് ഏജൻ്റ് ആയിട്ട് വരുന്നത് ഫോൺസീഷ്യ, ഫിയാലോഫോറ, ക്ലാഡോസ്പൊറിഡിയം, റൈനോക്ലാഡിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ നമുക്ക് മൈസോട്ടോമിയായിട്ട് കമ്പയർ ചെയ്ത് പറയാം. ഇവിടെ ലീഷൻസ് എന്ന് പറയുന്നത് വെറിക്കോസ് ലീഷൻസ് ആണ് വരുന്നത്. നമുക്ക് അവിടെ ട്യൂമർ ലൈക്ക് ലീഷൻസ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ വെറിക്കോസ് ലീഷൻസ് ആണ്. പിക്ചർ കാണിച്ചു തരാം. നമ്മുടെ ബോഡിയിൽ എവിടെയും ഉണ്ടാവാം, പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാം. യെസ്, വെറിക്കസ് ലീഷൻസ് ആണ് നമുക്ക് ഈ ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസിൻ്റെ കേസിൽ വരുന്നത്. അതൊരു ക്രസ്റ്റഡ് അൾസറേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോഡൂലൊക്കെ ഉള്ള ഒരു ലീഷൻസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ലാബ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ സ്ക്ലീറോട്ടിക് ബോഡിയാണ്. നമ്മൾ മൈക്രോസ്കോപ്പി അല്ല, ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റെയിൻ ചെയ്യുന്നു. അവിടെ സൾഫർ ഗ്രാനൂളാണ് മൈസറ്റോമിൻ്റെ കേസിൽ, ഇവിടെ സ്ക്ലീറോട്ടിക് ബോഡി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കതിനെ വേറെ പേര് പറയാറുണ്ട്, കോപ്പർ പെന്നീസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫീച്ചേഴ്സാണ് ഈ സ്ക്ലീറോട്ടിക് ബോഡിയും കോപ്പർ പെന്നീസ് എന്ന് പറയും. അതുകൂടാണ്ട് മെഡ്ലാർ ബോഡി എന്നോ മ്യൂരിഫോം സെൽസ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. പക്ഷേ ഓർത്ത് വെക്കുക, ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് കോപ്പർ പെന്നി, ബ്രൗൺ കളേർഡ് ആയിട്ടുള്ള റൗണ്ട് ഈസ്റ്റ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? കോപ്പർ പെന്നീസ് അല്ലെങ്കിൽ സ്ക്ലീറോട്ടിക് ബോഡീസ് എന്നാണ് ഇതിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാറ്. അതാണ് നമ്മൾ ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസിൽ ആകെ പറഞ്ഞ് 2 പോയിൻ്റേ ഉള്ളൂ. ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് എന്ന് പറയുന്ന ഒരു എന്താണ്, ബ്ലാക്ക് കളേർഡ് ഫംഗസ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ലീഷൻസ് എന്ന് പറയുന്നത് വെറിക്കോസ് ലീഷൻസ് ആണ് വരുന്നത്. സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പർ പെന്നീസ് അല്ലെങ്കിൽ നെക്സ്റ്റ് റൈനോസ്പൊറിഡിയോസിസിൻ്റെ കോസിറ്റീവ് ഏജൻറ്റ് എന്ന് പറയുന്നത് റൈനോസ്പൊറിഡിയം സീബീരിയ ആണ്. സോ ഇവിടെ നമ്മൾ ഈ റൈനോസ്പൊറിഡിയത്തിനെ നമ്മൾ ഫംഗസ് ആയിട്ടല്ല ഇപ്പോൾ കണക്കാക്കുന്നത്, അതൊരു പ്രോട്ടോസോവൻ പാരസൈറ്റാണ്. ഇത് ഇത്രയും കാലം നമ്മൾ അതിനെ ഫംഗസ് ആയിട്ട് കണക്ക് കൂട്ടിയിട്ടെങ്കിൽ ഇനി മുതൽ അതെന്താണ്, ഒരു പ്രോട്ടോസോവൻ പാരസൈറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സ്റ്റാഗ്നൻ്റ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന വെള്ളം. സോ ആ ഒരു വെള്ളത്തിൽ നമ്മൾ കുളിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പോർഷനാണ് ആ ഒരു വെള്ളമായിട്ട് കോൺടാക്റ്റ് വരുന്നത്? മെയിൻലി ഐ, ഇയർ, നോസ് ഒക്കെ ജനൈറ്റൽ ഏരിയ ഒക്കെ ആയിരിക്കും ഇവർ ഈ വെള്ളത്തുമായിട്ട് കോൺടാക്റ്റ് വരുന്നത്. അവിടെയാണ് നമുക്ക് ഇതിൻ്റെ ക്ലിനിക്കൽ സിംറ്റംസ് കാണാം.
ഇപ്പോൾ റൈനോസ്പൊറിഡിയോസിസ് എന്ന് പറയുന്നത് കറൻ്റ്ലി ഇപ്പം എന്താണ് ഒരു പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ്. ഓക്കെ, സോ മെയിൻലി നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ കിട്ടുക എങ്ങനെയാണ്? യെസ്, സ്റ്റാഗ്നൻറ്റ് വാട്ടർ ഓർ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ. സോ ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പേരിൽ തന്നെ ഉണ്ട്, റൈനോസ്പൊറിഡിയ. റൈനോ മീൻസ് നോസ്. അപ്പോൾ നോസിലായിരിക്കും കോമൺലി ഉണ്ടാവുന്നത്. എല്ലാ ഞാൻ പറഞ്ഞ ഇയേഴ്സും ബ്രോങ്കസും ജനൈറ്റലിയും ഒക്കെ എഫക്റ്റ് ചെയ്യുമെങ്കിലും കൂടുതലായിട്ട് നോസിലായിരിക്കും ഉണ്ടാവുന്നത്. ലാർജ് ഫ്രയബിൾ പോളിപ്സ് ആണ് നോസിൽ ഉണ്ടാവുന്നത്. മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറഞ്ഞാൽ നോസ്. റൈനോ എന്ന് പഠിച്ചു വെച്ചാൽ തന്നെ അറിയാം നമ്മുടെ നോസാണ്. നിങ്ങൾ പിക്ചേഴ്സിൽ കാണുന്നത് പോലെ ലാർജ് പോളിപ്സ് ആണ് നോസിലുണ്ടാവുന്നത്. സോ അതിൻ്റെ ലാബ് ഡയഗ്നോസിസ് എന്താണെന്ന് വെച്ചാൽ ലാബ് ഡയഗ്നോസിസിൽ സ്ഫെറിയൂൾസ് കാണാൻ പറ്റും. യെസ്, ലാബ് ഡയഗ്നോസിസിൽ നിങ്ങൾ പിക്ചർ നോക്കുക. യെസ്, ഇവിടെ നമ്മൾ ഇതിൻ്റെ കേസിൽ കോപ്പർ പെന്നീസ് പഠിച്ചു അല്ലേ. ക്രോമോപ്ലാസ്റ്റോമൈക്കോസിസിൻ്റെ കേസിൽ കോപ്പർ പെന്നീസ് പഠിച്ചു, അല്ലെങ്കിൽ സ്പെക്യൂൾസ് പഠിച്ചു. ഇവിടെ നമുക്ക് സ്പെറിയൂൾസ് ആണ് കാണുന്നത്. ലാർജ് സ്പൊറാഞ്ചിയ, അതിൻ്റെ ഉള്ളിൽ നിറയെ എൻഡോസ്പോസ് ഒക്കെ ഉള്ളതാണ് എന്താണ് ഈ റൈനോസ്പൊറിഡിയോസിസ്. വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, നമുക്ക് ഈ റൈനോസ്പൊറിഡിയത്തിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉള്ള പോയിന്റ്. ഒരു എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ റൈനോസ്പൊറിഡിയത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. നോട്ട് ചെയ്ത് വെക്കുക. ഈ സ്പെറിയൂൾസിൻ്റെ കാര്യം നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ ഈ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യവും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. യെസ്, അടുത്തതാണ് സ്പോറോട്രിക്കോസിസ് എന്ന് പറയുന്നത്. സ്പോറോട്രിക്കോസിസ് എന്ന് പറഞ്ഞാൽ നമുക്കതിന് റോസ് ഗാർഡനേസ് ഡിസീസ് എന്ന് പറയാം. പേരിൽ തന്നെയുണ്ട്, റോസ് ഗാർഡനേസ് ഡിസീസ്. കോസ് ചെയ്യുന്നത് സ്പോറോത്രിക് ഷെങ്കിയാണ്. കാരണം ഈ സ്പോറോത്രിക് ഷെങ്കി റോസ് ഗാർഡനേസ് ഡിസീസ് അതിന് പേര് വരാൻ കാരണം എന്തായിരിക്കും? യെസ്, ഈ റോസ് പിക്കേഴ്സിലാണ് ഈ ഒരു ഡിസീസ് കോമൺ ആയിട്ട് വരുന്നത് അല്ലേ. മോസ്റ്റ് കോമൺലി എഫക്റ്റ് ചെയ്യുന്നത് ഈ ഫോറസ്റ്റ് വർക്കേഴ്സിൽ അല്ലെങ്കിൽ ഈ ഗാർഡനേഴ്സിലൊക്കെ ആയിരിക്കും റോസ് പ്രിക്ക് ഡിസീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഈ റോസ് പ്രിക്ക് കാരണം നമ്മുടെ ബോഡിൻ്റെ ഉള്ളിലേക്ക് ഇത് എൻ്റർ ചെയ്തിട്ട് ആ ഒരു ലിംഫാറ്റിക് വഴി അതിങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണാൻ പറ്റും അല്ലേ. ഈ ലിംഫാറ്റിക്കിലേക്ക് അത് സ്പ്രെഡ് ചെയ്യും. ആ ലിംഫാറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ആ സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? യെസ്, അൾസറേഷനും അതേപോലെ നൊഡ്യൂൾസും കാണാൻ പറ്റും. മൾട്ടിപ്പിൾ സീരീസ് നൊഡ്യൂൾസ് ആൻഡ് അൾസറേഷൻ എന്ന്. കാരണം അവർ പോകുന്ന പാത്തിലൊക്കെ ഈ ഒരു നൊഡ്യൂളും അൾസറേഷനും ഉണ്ടാവും. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. യെസ്, മൾട്ടിപ്പിൾ സീരീസ് നൊഡ്യൂൾസ് ആൻഡ് അൾസറേഷൻസ് കാണാൻ പറ്റും. ലിംഫാറ്റിക്കിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് കോസ് ചെയ്യുന്നത് ആരാണ്? സ്പോറോത്രിക് ഷെങ്കിയാണ്. ഇതിൻ്റെ ലാബ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പഠിക്കാനുള്ളത് സിഗാർ ഷേപ്ഡ് ആസ്ട്രോയിഡ് ബോഡി. ആസ്ട്രോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർ ഇറേഡിയേറ്റഡ് ആയിട്ടാണ് പറയാറുള്ളത് അല്ലേ. സ്റ്റാർ ഷേപ്പ്ഡ് ആയിട്ടുള്ള ആസ്ട്രോയിഡ് ബോഡിയാണ് നമ്മളെ സ്പോറോത്രിക് ഷെങ്കീൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാബ് ഡയഗ്നോസിസിൽ അല്ലെങ്കിൽ ഹിസ്റ്റോപാത്തോളജി ഡയഗ്നോസിസിൽ നിങ്ങൾ പഠിക്കാറുള്ളത്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. സ്പോറോത്രിക് ഷെങ്കി എന്ന് പറയുമ്പോൾ ഇതിൽ സെൻറ്ററിൽ കാണുന്ന നമുക്കറിയാം ഈ സ്പോറോത്രിക് ഷെങ്കി എന്ന് പറയുന്നത് ഡൈമോർഫിക് ആണെന്ന് അല്ലേ. അതിൽ സെൻറ്ററിൽ കാണുന്ന ഈസ്റ്റാണ്. അതിൻ്റെ ചുറ്റും എന്ത് വരുന്നുണ്ട്? യെസ്, ആസ്ട്രോയിഡ് ഷേപ്പായിട്ടുള്ള ഒരു ബോഡീസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഈ ആസ്ട്രോയിഡ് ബോഡി എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോന്നിനും ഓരോ ലാബ് ഡയഗ്നോസിസ് ആണ് വരുന്നത് അല്ലേ. യെസ്, നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം. മൈസറ്റോമ എന്ന് പറയുമ്പോൾ നമുക്കവിടെ മധുരൈ മൈക്കോസിസ് എന്നുള്ള മധുരൈ ഫൂട്ട് എന്നൊക്കെയാണ് നമ്മളവിടെ പഠിച്ചത്. സ്വെല്ലിങ്, ഒരു ട്രയാഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്വെല്ലിങ് ഉണ്ടായിരുന്നു, സൈനസസ് ഉണ്ടായിരുന്നു, അതിൽ ഗ്രാന്യൂൾസും ഉണ്ടായിരുന്നു. അതിൻ്റെ ഹിസ്റ്റോപാത്തോളജിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത് സൾഫർ ഗ്രാന്യൂൾസ് ആണ്. അതായത് സൺറേ അപ്പിയറൻസ് ഉണ്ടാവും. യൂമൈസറ്റോമ ആയിക്കോട്ടെ, ആക്ടിനോമൈസറ്റോമ ആയിക്കോട്ടെ. ഇനി നമ്മൾ ക്രോമോബ്ലാസ്റ്റോസിസിൻ്റെ കേസിൽ അത് കോസ് ചെയ്യുന്നത് മെയിൻലി ഒരു ബ്ലാക്ക് കളേർഡ് ഫംഗസ് ആയിരുന്നു. വെറുക്കസ് ലീഷൻസ് ആണ് ഇവിടെ ഉണ്ടാകുന്ന ലീഷൻസ് എന്ന് പറയുന്നത്. കോപ്പർ പെന്നീസ് ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഓക്കെ, റൈനോസ്പൊറിഡിയോസിസിൻ്റെ കേസിൽ റൈനോസ്പൊറിഡിയം സീബേരിയാണ്. സോ ഈ റൈനോസ്പൊറിഡിയം സീബേരിയയിൽ നമുക്ക് മെയിൻലി നോസ് ആയിരുന്നു എഫക്റ്റ് ചെയ്തിരുന്നത്. അതിൽ
സ്ഫെറിയൂൾസ് ആയിരുന്നു നമ്മൾ ലാബ് ഡയഗ്നോസിസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് സ്ഫെറിയൂൾസ് ആയിരുന്നു. സ്പോറോട്രിക്കോസിസിൻ്റെ കേസിൽ നമുക്കറിയാം മൾട്ടിപ്പിൾ സീരീസ് ലീഷൻസ് ഓഫ് നോഡ്യൂൾസ് ആൻഡ് അൾസറേഷൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്തുണ്ട്, ആസ്ട്രോയിഡ് സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള ആസ്ട്രോയിഡ് ബോഡീസ് ആണ് സ്പോറോട്രിക്കോസിസിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാബ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സിസ്റ്റമിക് മൈക്കോസിസ് ആണ്. നമ്മളിപ്പോൾ നോക്കിയത് സബ്ക്യൂട്ടേനിയസ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സിസ്റ്റമിക് മൈക്കോസിസ് ആണ്. സിസ്റ്റമിക് മൈക്കോസിസിൽ ആരൊക്കെയാണ് സിസ്റ്റമിക് മൈക്കോസിസ് കോസ് ചെയ്യുന്നത്? ഹിസ്റ്റോപ്ലാസ്മോസിസ്, ബ്ലാസ്റ്റോമൈക്കോസിസ്, കോക്കിഡിയോമൈക്കോസിസ്, പാരാകോക്സിഡിയോമൈക്കോസിസ് ഒക്കെയാണ് സിസ്റ്റമിക് മൈക്കോസിസ് എന്ന് പറയുന്നത്. അത് കോസ് ചെയ്യുന്ന ഏജൻറ്റ് നമുക്ക് പഠിക്കാം. പക്ഷേ സിസ്റ്റമിക് മൈക്കോസിസ് എന്ന് പറയുമ്പം ഇത്രയാണ്: ഹിസ്റ്റോപ്ലാസ്മോസിസ്, ബ്ലാസ്റ്റോമൈക്കോസിസ്, കോക്സിഡിയോമൈക്കോസിസ് ആൻഡ് കോക്സിഡിയോമൈക്കോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോന്നായിട്ട് നോക്കാം. ഈ സിസ്റ്റമിക് മൈക്കോസിസ് കോസ് ചെയ്യുന്ന എല്ലാവരും ഡൈമോർഫിക് ഫംഗസ്. അതാണ് ആദ്യം പഠിക്കാനുള്ളത്. സിസ്റ്റമിക് മൈക്കോസിസ് കോസ് ചെയ്യുന്ന എല്ലാവരും എന്താണ്? ഡൈമോർഫിക് ഫംഗസ്. എന്തായിരുന്നു ഡൈമോർഫിക്? ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. ഈസ്റ്റ് ആയിട്ട് 37 ഡിഗ്രി സെൽഷ്യസിൽ ഈസ്റ്റ് ആയിട്ടും 25 ഡിഗ്രി സെൽഷ്യസിൽ മോൾഡ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയമോർഫിക് ഫംഗസ് എന്ന് പറയുന്നത്. ഹിസ്റ്റോപ്ലാസ്മം ക്യാപ്സുലേറ്റ് ആയിക്കോട്ടെ, ബ്ലാസ്റ്റോമൈസിസ് ഡെർമറ്റൈറ്റിസ് ആയിക്കോട്ടെ, കോക്ടിയോയിഡ്സ് ഇമിറ്റസ് ആയിക്കോട്ടെ, പാരാകോക്ടിഡേസ് ബ്രസീലിയൻസിസ് ആയിക്കോട്ടെ, എല്ലാം എന്താണ്? ഡയമോർഫിക് ഫംഗസ് ആണ്. എന്തായിരുന്നു ഈ സിസ്റ്റമിക് മൈക്കോസിസ് എന്ന് പറഞ്ഞാൽ? സിസ്റ്റമിക് മൈക്കോസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ സബ്ക്യൂട്ടേനിയസിൻ്റെ കേസിൽ പറഞ്ഞാൽ നമുക്ക് ട്രോമ വഴിയായിരുന്നു ബോഡിയിലേക്ക് ഫംഗസ് എത്തുക. സിസ്റ്റമിക്കിൻ്റെ കേസിൽ നമ്മൾ ഇൻഹേൽ ചെയ്യായിരിക്കും ഫംഗസിന്, എന്നിട്ട് ലങ്സിലെത്തും. ഫസ്റ്റ് പ്രൈമറി സൈറ്റ് എന്ന് പറഞ്ഞാൽ ലങ്സിലാണ്. എന്നിട്ട് ബോഡീൻ്റെ എല്ലാ സ്ഥലത്തും ബ്ലഡിലേക്ക് എൻ്റർ ചെയ്ത് ബോഡീൻ്റെ എല്ലാ സ്ഥലത്തേക്കും ഡിസമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് സിസ്റ്റമിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കോസ് ചെയ്യും. ഓക്കെ, ഇതാണ് സിസ്റ്റമിക് മൈക്കോസിസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് സിസ്റ്റമിക് മൈക്കോസിസ് ഹിസ്റ്റോപ്ലാസ്മോസിസ് ആണ് അല്ലേ. ഹിസ്റ്റോപ്ലാസ്മോസിസ് കോസ് ചെയ്യുന്ന ആരാ? ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം. ബ്ലാസ്റ്റോമൈക്കോസിസ് സെക്കൻഡ് വൺ, ബ്ലാസ്റ്റോമൈക്കോമൈസെറ്റ്സ് ഡെർമറ്റൈറ്റിഡിസ് ആണ് കോസ് ചെയ്യുന്നത്. കോക്സിഡിയോമൈക്കോസിസ് കോസ് ചെയ്യുന്നത് കോക്സിഡിയോയിഡ്സ് ഇമിറ്റസ് ആണ്. പാരാകോക്സിഡിയോമൈക്കോസിസ് കോസ് ചെയ്യുന്നത് പാരാകോക്സിഡിയോയിഡ്സ് ബെസിലിയൻസിസ് ആണ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹിസ്റ്റോപ്ലാസ്മോസിസ്. ഹിസ്റ്റോപ്ലാസ്മോസിസിന് നമ്മൾ ഡാർലിംഗ് ഡിസീസ്, ഈ മൈക്കോളജിയിൽ അധികം വേറെ പേരുകൾ, അതിൻ്റെ ലാബ് ഡയഗ്നോസിസിൽ നമ്മൾ കാണുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് ഹിസ്റ്റോപ്ലാസ്മോസിസിന് ഡാർലിംഗ് ഡിസീസ്, സാമുവൽ ഡാർലിംഗ് ആണിത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഡാർലിംഗ് ഡിസീസ് എന്ന് പറയുന്നത്. സോ ഡാർലിംഗ് ഡിസീസ് എന്ന് പറയും. കോസേറ്റീവ് ഏജൻ്റ് ആയിട്ട് വരുന്നത് ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റ് ആണ്. ഇതൊരിക്കലും ക്യാപ്സുലേറ്റഡ് ഓർഗാനിസം അല്ല കേട്ടോ. ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം എന്ന് കണ്ടിട്ട് ക്യാപ്സുലേറ്റഡ് ആണെന്ന് പഠിച്ചു വെക്കരുത്. ക്യാപ്സുലേറ്റഡ് അല്ല. ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ഫംഗസ് എന്ന് പറയുന്നത് ക്രിപ്റ്റോകോക്കസ് ആണ്. അത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് ഡാർലിംഗ് ഡിസീസും ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റും ആണ്. ഓക്കെ, ഇനി അതിൻ്റെ മൈക്രോസ്കോപ്പി. ഈ ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റഡ് എന്ന് പറയുന്നത് ഒരു ഇൻട്രാസെല്ലുലാർ ഫംഗസ് ആണ്. കാരണം മാക്രോഫേജസിൻ്റെ ഉള്ളിലായിരിക്കും ഇത് കാണുന്നത്. നിങ്ങൾക്ക് കാണാം അല്ലേ, മാക്രോഫേജസിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. ഇതൊരു ഈസ്റ്റാണ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, നാരോ ബേസ്ഡ് ബഡ്ഡിംഗ് ആണ് വരുന്നത്. ഈ പോയിന്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നെക്സ്റ്റിൽ നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാനുണ്ട് നെക്സ്റ്റ് ഫംഗസിൽ. അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെയാണ്, ഇൻട്രാസെല്ലുലാർ ആണ്. ഈസ്റ്റ് വിത്ത് ബഡ്ഡിങ് എങ്ങനെയാണ് വരുന്നത്? നാരോ ബേസ്ഡ് ബഡ്ഡിംഗ് എന്ന് പറയുമ്പോൾ 2 സെൽസുകളാണെങ്കിൽ ഇത് ബഡ് ചെയ്യുന്ന ഈ ഒരു ഇതില്ലേ, ഇവിടെ ഇത് നാരോ ആണ്. ഇതിനെയാണ് ബേസ് എന്ന് പറയുന്നത്. ഇവിടെ നാരോ ആണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഉള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ കവർ ചെയ്തു? ഹിസ്റ്റോപ്ലാസ്മോസിസ് കവർ ചെയ്തു. ഹിസ്റ്റോപ്ലാസ്മോസിസിന് ഡാർലിംഗ് ഡിസീസ് എന്ന് പറയും. ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. അത് ഇൻട്രാസെല്ലുലാർ ആണ്. അതിൽ തന്നെ എന്ത് വരുന്നുണ്ട്? നാരോ ബേസ്ഡ് ബഡ്ഡിംഗ് ആണ് വരുന്നത് എന്നുള്ള കാര്യം. നെക്സ്റ്റ് ബ്ലാസ്റ്റോമൈക്കോസിസ് എന്ന് പറയുന്നത് വേറെ പേരുകൾ പഠിച്ചു വെക്കണം. നോർത്ത് അമേരിക്കൻ ബ്ലാസ്റ്റോമൈക്കോസിസ്, ഗിൽക്രിറ്റ്സ് ഡിസീസ്, ചിക്കാഗോ ഡിസീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ബ്ലാസ്റ്റോമൈക്കോസിസിനെയാണ്. പോസിറ്റീവ് ഏജൻ്റ് ആയിട്ട് വരുന്നത് ബ്ലാസ്റ്റോമൈസെറ്റ്സ് ഡെർമറ്റൈറ്റിഡിസ് ആണ്. ആണ് പോസിറ്റീവ് ഏജൻ്റ് ആയിട്ട് വരുന്നത്. എന്തൊക്കെ പേരുകൾ പറഞ്ഞാൽ? നോർത്ത് അമേരിക്കൻ ബ്ലാസ്റ്റോമൈക്കോസിസ്, ഗിൽക്രിറ്റ്സ് ഡിസീസ്, ചിക്കാഗോ ഡിസീസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ബ്ലാസ്റ്റോമൈക്കോസിസ് ആണ്. ഓക്കെ, ഇതിൻ്റെ ലാബ് ഡയഗ്നോസിസ് നോക്കിക്കേ. ഇവിടെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ,
ഹിസ്റ്റോപ്ലാസ്മോസിസിൻ്റെ കേസിലും ഇതേപോലെ ബഡ്ഡിങ് സെല്ലാണ്, പക്ഷെ അവിടെ ഇൻട്രാസെല്ലുലാറാണ്. ഇവിടെ ഇൻട്രാസെല്ലുലാർ ഒന്നല്ല, ഇവർ ഒറ്റയ്ക്ക് സെല്ല് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇവിടെ നോക്കിക്കേ, യെസ് ബ്രോഡ് ബേസ് ആണ്. രണ്ട് ബഡ്ഡിങ് സെൽസ് ഈസ്റ്റർ സെൽസ് ഉണ്ടാവും, പക്ഷേ അത് ബ്രോഡ് ബേസ് ആണ് വരുന്നത്. ബ്രോഡ് ബേസ്, അതിൻ്റെ ഒരു ഔട്ടർ കവറിങ്ങും കൂടി ഉണ്ടാവും. നമ്മൾ വേണമെങ്കിൽ ഫിഗർ ഓഫ് 8 അപ്പിയറൻസ് എന്ന് പറയാം. തിക്ക് വാൾഡ്, ഡബിൾ വാൾഡ്, റൗണ്ട് ഈസ്റ്റർ സെൽസ് വിത്ത് ബ്രോഡ് ബേസ്ഡ് ബഡ്ഡിങ് അപ്പിയറൻസ് ആണ്. ഇവിടെ ബ്രോഡാണ്. മറ്റേ ഹിസ്റ്റോപ്ലാസ്മോസിസിൻ്റെ കേസിൽ എന്തായിരുന്നു? ഇങ്ങനെ, യെസ് നാരോ ബേസ് ബഡ്ഡിങ് ആണ് വരുന്നത്. ബ്ലാസ്റ്റോമൈസിഡ്സിൻ്റെ കേസിൽ എന്താണ് വരുന്നത്? ബ്രോഡ് ബേസ്ഡ് ബഡ്ഡിങ് ആണ്, ഡബിൾ വാൾഡ് ആണ്. പിക്ചർ നോക്കിക്കേ, ഇവിടെ ഡബിൾ വാൾഡ് ആയിട്ടാണ് വരുന്നത്. ബ്രോഡ് ബേസ്ഡ് ബഡ്ഡിങ്ങും വരുന്നുണ്ട്. ഫിഗർ ഓഫ് 8 ഷേപ്പാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഫിഗർ ഓഫ് 8 ഷേപ്പ് വരുന്നത് ബ്ലാസ്റ്റോമൈക്കോസിസിൻ്റെ അല്ലെങ്കിൽ ബ്ലാസ്റ്റോമൈസിഡ്സ് ഡെർമറ്റൈറ്റിഡിൻ്റെ കേസിലാണ്. ഓക്കെ, നമ്മളിത് കവർ ചെയ്തിട്ടുണ്ട്. 2 പോയിന്റുകളായിരുന്നു. കോസേറ്റീവ് ഏജൻറ്റ് ബ്ലാസ്റ്റോമൈക്കസ് ഡെർമറ്റൈറ്റിഡിസ് ആണ്. വേറെ പേരുകൾ പറഞ്ഞു. നോർത്ത് അമേരിക്കൻ ബ്ലാസ്റ്റോമൈക്കോസിസ്, ഗേക്രിച്ച് ഡിസീസ്, ചിക്കാഗോ ഡിസീസ്, പിന്നെ ബ്രോഡ് ബേസ്ഡ് ബഡ്ഡിങ് ഈസ്റ്റർ സെൽസ് വിത്ത് ഡബിൾ വാൾഡ് ആണ് കേട്ടോ. ഡബിൾ വാൾഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അടുത്തത് കോക്സിഡിയോമൈക്കോസിസ് ആണ് വരുന്നത്. കോക്സിഡിയോമൈക്കോസിസിനെ നമ്മൾ എന്ത് പറയും? വാലി ഫീവർ, കാലിഫോർണിയ ഫീവർ, ഡിസേർട്ട് റുമാറ്റിസം എന്നൊക്കെ പറയും. കോക്കിഡിയോയിഡ്സ് ഇമിറ്റീസ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്? കോക്സിഡിയോമൈക്കോസിസ് കോസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് എന്താണ്? കോക്കിഡിയോയിഡ്സ് ഇമിറ്റീസ് ആണ് ഈ ഒരു കോക്സിഡിയോമൈക്കോസിസ് കോസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എന്ത് പറയും? ഡിസേർട്ട് റുമാറ്റിസം, വാലി ഫീവർ, കാലിഫോർണിയ ഫീവർ എന്നൊക്കെ പറയുന്നത് കോക്സിഡിയോയിഡ്സ് മൈക്കോസിസിനെയാണ്. ഓക്കെ, അതിൻ്റെ ഡയറക്റ്റ് മൈക്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെറിയൂൾസ്, നമ്മൾ റൈനോസ്പൊറിഡിയോസിസിൻ്റെ കേസിൽ സ്പെറിയൂൾസ് പറഞ്ഞിട്ടുണ്ടായില്ലേ? യെസ്, അതേപോലെ എൻഡോസ്പോസ് നിറഞ്ഞിട്ടുള്ള നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്പെറിയൂൾസുകൾ കാണാൻ പറ്റും എന്നുള്ളതാണ്. കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ. എൻഡോസ്പോറിയത്തിലും നമ്മൾ സ്പെറിയൂൾസ് പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പാരാകോക്സിഡിയോയിഡ്സ് മൈക്കോസിസ്. പാരാകോക്സിഡിയോമൈക്കോസിസിൻ്റെ കേസിൽ നമ്മൾ അതിനെന്ത് പറയും? പാരാകോക്കിഡിയോയിഡ്സ് ബ്രസീലിയൻസിസ് ആണ് അത് കോസ് ചെയ്യുന്നത്. സൗത്ത് അമേരിക്കൻ ബ്ലാസ്റ്റോമൈക്കോസിസ് ആരായിരുന്നു? നോർത്ത് അമേരിക്കൻ ബ്ലാസ്റ്റോമൈക്കോസിസ് എന്ന് പറയുന്നത്. യെസ്, ബ്ലാസ്റ്റോമൈസിഡ്സ് ഡെർമറ്റൈറ്റിഡിസ് ആണ് നോർത്ത് അമേരിക്കൻ ബ്ലാസ്റ്റോമൈക്കോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സൗത്ത് അമേരിക്കൻ ബ്ലാസ്റ്റോമൈക്കോസിസ് ആരാണ്? പാരാകോക്കിഡിയോയിഡ്സ് ഇമിറ്റിസ് ആണ്. പാരാകോക്കിഡിയോയിഡ്സ് ബ്രസീലിയൻസിസ് ആണ് എന്ത്? സൗത്ത് അമേരിക്കൻ ബ്ലാസ്റ്റോമൈക്കോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ലാബ് ഡയഗ്നോസിസിൽ നമുക്ക് മെയിൻലി ഇതിൻ്റെ അപ്പിയറൻസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മിക്കി മൗസ് അപ്പിയറൻസ് ഓർ പൈലറ്റ് വീൽ അപ്പിയറൻസ്, രണ്ടിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഇത് പൈലറ്റ് വീലാണ്, ഇത് മിക്കി മൗസ് ആണ്. ഒന്നെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, മിക്കി മൗസിനെ പോലെ കാണാൻ പറ്റും, അല്ലെങ്കിൽ പൈലറ്റ്സ് വീലിനെ പോലെ ആയിരിക്കും ഇതിൻ്റെ അപ്പിയറൻസ് വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു. ഇനി നമുക്ക് മൊത്തത്തിൽ നോക്കാം ഇതിലെങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ഹിസ്റ്റോപ്ലാസ് സിസ്റ്റമിക് മൈക്കോസിസ് ആണ് കംപ്ലീറ്റ് നോക്കുന്നത്. ഹിസ്റ്റോപ്ലാസ്മോസിസ് കോസ് ചെയ്യുന്ന ആരാ? ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റ്. ഇതിനെ നമ്മൾ ഡാർലിംഗ് ഡിസീസ് എന്ന് പറയാറുണ്ട്. അതിൽ നമുക്ക് മെയിൻലി ഇതിൻ്റെ ഇൻട്രാ സെല്ലുലാർ ആയിട്ടാണ്, മാക്രോഫേജസിൻ്റെ ഉള്ളിലായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ബഡ്ഡിങ് സെൽസ് വിത്ത് നാരോ ബേസ് ആയിരുന്നു. എന്നാൽ ബ്ലാസ്റ്റോമൈക്കോസിസിൻ്റെ കേസിലോ ബ്ലാസ്റ്റോമൈസിഡ്സ് ഡെർമറ്റൈറ്റിഡിസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. നമ്മളതിന് നോർത്ത് അമേരിക്കൻ ബ്ലാസ്റ്റോമൈക്കോസിസ്, അതുപോലെ ഗിൽക്രിച്ച് ഡിസീസ്, ചിക്കാഗോ ഡിസീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡബിൾ വാൾഡ് ആയിട്ടുള്ള സെൽസ് ആണ് വരുന്നത്. ഡബിൾ വാൾഡ് ബ്രോഡ് ബേസ്ഡ് സെൽ ബഡ്ഡിങ് സെൽസ് ആണ് വരുന്നത്. ഫിഗർ ഓഫ് 8 എന്ന് പറയുന്ന അപ്പിയറൻസ് വരുന്നത് ഈ ബ്ലാസ്റ്റോമൈക്കോസിസിന്. കോക്സിഡിയോമൈക്കോസിസിൻ്റെ കേസിൽ വാലി ഫീവർ, ഡിസേർട്ട് റുമാറ്റിസം, അതേപോലെ കാലിഫോർണിയ ഫീവർ എന്നൊക്കെ പറയുന്നത് ഈ കോക്സിഡിയോയിഡ് മൈക്കോസിസിൻ്റെ കേസിലായിരുന്നു. ഇവിടെ സ്പെറിയൂൾസ് ആണ് വരുന്നത്. സ്പെറിയൂൾസ് ഫിൽഡ് വിത്ത് എൻഡോസ്പോർ, തൗസൻഡ്സ് ഓഫ് എൻഡോസ്പോർ ഫിൽഡ് ചെയ്തിട്ടുള്ള സ്പെറിയൂൾസ് ആയിരുന്നു വരുന്നത്. പാരാകോക്സിഡിയോയിഡ്സിനാണെങ്കിൽ നമ്മളത് പറഞ്ഞത് സൗത്ത് അമേരിക്കൻ മൈക്കോസിസ് ആയിരുന്നു. ഇവിടെ നമുക്ക് പൈലറ്റ്സ് വീൽ അപ്പിയറൻസ് അല്ലെങ്കിൽ മിക്കി മൗസ് അപ്പിയറൻസ് ആണ് പാരാകോക്സിഡിയോയിഡ്സ് മൈക്കോസിസിൻ്റെ കേസിൽ വരുന്നത്. അതിൻ്റെ കോസേറ്റീവ് ഏജൻറ്റ് എന്ന് പറയുന്നത് പാരാകോക്സിഡിയോയിഡ്സ് ബ്രസീലിയൻസിസ് ആണ്. സോ ഇത്രയാണ് നമ്മൾ കംപ്ലീറ്റ് സിസ്റ്റമിക് മൈക്കോസിസ് എന്ന് പറയുന്ന ഏരിയ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ് ആണ്.
ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസിൽ വരുന്നതാണ് കാൻഡിഡിയാസിസ്, ക്രിപ്റ്റോകോക്കോസിസ്, സൈഗോമൈക്കോസിസ്, ആസ്പെർജില്ലോസിസ്, പെൻസിലിയോസിസ്, ന്യൂമോസിസ്റ്റൈറ്റിസ്. ഇതെല്ലാം ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസിൽ വരുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഈ ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ് എന്ന് പറഞ്ഞാൽ? യെസ്, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ കയറി വളരുന്നവരാണ്. നമ്മളുടെ ബോഡിയിൽ ഓൾറെഡി നോർമൽ ഫ്ലോറയായിട്ട് നിൽക്കുന്നവരായിരിക്കാം അവർ. പക്ഷേ അല്ലെങ്കിൽ നമ്മുടെ ബോഡി പുറത്തുള്ളതായിരിക്കാം. പക്ഷേ നമ്മുടെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആവുന്ന കേസിൽ, അതേപോലെ തന്നെ എന്തെങ്കിലും കീമോതെറാപ്പി എടുക്കാൻ നമ്മൾ ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്ത് അവർ കയറി അങ്ങ് വളരും. അതാണ് ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസിൽ വരുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരാളാണ് കാൻഡിഡിയാസിസ് അല്ലെങ്കിൽ കാൻഡിഡ എന്ന് പറയുന്നത്. യെസ്, കാൻഡിഡിയാസിസ് ആണ് കോമൺലി വരുന്ന ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻസ്. അത് HIV പേഷ്യൻസിലും വരാം, നോൺ HIV പേഷ്യൻസിലും വരാം. HIV എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ HIV പേഷ്യൻസിലും നോൺ HIV പേഷ്യൻസും കോമൺ ആയിട്ട് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ ആണ് എന്ത്? കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാൻഡിഡിയാസിസിൻ്റെ കോസേറ്റീവ് ഏജൻറ്റ് ആരാണ്? യെസ്, കാൻഡിഡയാണ് അല്ലേ. കാൻഡിഡ നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് അതൊരു ഈസ്റ്റ് ലൈക്ക് ഓർഗാനിസം ആയിരുന്നു. സ്യൂഡോ ഹൈഫെ പ്രസൻ്റ് ആയിരുന്നു. സ്യൂഡോ ഹൈഫെ ഫോർ കാൻഡിഡ. സോ ഈസ്റ്റ് ലൈക്ക് സ്യൂഡോ ഹൈഫെ പ്രസൻ്റ് ആയിരിക്കുന്ന ഒരു ഫംഗസ് ആണ് കാൻഡിഡ എന്ന് പറയുന്നത്. കാൻഡിഡയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പാത്തോജനിക് ആയിട്ട് മോസ്റ്റ് കോമൺ പാത്തോജനിക് ആയിട്ടുള്ള ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് കാൻഡിഡ ആൽബിക്കൻസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആരാണ്? കാൻഡിഡ ആൽബിക്കൻസ് ആണ്. അപ്പോൾ ബാക്കിയുള്ളത് കാൻഡിഡ ട്രോപ്പിക്കാലിസ്, കാൻഡിഡ ഗ്ലാബ്രേറ്റ, കാൻഡിഡ ക്രൂസേവ്, ഇതേപോലെ ഡബ്ലിയൻസിസ്, ഇതൊക്കെ അത്ര നമ്മൾ ആൽബിക്കൻസിൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതല്ല. എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് പേര് പഠിച്ചു വെക്കുക. ഓക്കെ, കോസേറ്റ് കാൻഡിഡിയാസിസ് കോസ് എന്നത് കാൻഡിഡയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് കാൻഡിഡ ആൽബിക്കൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമുക്കറിയാം ഈ കാൻഡിഡ എന്ന് പറയുന്ന അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇൻവാസീവ് കാൻഡിഡിയാസിസ്, ബോഡി മൊത്തം ഇൻവാസീവ് കാൻഡിഡിയാസിസ് ഉണ്ടാവും. അതേപോലെ മ്യൂക്കോസൽ കാൻഡിഡ, നമ്മൾ മ്യൂക്കോസ് എവിടേക്കാണ് ഉണ്ടാവുക? മെയിൻലി ഓറൽ ത്രഷൊക്കെ അല്ലെങ്കിൽ വജൈനൽ ത്രഷ്, നമ്മുടെ മൗത്ത് നാവിൻ്റെ അവിടെയൊക്കെ ജസ്റ്റ് വൈറ്റ് പാച്ചസ് ഉണ്ടാവാറുണ്ട്. അത് കാൻഡിഡിയാസിസിൻ്റെ മ്യൂക്കോസൽ കാൻഡിഡിയാസിസ് ആണ്. അപ്പോൾ വജൈനൽ ഏരിയയിൽ അവിടെയൊക്കെയാണ് മ്യൂക്കസ് പ്രസൻ്റ് ആയിരിക്കുന്നത്. അവിടെയും ഇതേപോലെ വജൈനൽ ത്രഷ് ഉണ്ടാവാം. സ്കിന്നിൽ ക്യൂട്ടേനിയസ് ആയിട്ടുള്ള കാൻഡിഡിയാസിസ് ഉണ്ടാവാം. അതേപോലെ അലർജിക് കാൻഡിഡിയാസിസ് ഉണ്ടാവാം. ഇതൊക്കെ അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ്. ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ ബോഡിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ഇൻവാസ് ചെയ്തിട്ടുണ്ടാവാം. മ്യൂക്കസിൽ കാൻഡിഡിയാസിസ് ഉണ്ടാവാം, സ്കിന്നിൽ ഉണ്ടാവാം. അലർജിക് കാൻഡിഡിയാസിസ് ഒക്കെ ഇതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലാബ് ഡയഗ്നോസിസ്. അതിൽ മെയിൻലി നമുക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഡയറക്റ്റ് മൈക്രോസ്കോപ്പി ചെയ്യാറുണ്ട്, കൾച്ചർ ചെയ്യാറുണ്ട്, അതേപോലെ സ്പീഷ്യസ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാൻഡിഡ ആൽബിക്കൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിൻ്റെ സ്പീഷ്യസിനെ ബാക്കിയുള്ള ആൽബിക്കൻസ് എന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സ്പീഷ്യസ് ഐഡൻറ്റിഫിക്കേഷൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ ബീറ്റാ ഡി ഗ്ലൂക്കണാസ് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, എങ്ങനെയാണ് ഡയറക്റ്റ് മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ LPCP ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഈസ്റ്റിനെ ഇവിടെ നമുക്ക് ഗ്രാം സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ കാണുക എന്നുള്ളത് നോക്കാം. ഗ്രാം സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കാൻഡിഡ എന്ന് പറയുന്നത് ഈസ്റ്റ് ലൈക്ക് ഫംഗസ് ആണ് അല്ലേ. ഈസ്റ്റ് വിത്ത് സ്യൂഡോ ഹൈഫെ പ്രസൻ്റ് ആയിരിക്കുന്ന ഒരു ഫംഗസ് ആണ് കാൻഡിഡ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈഫെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ടുള്ളതാണ്. സ്യൂഡോ ഹൈഫെ എന്ന് പറയുമ്പോൾ ഓരോ ഈസ്റ്റ് സെൽസും ബഡ് ചെയ്തിട്ട് അത് ഡിറ്റാച്ച് ചെയ്ത് പോകാണ്ട് ഇതുകൊണ്ട് അറ്റാച്ച് ചെയ്ത് കൺസ്ട്രക്ഷൻസ് ഉണ്ടാവും. സോ ഇതാണ് സ്യൂഡോ ഹൈഫെ. അപ്പോൾ കാൻഡിഡ എന്ന് പറയുന്നത് ഈസ്റ്റ് ലൈക്ക് വിത്ത് സ്യൂഡോ ഹൈഫെ ആണ്. അതിനെ കൾച്ചർ ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് നല്ല ക്രീമി ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ളൊരു ഈസ്റ്റി ഓർഡറൊക്കെ ഉള്ള ഒരു കോളനിയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ക്രീമി കോളനിയാണ് STL. നമ്മൾ സാധാരണ STLാണ് കൾച്ചർ ചെയ്യുന്നത്. സോ STL കിട്ടുന്നത് എന്താണ്? ഒരു സ്മൂത്ത് ക്രീമി വൈറ്റ് ആയിട്ടുള്ള കോളനി ആയിരിക്കും. സോ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാൻഡിഡയിൽ പഠിക്കാനുള്ളത് ഈ സ്പീഷ്യസ് ഐഡൻറ്റിഫിക്കേഷനാണ്. ഈ സ്പീഷ്യസ് ഐഡൻറ്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാൻഡിഡ ആൽബിക്കൻസ് ആണ് അല്ലേ. ഈ ആൽബിക്കൻസ് വേറെ പല കാൻഡിഡയും നമ്മൾ കണ്ടു. അത് ആണ് ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം സാമ്പിളിൽ കാൻഡിഡ ആണ് എന്നുള്ളത്. പക്ഷേ എന്തറിയില്ല, കാൻഡിഡ ആൽബിക്കൻസ് ആണ്. അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം ജേം ട്യൂബ് ടെസ്റ്റ്.
ജേം ട്യൂബ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ റെനോൾഡ് ബ്രൂഡെ ഫിനോമിന എന്ന് പറയാറ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റെനോൾഡ് ബ്രൂഡെ ഫിനോമിന എന്ന് പറയുന്നത് ജേം ട്യൂബ് ടെസ്റ്റിനെയാണ്. നമ്മൾ അത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? യെസ്, കാൻഡിഡ ആൽബിക്കൻസ് എന്ന സ്പീഷീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജേം ട്യൂബ് ടെസ്റ്റ് പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് യെസ്, കാൻഡിഡ ആൽബിക്കൻസ് ആണ് പോസിറ്റീവായിട്ട് വരാം. എന്താണ് ജേം ട്യൂബ് ടെസ്റ്റിൽ ചെയ്യുക? യെസ്, നമ്മളുടെ കോളനീസ് ഷീപ്പ് സെറോ ആയിട്ട് മിക്സ് ചെയ്ത് അതിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ മൈക്രോസ്കോപ്പിൽ വെറ്റ് മൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഈസ്റ്റ് സെൽസിൻ്റെ കൂടെ ജേം ട്യൂബ് ഇങ്ങനെ അറൈസ് ചെയ്തത് കാണാൻ പറ്റും. ഇത് സ്യൂഡോ ഹൈഫ അല്ല, ഇത് ജേം ട്യൂബാണ് കേട്ടോ. സോ ഇവിടെ കൺസ്ട്രക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. സ്യൂഡോ ഹൈഫയിൽ നമുക്കറിയാം കൺസ്ട്രക്ഷൻസ് ഉണ്ടാവുമെന്ന്, പക്ഷേ ജേം ട്യൂബിൽ കൺസ്ട്രക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇങ്ങനെ ജേം ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി അത് കാൻഡിഡ ആൽബിക്കൻസ് ആണ്. സോ ഓൾറെഡി കാൻഡിഡ ഉള്ളതിനെ നമ്മൾ സെറോ ആയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിനെ ഇൻക്യുബേറ്റ് ചെയ്ത് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ജേം ട്യൂബ് അറൈസ് ചെയ്യും. ഇത് നമ്മൾ റിനോൾഡ് ബ്രോഡെ ഫിനോമിനൻ എന്ന് പറയും. കാൻഡിഡ ആൽബിക്കൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫിനോമിനൻ പോസിറ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ഡാൽമോപ്ലേറ്റ് കൾച്ചർ അല്ലെങ്കിൽ ഡാൽമോപ്ലേറ്റ് കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ കോൺമീൽ അഗാർ എന്നും പറയാറുണ്ട് കേട്ടോ. ഡാൽമോപ്ലേറ്റ് കൾച്ചർ ചെയ്യുന്നത് നമ്മൾ എവിടെയാണ്? കോൺമീൽ അഗാറിലാണ് ചെയ്യുന്നത്. ഈ കോൺമീൽ അഗാറിൽ ക്ലമൈഡോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, കാരണം ഓൾറെഡി നമ്മൾ കൾച്ചർ മീഡിയയിലേക്ക് കോൺമീലും കൂടി ആഡ് ചെയ്ത് കൊടുത്ത കൾച്ചർ മീഡിയ ആയിരിക്കും. ഓക്കെ, കോൺമീലും കൂടി ആഡ് ചെയ്ത് കൊടുത്ത കൾച്ചർ മീഡിയയിലേക്കാണ് നമ്മൾ ഈ കാൻഡിഡനെ വളർത്തിയതെങ്കിൽ കാൻഡിഡ ആൽബിക്കൻസ് ആണ് സാമ്പിൾ ഉള്ളതെങ്കിൽ എന്ത് ഫോം ചെയ്യും? ക്ലമൈഡോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. ഓൾറെഡി നമ്മൾ ബ്ലാസ്റ്റോസ്പോറും പഠിച്ചിട്ടുണ്ട്. സ്പോർസിൻ്റെ ഇടയിൽ ബ്ലാസ്റ്റോസ്പോർ എല്ലാ കാൻഡിഡയ്ക്കും ഉണ്ടാവും, പക്ഷേ ക്ലമൈഡോസ്പോറോ അത് ഓൺലി കാൻഡിഡ ആൽബിക്കൻസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു ഫീച്ചറാണ് ക്ലമൈഡോസ്പോർ എന്ന് പറയുന്നത്. അപ്പോൾ ഡാൽമോപ്ലേറ്റ് കൾച്ചർ നമ്മൾ ചെയ്യുന്നത് കോൺമീൽ അഗാറിൽ. അതിൽ കാൻഡിഡ വളരുന്ന സമയത്ത് കാൻഡിഡ ആൽബിക്കൻസ് ആണെങ്കിൽ ക്ലമൈഡോസ്പോർസ് ഉണ്ടാവും. ഓക്കെ, ബ്ലാസ്റ്റോസ്പോർ ഓൾ കാൻഡിഡയ്ക്ക് ഉണ്ടാവും, പക്ഷേ ക്ലമൈഡോസ്പോർ കാൻഡിഡ ആൽബിക്കൻസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതും പഠിച്ചു വെക്കുക. ഡാൽമോപ്ലേറ്റ് കൾച്ചർ ഡൺ ഓൺ കോൺമീൽ അഗാർ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ക്ലമൈഡോസ്പോർ. സോ അടുത്തത് ക്രോമഗാർ. ക്രോമഗാർ എന്ന് പറയുമ്പം യെസ്, നമ്മൾ കാൻഡിഡൻ്റെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രോമഗാർ. ഡിഫറെൻറ്റ്, ക്രോം മീൻസ് കളറാണ് അല്ലേ. ഈ ഒരു കൾച്ചർ മീഡിയയിലേക്ക് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാൻഡിഡനെ ഗ്രോ ചെയ്യുന്ന സമയത്ത് ഓരോ സ്പീഷീസ് ഓഫ് കാൻഡിഡയും ഡിഫറെൻറ്റ് കളറാണ് തരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കാൻഡിഡ ആൽബിക്കൻസാണ്. കാൻഡിഡ ആൽബിക്കൻസ് ഏത് കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? യെസ്, ഗ്രീൻ കളർ കോളനിയാണ് ക്രോമഗാറിൽ കാൻഡിഡ ആൽബിക്കൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗ്രീൻ കളർ കോളനി, ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഗ്രീൻ കളർ കോളനിയാണ് കാൻഡിഡ ആൽബിക്കൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞത്. പിന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നതായിരുന്നു ബീറ്റാ ഡി ഗ്ലൂക്കൺ അസേ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ ഏരിയയിൽ. ഈ കാൻഡിഡൻ്റെ സെൽ വാളിൽ എന്ത് പ്രസൻ്റ് ആണെന്നുള്ളത്? കൈറ്റിനും ബീറ്റാ ഗ്ലൂക്കൺസും ഒക്കെ പ്രസൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഈ ബീറ്റാ ഗ്ലൂക്കണിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസേ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ബ്ലഡിൽ ഈ ബീറ്റാ ഗ്ലൂക്കണ് ഡിറ്റക്ട് ചെയ്യുന്നത് ബ്ലഡിലാണ്. ഈ ബീറ്റാ ഗ്ലൂക്കണ് അസേ ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റാ ഗ്ലൂക്കണിൻ്റെ അസേ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ചും സിവിയറിറ്റിയാണ് അല്ലേ. സിവിയർ ആയിട്ട് കാൻഡിഡൻ്റെ ഇൻഫെക്ഷൻ ഉണ്ട്. അതിൻ്റെ അസേൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് നമുക്ക് അത്രത്തോളം സിവിയർ അല്ല, മൈൽഡ് ആയിട്ടുള്ള കാൻഡിഡ ഇൻഫെക്ഷനേ ഉള്ളൂ എന്ന് മനസ്സിലാവും. സോ അപ്പോൾ അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി കാൻഡിഡ ഇൻഫെക്ഷൻ വന്ന ഒരാൾക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ബീറ്റാ ഗ്ലൂക്കൺ അസേ ചെയ്യുമ്പോൾ ആ ഒരു ബീറ്റാ ഗ്ലൂക്കൺ അസേ കൊടുക്കുന്നതിൻ്റെ മുന്നേയും കൊടുക്കുന്നതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ. ഓൾറെഡി എന്താണ് ഇതിൻ്റെ ഇൻഫെക്ഷൻസ് കുറഞ്ഞിട്ടുണ്ടോ, നമുക്ക് അതിൻ്റെ ആ ഒരു ഇൻവാസീവ് ഇൻഫെക്ഷൻ്റെ സിവിയാരിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബീറ്റാ ഗ്ലൂക്കൺ അസേ ചെയ്യാറുള്ളത്. ഡയറക്റ്റ് അതിനെ കൾച്ചർ ചെയ്തിട്ടല്ല, ജസ്റ്റ് ആ ബീറ്റാ ഗ്ലൂക്കണിൻ്റെ നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ കാൻഡിഡയിൽ പറയാനുള്ളത്. കാൻഡിഡയിൽ നമ്മൾ പറഞ്ഞു ഈസ്റ്റ് ലൈക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാൻഡിഡ ആൽബിക്കൻസ് ആണ്. അതിനെ നമ്മൾ ഡയറക്റ്റ് മൈക്രോസ്കോപ്പിൽ ഗ്രാം പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ കൾച്ചർ ചെയ്ത ക്രീമി വൈറ്റ് കോളനീസ് കിട്ടും. പിന്നെ സ്പീഷീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ജേം ട്യൂബ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോൺമീൽ അഗാർ ക്ലമൈഡോസ്പോർ പ്രൊഡക്ഷൻ ചെയ്യാറുണ്ട്.
പിന്നെ നമ്മൾ ക്രോമകാർ ചെയ്യാറുണ്ട്. പിന്നെ ബീറ്റ ഗ്ലൂക്കൺ ആസെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ റെസ്പോൺസ് ഒക്കെ അറിയാൻ വേണ്ടി ബീറ്റ ഗ്ലൂക്കൺ ആസെ ഒക്കെ നമുക്ക് കാൻഡിഡേൻ്റെ കേസിൽ ചെയ്യാം. നെക്സ്റ്റ് ആണ് ക്രിപ്റ്റോകോക്കോസിസ്. ക്രിപ്റ്റോകോക്കോസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രൂ ഈസ്റ്റ് ആണ് അല്ലേ, ഈസ്റ്റ് ആണ് ക്രിപ്റ്റോകോക്കസ് എന്ന് പറയുന്നത്. ഈ ക്രിപ്റ്റോകോക്കസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് വരുന്നത്. അതുകൂടാതെ ക്രിപ്റ്റോകോക്കസ് ഗാട്ടിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുന്നത് ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് ആണ്. അതിൽ തന്നെ 2 വെറൈറ്റി വരുന്നുണ്ട്. ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് വാർ ഗ്രൂബിയും അതേപോലെ ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് വാർ നിയോഫോമൻസും വരുന്നുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. കോസറ്റീവ് ഏജൻറ്റ് കോമൺലി ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് ആയിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്രിപ്റ്റോകോക്കസ് എന്ന് പറയുന്നത് ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ഫംഗസ് ആണ്. എന്താണ് ഈ ക്യാപ്സ്യൂളുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ യെസ് ദാറ്റ് ഇൻഹിബിറ്റ് ഫാഗോസൈറ്റോസിസ്. ഓൾറെഡി ഫാഗോസൈറ്റോസിസ് ചെയ്യാൻ പറ്റൂലല്ലേ, ഈ ക്യാപ്സ്യൂൾ ഉണ്ടാകുമ്പോൾ ആ ഫാഗോസൈറ്റോസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഫംഗസിന്. ഇപ്പോൾ ബാക്ടീരിയ ക്യാപ്സ്യൂൾ ആണെങ്കിൽ ആ ബാക്ടീരിയനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്യാപ്സ്യൂളിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ആകെ ഒരു ഫംഗസ് എന്ന് പറയുന്നത് ക്രിപ്റ്റോകോക്കസ് നിയോഫോമ അല്ലെങ്കിൽ ക്രിപ്റ്റോകോക്കസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ലാബ് ഡയഗ്നോസിസ്. ഓൾറെഡി ക്യാപ്സ്യൂൾ ഉള്ളത് കൊണ്ട് ഫംഗസിൽ ക്യാപ്സ്യൂൾ ഉള്ളത് ക്രിപ്റ്റോ ആയതുകൊണ്ട് അതിന് ക്യാപ്സ്യൂൾ ഡിറ്റക്ട് ചെയ്യാനുള്ള സ്ട്രെയിൻ മാത്രം മതി. നമ്മൾ ക്യാപ്സ്യൂളിൽ ഡിറ്റക്ട് ചെയ്യാൻ ചെയ്യുന്ന സ്ട്രെയിൻ നെഗറ്റീവ് സ്ട്രെയിൻ ആണ്. യെസ്, ഇന്ത്യൻ ഇങ്ക് സ്ട്രെയിൻ കോമൺലി ചെയ്യുന്നത് ഇന്ത്യൻ ഇങ്ക്, അതേപോലെ തന്നെ നിഗ്രോസിൻ സ്ട്രെയിൻ. ഈ ഒരു സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്സുലേറ്റഡ് ആണ്, ഈസ്റ്റ് ആണ് കാണുന്നതെങ്കിൽ യെസ് ദാറ്റ് ഈസ് ക്രിപ്റ്റോകോക്കസ്. ക്രിപ്റ്റോ മാത്രമേ ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ഫംഗസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യൻ ഇങ്കോ നിഗ്രോസിനോ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ഈസ്റ്റ് ആണ് കാണുന്നതെങ്കിൽ ദാറ്റ് ഈസ് ക്രിപ്റ്റോകോക്കസ്. ആ ഒരു ഐഡൻറ്റിഫിക്കേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ക്രിപ്റ്റോക്ക്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൈഗോമൈക്കോസിസ് ആണ്. സൈഗോമൈക്കോസിസിൽ നമുക്ക് മെയിൻലി പഠിക്കുന്നത് റൈസോപ്പസ്, മ്യൂക്കർ ആൻഡ് അബ്സീഡിയ ആണ്. സോ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റൈസോപ്പസും മ്യൂക്കറും ആണ്. ഇത് അസെപ്റ്റേറ്റ് ആയിട്ടുള്ള ഫംഗസ് ആണ്. ഇതിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈഗോമൈക്കോസിസ് അല്ലെങ്കിൽ സൈഗോമൈസെറ്റ്സ് ആണ് ഈ റൈസോപ്പസ്, മ്യൂക്കർ എന്നൊക്കെ പറയുന്നത്. സൈഗോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈനോ സെറിബ്രൽ മ്യൂക്കർ മൈക്കോസിസ്. റൈനോ സെറിബ്രൽ മ്യൂക്കർ മൈക്കോസിസ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ പൾമനറി മ്യൂക്കർ മൈക്കോസിസ്, ക്യൂട്ടേനിയസ് മ്യൂക്കർ മൈക്രോസിസ്, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ മ്യൂക്കർ മൈക്കോസിസ്, ഡിസെമിനേറ്റഡ് മ്യൂക്കർ മൈക്കോസിസ്, മിസെല്ലേനിയസ് ഫോംസ്. കാരണം ഡിഫറെൻറ്റ് ടൈപ്പ്, നമ്മുടെ ഇൻവാസീവ് ടൈപ്പാണ്. നമ്മുടെ ബോഡിയിൽ എല്ലാ സ്ഥലത്തേക്കും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം, ഇതൊരു ഓർബിറ്റൽ മൈക്കോസിസ് ആണ്. അതായത് നമ്മൾ ഓർബിറ്റൽ കണ്ണിൻ്റെ ഓർബിറ്റ്സിൽ വന്നിട്ട് ഇൻഫെക്ഷൻ വരുന്നതാണ്. ഇറ്റ് ഈസ് ഓർബിറ്റ്. ഓക്കെ, ഇതേപോലെ നമ്മുടെ റൈനോ സെറിബ്രൽ ആയിക്കോട്ടെ, ക്യൂട്ടേനിയസ് ആയിക്കോട്ടെ, പൾമനറി ആയിക്കോട്ടെ, എല്ലാ ഏരിയയിലും ഈ മ്യൂക്കർ അല്ലെങ്കിൽ സൈഗോമൈസെറ്റ്സ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അതിൻ്റെ ലാബ് ഡയഗ്നോസിസിലേക്ക് പോകാം. ലാബ് ഡയഗ്നോസിസിൽ നമുക്ക് ഹിസ്റ്റോപാത്തോളജി വരുന്നുണ്ട്, കൾച്ചറും വരുന്നുണ്ട്, LPCPയും വരുന്നുണ്ട്. ഓക്കെ, ഇതൊന്നല്ല നമ്മൾ പഠിച്ചു വെക്കേണ്ട, ഇതിൻ്റെ ഓരോ പോയിന്റുകളാണ് അല്ലേ. ഹിസ്റ്റോപാത്തോളജി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ HNE വെച്ചിട്ടോ അല്ലെങ്കിൽ മെഥിനമിൻ സിൽവർ സ്റ്റെയിൻ വെച്ചിട്ടോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുക? യെസ്, അസെപ്റ്റേറ്റ് ആയിട്ടുള്ള ഹൈലിൻ ഹൈഫേസ് വിത്ത് വൈഡ് ആംഗിൾ ബ്രാഞ്ചിങ്ങിൽ വലിയ ബ്രോഡായിട്ടുള്ള വലിയ നല്ല തടിയുള്ള ഹൈഫേസ് ആണ് അല്ലേ എന്തിൽ കാണുന്നത്? സൈഗോമൈസെറ്റ്സിൽ കാണുന്നത്. വിത്ത് ബ്രോഡ് ആംഗിളാണ് വരുന്നത്. ഇങ്ങനെ ആയിരിക്കും, ബ്രോഡ് ആംഗിളിൽ നല്ല വലിയ തടിയുള്ള ഹൈഫേസ് ആണ് പ്രസൻറ്റ് ചെയ്തത്. ഇവിടെ പിക്ചർ കൊടുത്തിരിക്കുന്നത് മെഥനമിൻ സിൽവർ സ്റ്റെയിൻ്റെ പിക്ചറാണ്. ഓക്കെ, സോ ഇത് നമ്മൾ ആസ്പെർജില്ലസിൻ്റെ കേസിൽ ഇത് നമ്മൾ ആസ്പെർജില്ലസിൻ്റെ കേസിൽ കമ്പയർ ചെയ്തിട്ട് പറയാം. ആസ്പെർജില്ലിൻ്റെ കേസിൽ നാരോ ആയിട്ടുള്ള ഹൈഫയാണ് വരുന്നത്, നാരോ ആയിട്ടുള്ള ആംഗിളാണ്. പക്ഷേ റൈസോപ്പസ് മ്യൂക്കർ അതായത് സൈഗോമൈസെറ്റ്സിൻ്റെ കേസിൽ കണ്ടോ, ബ്രോഡായിട്ടുള്ള ഹൈഫയാണ്, ബ്രോഡായിട്ടുള്ള ആംഗിളും ആണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ് രണ്ടും കൂടി ഇവിടെ കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്നും കൂടി നോക്കാം. യെസ്, അതിൻ്റെ കൾച്ചർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ റൈസോപ്പസിൻ്റെ കേസിൽ നമ്മൾ STA കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ STA കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കേ, റൈസോപ്പസിൻ്റെ കേസിൽ ജസ്റ്റ്
കോട്ടണി വൂളി കോളനീസ് വിത്ത് ബ്ലാക്ക് സ്പോർസ്, അതൊരു സാൾട്ട് ആൻഡ് പെപ്പർ അപ്പിയറൻസ് ആണ്. കാരണം റൈസോപ്പസിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോളനി അല്ലെങ്കിൽ ഒരു വൈറ്റ് കോളനീൻ്റെ മുകളിൽ ബ്ലാക്ക് സ്പോർസ് ഇങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് അതിന് സാൾട്ട് ആൻഡ് പെപ്പർ അപ്പിയറൻസ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഉള്ളത് കൊണ്ട് സാൾട്ട് ആൻഡ് പെപ്പർ അപ്പിയറൻസ് എന്ന് പറയും. പക്ഷേ മ്യൂക്കറിന് എടുത്തു കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒരു വൈറ്റ് വൂളി കോളനി മാത്രമേ ഉള്ളൂ. മ്യൂക്കറിൻ്റെ കേസിൽ വൈറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ റൈസോപ്പസിൻ്റെ കേസിൽ നമുക്ക് വേഗം മനസ്സിലാവും, ചെറിയ ചെറിയ പൊടി പോലെ ആരും ഉണ്ടാവും, ബ്ലാക്ക് കളറ് കൂടി ഉണ്ടാവും. ഇവിടെ പിക്ചർ നോക്കുക. ഓക്കെ, വൈറ്റ് മാത്രം മ്യൂക്കറിൻ്റെ കേസിൽ, റൈസോപ്പസിൻ്റെ കേസിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ സാൾട്ട് ആൻഡ് പെപ്പർ അപ്പിയറൻസിലായിരിക്കും എന്ത് വരുന്നത്, കോളനീസ് വരുന്നത്. ഇനി അതിനെ നമ്മൾ കൾച്ചർ ചെയ്ത് LPCP ചെയ്ത് കഴിയുമ്പം അതെങ്ങനെയായിരിക്കും കാണുക നോക്കിക്കേ. LPCP ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു സൈഗോമൈസെറ്റ്സിൻ്റെ ബ്രോഡായിട്ടുള്ള അസെപ്റ്റേറ്റ് ആയിട്ടുള്ള ഹൈഫയാണ് വരുന്നത്, ബ്രോഡ് അസെപ്റ്റേറ്റ് ഹൈഫയാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതിന് സ്പൊറാഞ്ചിയോസ്പോർ പ്രസൻ്റ് ആണ്. സ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ സ്പൊറാഞ്ചിയോസ്പോർസ് പ്രസൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, റൈസോപ്പസിൻ്റെ കേസിൽ എക്സ്ട്രാ റൈസോയിഡ്സ് ഉണ്ട് കേട്ടോ, റൈസോയിഡ്സ് കാണും റൈസോപ്പസിൽ. പക്ഷേ മ്യൂക്കറിൻ്റെ കേസിൽ ഇല്ല, റൈസോയിഡ്സ് ആബ്സെൻ്റ് ആണ്. എങ്ങനെയാണ് മ്യൂക്കറിനെയും അതേപോലെ റൈസോപ്പസിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക? റൈസോപ്പസിൻ്റെ കേസിൽ നോഡലായിട്ടുള്ള എന്തുണ്ട്, റൈസോയിഡ്സ് പ്രസൻ്റ് ആണ്. ഈ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മൾ ഈ സ്പൊറാഞ്ചിയോഫോറും അതേപോലെ തന്നെ റൈസോയിഡ്സ് ഒക്കെ ഒരേ ഏരിയ നിന്നാണ് അല്ലേ അറൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നോഡൽ റൈസോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ LPCP ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെപ്റ്റേറ്റ് ബ്രോഡായിട്ടുള്ള അസെപ്റ്റേറ്റ് ആയിട്ടുള്ള ഹൈഫേ ഉണ്ടാവും, ഒരു സ്പൊറാഞ്ചിയം ഉണ്ട്. ഇതിനെ നമ്മൾ സ്പൊറാഞ്ചിയോഫോർ എന്നാണ് പറയുക, സ്പൊറാഞ്ചിയോഫോർ. അതിൻ്റെ എൻഡിൽ സ്പൊറാഞ്ചിയം ഉണ്ടാവും. ആ സ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ സ്പൊറാഞ്ചിയോസ്പോർ ഉണ്ടാവും. ഇത് കാണുന്നത് സൈഗോമൈസെറ്റ്സിൻ്റെ കേസിലാണ്. മ്യൂക്കറിൽ റൈസോയിഡ് ആബ്സെൻ്റ് ആയിരിക്കും, റൈസോപ്പസിൽ റൈസോയിഡ് പ്രസൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യവും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്. സോ ഇത്രയാണ് നമുക്ക് എന്തിൽ പറയും, സൈഗോമൈസെറ്റ്സിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞ്, സൈഗോമൈസെറ്റ്സ് മെയിൻലി റൈസോപ്പസും മ്യൂക്കറായിരുന്നു വരുന്നത്. സോ അതിൽ ബ്രോഡായിട്ടുള്ള അസെപ്റ്റൈറ്റ് ആയിട്ടുള്ള ഹൈഫയും ബ്രോഡായിട്ടുള്ള ആംഗിളും ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതിനെ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ റൈസോപ്പസിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോൾട്ട് ആൻഡ് പെപ്പർ അപ്പിയറൻസ് ആയിരിക്കും, മ്യൂക്കറിൽ ജസ്റ്റ് വൈറ്റ് കോളനി ആയിരിക്കും കിട്ടുന്നത്. LPCP ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ബ്രോഡായിട്ടുള്ള ഹൈഫേ ഉണ്ടാവും, സ്പൊറാഞ്ചിയം ഉണ്ടാവും, സ്പൊറാഞ്ചിയോസ്പോറും ഉണ്ടാവും. പക്ഷേ മ്യൂക്കറിൻ്റെ കേസിൽ റൈസോയിഡ് ആബ്സെൻ്റ് ആയിരിക്കും, റൈസോപ്പസിൻ്റെ കേസിൽ റൈസോയിഡ് പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ആസ്പെർജില്ലോസിസ്. ആസ്പെർജില്ലോസിസ് എന്ന് പറയുമ്പോൾ ആസ്പെർജില്ലസ് ആണ് കോസ് ചെയ്യുന്നത്. ആസ്പെർജില്ലസ് കുറേ അധികം ആസ്പെർജില്ലസിൻ്റെ സ്പീഷീസ് ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വരുന്നത് ആസ്പെർജില്ലസ് ഫ്യൂമിഗാറ്റസും ആസ്പെർജില്ലസ് ഫ്ലേവസും ആസ്പെർജില്ലസ് നൈഗറും ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ആസ്പെർജില്ലസ് ഫ്യൂമിഗാറ്റസ്, ആസ്പെർജില്ലസ് ഫ്ലേവസ്, ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് നോക്കാം. ഓൾറെഡി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൾമനറി ആസ്പെർജില്ലോസിസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ആസ്പെർജില്ലോസിസിൻ്റെ ഫോം. നമ്മളെ ലങ്സിനൊക്കെ ആയിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ അലർജിക്ക് ഉണ്ടാവാം, അതുപോലെ ആസ്മ ഉണ്ടാവാം. മെയിൻലി അലർജി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസൊക്കെ ഈ ആസ്പെർജില്ലോസിസ് കാരണം ഉണ്ടാവാം. പൾമനറി ആസ്പെർജില്ലോസിസ്, അലർജിക് ആസ്പെർജില്ലോസിസ് ഒക്കെയാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, അതിൻ്റെ ഡയറക്റ്റ് മൈക്രോസ്കോപ്പി നമ്മൾ KOH മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആസ്പെർജില്ലസിൻ്റെ നേരോ ആയിട്ടുള്ള സെപ്റ്റയാണ്. നമ്മൾ ആസ്പെർജില്ലസിൻ്റെ സെപ്റ്റയും സൈഗോമൈസെറ്റ്സിൻ്റെ സെപ്റ്റ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ, ആസ്പെർജില്ലസിന് നേരോ ആയിട്ടുള്ള സെപ്റ്റ, രണ്ടും ഹൈലിനാണ്, നേരോ സെപ്റ്റയും നേരോ ആംഗിളും ആണ് വരുന്നത്. ഓക്കെ, അക്യൂട്ട് ബ്രാഞ്ച് ആംഗിൾ എന്ന് പറയുന്നത് നാരോ ആണ്. പക്ഷേ എന്താണ് സൈഗോമൈസെറ്റ്സിന് എങ്ങനെയാണ്, ബ്രോഡായിട്ടുള്ള സെപ്റ്റയും ബ്രോഡായിട്ടുള്ള ആംഗിളും. ഇതാരായിരുന്നു, സൈഗോമൈസെറ്റ്സ്. ഇതാരാണ്, ആസ്പെർജില്ലസ്. ഇങ്ങനെയാണ് ഇവരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ,
സോ ഇനി ഓരോന്നിനും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആസ്പെർജില്ലസ് ഫ്യൂമിഗാറ്റസ് ഉണ്ട്, ആസ്പെർജില്ലസ് ഫ്ലേവേഴ്സ് ഉണ്ട്, ആസ്പെർജില്ലസ് നൈഗർ വരുന്നുണ്ട്. ഇനി ഓരോന്നിൻ്റെ കോളനീസ് നോക്കണം. ആസ്പെർജില്ലസ് ഫ്യൂമിഗാറ്റസിൻ്റെ കോളനി എന്ന് പറയുന്നത് ഗ്രീൻ കളർ കോളനിയാണ് വരുന്നത്. ഫ്ലേവേഴ്സിൻ്റെതാണെങ്കിൽ യെല്ലോ കളർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. നൈഗറിൻ്റെതാണെങ്കിൽ ബ്ലാക്ക് കളർ. നൈഗർ ഓൾറെഡി നമ്മൾ ബ്ലാക്ക് എന്നാണ് പഠിച്ചത് അല്ലേ. സോ നൈഗറിൻ്റെത് ബ്ലാക്കും, ഫ്ലേവേഴ്സ് യെല്ലോ, ഫ്യൂമിഗാറ്റസ് ഗ്രീൻ കളർ കോളനി. അത് നോട്ട് ചെയ്ത് വെക്കുക. കോളനി അപ്പിയറൻസ് നമ്മൾ സൈഗോമൈസറ്റ്സിൽ റൈസോപ്പസിൻ്റെതും മ്യൂക്കറിൻ്റെതും പഠിച്ചതുപോലെ ഇതും പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അവരുടെ LPCB ചെയ്താൽ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പി ചെയ്താൽ എങ്ങനെയാണ് കാണുക? യെസ്, നമ്മൾ ഫ്യൂമിഗാറ്റസ് ആണെങ്കിൽ അതിൻ്റെ വെസൈക്കിൾ കോണിക്കൽ ഷേപ്പാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഫിയാലിഡ്സ് എന്ന് പറയുന്നത് സിംഗിൾ റോ ആണ്. വെസൈക്കിൾ കോണിക്കൽ ഷേപ്പ്, ഫിയാലിഡ്സ് സിംഗിൾ റോ ആണ്. കൊണീഡിയ അറൈസ് ഫ്രം അപ്പർ തേർഡ് ഓഫ് വെസൈക്കിൾ. കൊണീഡിയ അറൈസ് ചെയ്യുന്നത് അപ്പർ തേർഡ് ഓഫ് വെസൈക്കിൾസ് എന്നാണ്. ആൻഡ് കൊണീഡിയ ഈസ് ഹൈലൈൻ. കൊണീഡിയ എങ്ങനെയാണ്? ഹൈലൈറ്റ്. നമുക്ക് നോക്കാം പിക്ചർ. യെസ്, ഫ്യൂമിഗാറ്റസിൻ്റെ കേസിൽ എന്താണ്? ഈ വെസൈക്കിള് കോണിക്കൽ ഷേപ്പാണ്, കോണിക്കലാണ്. ഒരു സിംഗിൾ റോ ഓഫ് ഫിയാലിഡ്സ് കണ്ടോ, ഒറ്റ റോ ഓഫ് ഫിയാലിഡ്സേ ഉള്ളൂ. അതിൻ്റെ മിഡ് തേർഡ് എന്നാണ് കൊണീഡിയ. ഓക്കെ, അത് നമുക്ക് വിടാം. ഈ രണ്ട് കാര്യം, വെസൈക്കിളായിട്ടുള്ള മീൻസ് കോണിക്കൽ ഷേപ്പിലുള്ള വെസൈക്കിളും സിംഗിൾ റോ ഓഫ് ഫിയാലിഡ്സും ആണ് വരുന്നത്. ഇനി അടുത്തത് അതേപോലെ മിഡ് തേർഡ് എന്ന് കണ്ടോ, വെസൈക്കിളിൻ്റെ ഈ ഒരു പോർഷനിൽ മാത്രമല്ല ഇതുള്ളൂ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മിഡ് തേർഡിൽ മാത്രമേ കൊണീഡിയ ഉള്ളൂ. ഇവിടേക്കൊന്നും കൊണീഡിയ ഇല്ല ബാക്കിയുള്ളതിനെ പോലെ. ഓക്കെ, ഇവിടേക്കൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഇവിടെ മാത്രമേ കൊണീഡിയ. അങ്ങനെയാണെങ്കിൽ അത് ഫ്യൂമിഗാറ്റസ് ആണ്. ഫ്യൂമിഗാറ്റസിന് എന്താണ്? വെസൈക്കിൾ കോണിക്കലാണ്, സിംഗിൾ റോ ഓഫ് ഫിയാലിഡ്സ് ആണ്. ഇവിടെ എന്താണ്? ഈ കൊണീഡിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനിൽ മാത്രമേ കൊണീഡിയ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ബാക്കിയുള്ള നോക്കിക്കേ. യെസ്, ഫ്ലേവേഴ്സിൻ്റെത് വെസൈക്കിൾ ഗ്ലോബുലാർ ആണ് രണ്ടിൻ്റെതും. ഫ്ലേവേഴ്സിൻ്റെയും നൈഗറിൻ്റെയും വെസൈക്കിൾ ഗ്ലോബുലാർ ആണ്. ഫ്ലേവേഴ്സിൻ്റെത് 1 or 2 rows ഓഫ് ഫിയാലിഡ്സ് ഉണ്ട്. നൈഗറിൻ്റെത് 2 rows ഓഫ് ഫിയാലിഡ്സ് ആണ്. ഫ്ലേവേഴ്സിൻ്റെതും ഇതെന്താണ്? അപ്പർ 2/3 ഓഫ് എൻഡർ വെസൈക്കിൾ. ഫ്ലേവേഴ്സിൻ്റെതാണ് അപ്പർ 2/3 ഓഫ് എൻഡർ വെസൈക്കിൾ കൊണീഡിയ ഉണ്ട്. കൊണീഡിയ ഹൈലൈൻ ആണ്. ഇവിടെ നോക്കിക്കേ പിക്ചർ, മുഴുവനായിട്ടല്ല, ഇത് വെസൈക്കിൾ എന്ന് പറയുന്നത് ഗ്ലോബുലാർ ആയിട്ടാണ് കാണുന്നത് അല്ലേ. ഫ്ലേവേഴ്സിൻ്റെത് വെസൈക്കിൾ ഗ്ലോബുലാർ ആണ്. 2 rows ഓഫ് ഫിയാലിഡ്സ്, ഒന്ന് ഈ റോയും രണ്ടാമത്തേത് ഇതും, അങ്ങനെ 2 rows ഓഫ് ഫിയാലിഡ്സ് പ്രസൻ്റ് ആണ്. കൊണീഡിയ എന്ന് പറയുന്നത് ഇവിടുത്തെ പോലെയല്ല, കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അല്ലേ. 2/3 ഓഫ് കൊണീഡിയോസ്പോർ അറൈസ് ചെയ്യുന്നുണ്ട്. യെസ്, ഹൈലൈൻ ആയിട്ടുള്ള കൊണീഡിയ ആണ്. ഇതിലെന്താ വരുന്നത് നോക്കിക്കേ. ഇതിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ ഗ്ലോബുലാർ ആണ് വെസൈക്കിൾ. നൈഗറിൻ്റെ കേസിൽ ഗ്ലോബുലാർ ആണ് വെസൈക്കിൾ. 2 rows ഓഫ് ഫിയാലിഡ്സ് ഉണ്ട്. കൊണീഡിയ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട്, അതായത് നമ്മളുടെ വെസൈക്കിളിനെ ചുറ്റും കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒറ്റ കാര്യം നോട്ട് ചെയ്താൽ, നൈഗറിൻ്റെത് ബ്ലാക്ക് കളേർഡ് കൊണീഡിയ ആണ്. മൊത്തത്തിൽ ഒന്നും കൂടി പറയാം. നമ്മൾ ഫ്യൂമിഗാറ്റസ് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് കോണിക്കൽ ഷേപ്പ് വെസൈക്കിൾ, സിംഗിൾ റോ ഓഫ് ഫിയാലിഡ്സ്, കൊണീഡിയ ജസ്റ്റ് ഈ ഒരു പോർഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഹൈലൈൻ ആയിട്ടുള്ള കൊണീഡിയ. ഫ്ലേവേഴ്സിന് എടുത്ത് പറയുമ്പം ഗ്ലോബുലാർ ആയിട്ടുള്ള വെസൈക്കിൾ 2 rows or 1 rows ഓഫ് ഫിയാലിഡ്സ് ആണ്. ഏകദേശം 2/3 ഓഫ് കൊണീഡിയ ഉണ്ടാവും. കൊണീഡിയ നമ്മൾ വെസൈക്കിളിനെ കവർ ചെയ്തിട്ടുണ്ടാവും. അടുത്ത് നൈഗറിനെ കുറിച്ച് പറയുകയാണ്. ഇതും ഹൈലൈൻ ആണ് കേട്ടോ. ഇവിടെ നൈഗറിനെ ഗ്ലോബുലാർ തന്നെയാണ്, അല്ലെങ്കിൽ സ്പെറിക്കൽ ആയിട്ടാണ് വരുന്നത്. ദെൻ ഫിയാലിഡ്സ് 2 row ഉണ്ടാവും. കൊണീഡിയ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട് വെസൈക്കിളിനെ, പക്ഷേ ബ്ലാക്ക് കളേർഡ് കൊണീഡിയ ആണ് വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആസ്പെർജില്ലസിലെ ഫ്യൂമിഗാറ്റസിനെയും ഫ്ലേവേഴ്സിനെയും നൈഗറിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആസ്പെർജില്ലസിൽ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്യൂമിഗാറ്റസും ഫ്ലേവേഴ്സും നൈഗറുമാണ്. അതേപോലെ തന്നെ അവരുടെ നമ്മൾ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂമിഗാറ്റസ് ഗ്രീൻ കളറും ഫ്ലേവേഴ്സ് യെല്ലോ കളറും നൈഗർ ബ്ലാക്ക് കളർ കോളനിയാണ് കിട്ടുന്നത്. ഇവരുടെ എങ്ങനെയാണ് നമ്മൾ ആസ്പെർജില്ലസും സൈഗോമൈസെറ്റ്സ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക? യെസ്, സൈഗോമൈസെറ്റ്സിന് ബ്രോഡ് ഹൈഫേ വിത്ത് ബ്രോഡ് അക്യൂട്ട് ബ്രാഞ്ച് ആംഗിൾ
ആണ് വരുന്നത്. ഇവിടെ നാരോ ഹൈഫി ആയിരിക്കും, നാരോ ആംഗിളും ആയിരിക്കും വരുന്നത്. അതും രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പെൻസിലോസിസ് ആണ് വരുന്നത്. അത് കോസ് ചെയ്യുന്നത് പെൻസിലിയം മാർണഫി ആണ്. പെൻസിലിയോസിസ് കോസ് ചെയ്യുന്ന ആരാണ്? പെൻസിലിയം മാർണഫി ആണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഈ പെൻസിലിയം മാർണഫി കാണുന്നത് നോക്കേ. യെസ്, നമുക്ക് ഇവിടെ എന്ത് അപ്പിയറൻസ് ആണ് വരുന്നത്? ബ്രഷ് ബോർഡർ അപ്പിയറൻസ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പെൻസിലിയം മാർണഫിക്ക് വരുന്ന അപ്പിയറൻസ് ഏതാണ്? മൈക്രോസ്കോപ്പി നോക്കിക്കഴിഞ്ഞാൽ ബ്രഷ് ബോർഡർ അപ്പിയറൻസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് വരുന്നത് നമ്മളവിടെ സ്പൊറാൻജിയോസ്പോർ പഠിച്ചിട്ടുണ്ടായിരുന്നു സൈഗോമൈസെറ്റ്സിൻ്റെ കേസിൽ. അതേപോലെ തന്നെ ആസ്പെർജില്ലസിൻ്റെ കേസിൽ കൊണീഡിയ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എന്താണ് വരുന്നത്? യെസ്, കൊണീഡിയോ 4 ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് ആണ് നമുക്ക് എന്ത് തരുന്നത്? യെസ്, ഈ ബ്രഷ് ബോർഡർ അപ്പിയറൻസ് തരുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. ബ്രഷ് ബോർഡർ അപ്പിയറൻസ് വരുന്നത് എവിടെയാണ്? പെൻസിലിയം മാർണഫിൻ്റെ കേസിലാണ്. നമ്മൾ ലാസ്റ്റ് ഫംഗസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, ലാസ്റ്റ് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ന്യൂമോസിസ്റ്റിക് ന്യൂമോണിയ. ഇത് കോസ് ചെയ്യുന്ന ആരാണ്? യെസ്, ഹ്യൂമൻസിൽ ന്യൂമോസിസ്റ്റിക് ജിറോവേഴ്സി ആണ് ഈ ന്യൂമോസിസ്റ്റിക് ന്യൂമോണിയ കോസ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ സിസ്റ്റ് ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവസാനം വരുന്നത് പ്ലാസ്മാ സെൽ ന്യൂമോണിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്. പ്ലാസ്മാ സെൽ ന്യൂമോണിയ എന്ന് പറയുന്ന കണ്ടീഷൻ. സോ ഇതിൻ്റെ ഏറ്റവും ലാബ് ഡയഗ്നോസിസിൽ നമ്മൾ റൈനോസ്പോറിഡിയ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നമുക്ക് ന്യൂമോസിസ്റ്റിസിനെയും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? യെസ്, ഹിസ്റ്റോപാത്തോളജി എക്സാമിനേഷൻ ആയിട്ടുള്ള ഗോമോറി മെത്തനമിൻ സിൽവർ സ്റ്റെയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിതെങ്ങനെ കാണാൻ പറ്റുക? യെസ്, പിങ് പോങ് ബോൾസ് അഗൈൻസ്റ്റ് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് പിങ് പോങ് ബോളിൻ്റെ അപ്പിയറൻസിൽ വരുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ന്യൂമോസിസ്റ്റിക് ജിറോവേഴ്സി ആണ്. ന്യൂമോസിസ്റ്റിക് ജിറോവേഴ്സി ആണ് പിങ് പോൾ അപ്പിയറൻസ്. പിക്ചർ നോക്കുക, പിങ് പോങ് അപ്പിയറൻസ് വരുന്നത് ന്യൂമോസിസ്റ്റിക് ജിറോവേഴ്സി ആണ്. സോ ഇത്രയാണ് നമുക്ക് ഇവിടെ വരുന്നത്. നമുക്കിനി എല്ലാം കൂടി നോക്കാം. അതായത് ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ് കംപ്ലീറ്റ് ഒന്ന് ഓടിച്ചു പോവാം. സോ അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കാൻഡിഡിയാസിസ് ആയിരുന്നു. കാൻഡിഡിയാസിസ് കോസ് ചെയ്യുന്നത് കാൻഡിഡ. കോമൺലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാൻഡിഡ സ്പീഷീസ് ആണ്. കാൻഡിഡ ആൽബിക്കൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ അതിനെ നമ്മൾ കോസ് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ നമ്മുടെ ബോഡിയിൽ മ്യൂക്കസൽ കാൻഡിഡിയാസിസ് ഉണ്ടാവാം, ഇൻവാസീവ് കാൻഡിഡിയാസിസ് ഉണ്ടാവും, ക്യൂട്ടേനിയസ് കാൻഡിഡിയാസിസ് ഉണ്ടാവും. എല്ലാം നമ്മുടെ ബോഡീനെ മൊത്തത്തിൽ ഇൻഫെക്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ലാബ് ഡയഗ്നോസിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മൈക്രോസ്കോപ്പി. അത് ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഈസ്റ്റ് ലൈക്ക് സ്യൂഡോ ഹൈഫെ പ്രസൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അതിന് കാൻഡിഡ ആൽബിക്കൻസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ആയിരുന്നു ജേം ട്യൂബ് ടെസ്റ്റ്. റിനോൾഡ് ബ്രൂഡെ ഫിനോമിനൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡാൽമോ പ്ലേറ്റിൽ ക്ലമൈഡോസ്പോറിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കോൺമീൽ അഗാറിൽ ചെയ്യാറുള്ളതായിരുന്നു ഡാൽമോ പ്ലേറ്റ്. പിന്നെ ക്രോമഗാർ കാൻഡിഡ ആൽബിക്കൻസ് ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള കോണി തരും. പിന്നെ എക്സ്ട്രാ നമ്മൾ ബീറ്റ ഗ്ലൂക്കണാസിയൊക്കെ നമ്മൾ കാൻഡിഡിയാസിസിൽ ചെയ്യാറുണ്ട്. പിന്നെ ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് ആണ് മെയിൻലി കോസ് ചെയ്യുന്നത്. ക്രിപ്റ്റോകോക്കസ് അതൊരു ക്യാപ്സുലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നെഗറ്റീവ് സ്റ്റെയിൻ ആയിട്ടുള്ള ഇന്ത്യൻ ഇങ്കൊക്കെയാണ് ഇതിൻ്റെ ഡയഗ്നോസിസിൽ ചെയ്യാറുള്ളത്. ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ഈസ്റ്റ് ആയിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സൈഗോമൈക്കോസിസ്. സൈഗോമൈക്കോസിസ് എന്ന് പറയുമ്പോൾ സൈഗോമൈസിസ് മെയിൻലി മ്യൂക്കർ റൈസോപ്പസ് ഒക്കെയാണ് ഈ സൈഗോമൈക്കോസിസ് കോസ് ചെയ്യുന്നത്. സോ അതിൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള മെയിൻ ഫീച്ചർ എന്ന് പറയുമ്പോൾ ബ്രോഡായിട്ടുള്ള ഹൈഫയും ബ്രോഡായിട്ടുള്ള അക്യൂട്ട് ബ്രാഞ്ചിങ് ആംഗിളും ആയിരുന്നു വരുന്നത്. സോ അവിടെ സൈഗോമൈക്കോസിൽ നമ്മൾ സ്പൊറാൻജിയോസ്പോർ ബ്രോഡ് ഹൈഫ ഉണ്ട്, അതേപോലെ സ്പൊറാഞ്ചിയം ഉണ്ടാവും. ആ സ്പൊറാഞ്ചിയത്തിനുള്ളിൽ സ്പൊറാഞ്ചിയോസ്പോർ ഉണ്ടാവും. റൈസോപ്പസിനാണെങ്കിൽ റൈസോയിഡ് പ്രസൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം. ആസ്പെർജിലോസിസിൻ്റെ കേസിലാണെങ്കിൽ അവിടെ നാരോ ആയിട്ടുള്ള ഹൈഫയും നാരോ ആയിട്ടുള്ള ആംഗിളും ആയിരുന്നു വരുന്നത്. ആസ്പെർജിലസ് നമ്മൾ ഫ്ലേവസ് അതേപോലെ തന്നെ ഫ്യൂമിഗാറ്റസ് നൈഗർ എന്നും പറഞ്ഞ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോന്നിൻ്റെ കോളനി ഫീച്ചേഴ്സും അതിൻ്റെ ഓരോന്നിൻ്റെ മൈക്രോസ്കോപ്പിയും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പെൻസിലിയോസിസ് എന്ന് പറയുമ്പോൾ അത് കോസ് ചെയ്യുന്നത് പെൻസിലിയം മാർണഫി ആണ്. നമുക്ക് മെയിൻലി നമ്മൾ ഫ്ലാസ്ക് ഷേപ്പ് അപ്പിയറൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ബ്രഷ് ബോർഡർ അപ്പിയറൻസ് ഒക്കെ നമ്മൾ പെൻസിലിയോസിസിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വൺ ന്യൂമോസിസ്റ്റിക് ന്യൂമോണിയ കോസ് ചെയ്യുന്ന ന്യൂമോസിസ്റ്റിക് ജിറോവേഴ്സി എന്ന് പറഞ്ഞ ഫംഗസ് ആയിരുന്നു.
ഇതിൽ നമ്മൾ കോപ്പർ പെന്നി അപ്പിയറൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഫംഗസും കവർ ചെയ്തിട്ടുണ്ട്. ഓരോ ഫംഗസിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ കോളനി മോർഫോളജി, അതേപോലത്തെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാബ് ഡയഗ്നോസിസും കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തു. ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം നിങ്ങൾ ഏതാണെങ്കിലും അത് ഇതേപോലെയുള്ള പോയിൻറ്റ്സുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് തിയറി ബേസ്ഡ് ക്ലാസ് ആകുമ്പോൾ നമ്മൾ ഓരോ ഫംഗസിനെ എടുത്തിട്ട് നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അതുകൊണ്ടാണ് എല്ലാ ഫംഗസിനെയും കൂടി ഒരു ഷോർട്ടായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതുപോലെയുള്ള വീഡിയോസ് വേറെ ഏതെങ്കിലും ഏരിയയിൽ, ഇപ്പം ബാക്ടീരിയോളജി, വൈറോളജി ഏരിയയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. താങ്ക്